മിണ്ടിയും പറഞ്ഞും വിത്ത് യോർ ഹോസ്റ്റ് നീരജ. ഇന്ന് എൻ്റെ കൂടെ പോഡ്കാസ്റ്റ് റെക്കോർഡ് ചെയ്യാൻ എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ഉണ്ട്. റിനു, ഹായ് പറ. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ റിനു ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ തമ്മിൽ വളരെ ഒരുപാട് സംസാരിക്കുന്ന ഒരു വിഷയത്തിനെ പറ്റിയിട്ടാണ് ഇന്ന് ഈ പോഡ്കാസ്റ്റിൻ്റെ എപ്പിസോഡിൽ നമ്മൾ റെക്കോർഡ് ചെയ്യാൻ പോകുന്നത്. ഞങ്ങൾ എപ്പോഴും സംസാരിക്കുന്ന ഒരു വിഷയമാണിത്. കാരണം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഈ എപ്പിസോഡിൽ ഞങ്ങൾ പറയാൻ പോകുന്ന പല കാര്യങ്ങളും ഞങ്ങൾ രണ്ടുപേരും വ്യക്തിപരമായിട്ട് അനുഭവിച്ചിട്ടുള്ള കുറേ കാര്യങ്ങളാണ്. അപ്പം വുമൻസ് ഡേ ഒക്കെ വരുവാണല്ലോ. അപ്പോൾ വുമൻസ് ഡേനോട് അനുബന്ധിച്ച് ഇപ്പോഴും നമ്മൾക്ക് എന്താണ് ഈ സൊസൈറ്റിയിലുള്ള സ്ഥാനം, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മളെ ഈ സൊസൈറ്റി കാണുന്നത്, എന്താണ് നമുക്ക് നമ്മളുടെ എക്സ്പീരിയൻസസ് എന്താണ് ആസ് എ വുമൻ ലിവിങ് ഇൻ ദ മലയാളി സൊസൈറ്റി എന്നതിനെ പറ്റിയിട്ടൊക്കെയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഒബ്വിയസ്ലി ഇത് മലയാളി സൊസൈറ്റി എന്ന് നമ്മൾ എടുത്തു പറയുന്നത് ഞങ്ങളുടെ അനുഭവങ്ങൾ മലയാളി സൊസൈറ്റിയുമായിട്ട് ഉള്ളത് കൊണ്ടാണ്. ഇറ്റ്സ് നോട്ട് നെസസറി ദാറ്റ് അത് മാത്രമാണ്, അല്ലെങ്കിൽ മലയാളികളുടെ ഇടയിൽ മാത്രമേ ഈ പ്രശ്നങ്ങളുള്ളൂ എന്നൊന്നും അല്ല ഞങ്ങൾ ക്ലെയിം ചെയ്യുന്നത്. പക്ഷേ ഞങ്ങളുടെ അനുഭവങ്ങൾ ആസ് ബീങ് എ പാർട്ട് ഓഫ് ദിസ് സൊസൈറ്റി എന്താണെന്നുള്ളതിനെ പറ്റിയിട്ടാണ് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ എനിക്ക് ഐ വോണ്ട് ടു ടോക്ക് അബൌട്ട് ദി എലിഫന്റ് ഇൻ ദ റൂം. വളരെ ഡെറിഗേറ്ററി ആയിട്ട് ഇപ്പം ഈ ഓൺലൈൻ യോദ്ധാക്കൾ യൂസ് ചെയ്യുന്നൊരു വാക്കാണ് ഫെമിനിറ്റി എന്നുള്ള വാക്ക്. അതായത് ഫെമിനിസ്റ്റുകളെ, അല്ലെങ്കിൽ സ്ത്രീപക്ഷം പറയുന്ന, സ്ത്രീപക്ഷം അവരെ സ്വന്തമായിട്ട് അഭിപ്രായങ്ങളുള്ള, സ്വന്തമായിട്ട് നിലപാടുകളുള്ള സ്ത്രീകളെ പറ്റിയിട്ട് കളിയാക്കിയിട്ടും ഒരു തരം അടച്ചാക്ഷേപിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഈ ഫെമിനിറ്റി എന്നുള്ളത്. അപ്പൊ അതിനെ പറ്റിയിട്ട് എന്താണ് റിനുവിന് പറയാനുള്ളത്? ആക്ച്വലി ഫെമിനിസം എന്ന് പറയുന്ന ആൾക്ക് ആ ഒരു വാക്ക് എന്താണെന്ന്, ഈ ഫെമിനിസ്റ്റ് ആണെന്ന് പറഞ്ഞു നടക്കുന്ന സ്ത്രീകൾക്ക്, ഞാൻ ബീങ് എ ലേഡി ഞാൻ പറയുവാണ്, സ്ത്രീകൾക്ക് തന്നെ അത് വലിയ ഐഡിയ ഇല്ലാത്തൊരു വേർഡാണത്. കുറേ കാര്യങ്ങൾക്ക് വേണ്ടി സ്ത്രീ അങ്ങനെ ആയിരിക്കണം, സ്ത്രീക്ക് ഈക്വൽ ഓപ്പർച്യൂണിറ്റി വേണം, റൈറ്റ്സ് വേണം, അത് പുരുഷന്മാരെക്കാൾ താഴെയല്ല സ്ത്രീ എന്ന് കാണിക്കുന്നുണ്ടെങ്കിലും അതല്ല ശരിക്കും ഫെമിനിസം എന്നത് അവർക്ക് അറിയില്ല ഇപ്പോഴും. അതുകൊണ്ട് തന്നെയാണ് പല ആൾക്കാരും ഇപ്പൊ പറയുന്ന പോലെ ഓൺലൈൻ സോഷ്യൽ മീഡിയയിലൊക്കെ ഫെമിനിറ്റി എന്ന് കളിയാക്കി പറയുന്നത്. എന്താണ് അവർ ഫെമിനിസം എന്നുകൊണ്ടത് ഉദ്ദേശിക്കുന്നത്? കുറെ ആൾക്കാർക്ക് വേണ്ടി, അല്ലെങ്കിൽ ഞാനൊരു പെണ്ണാണ്, എനിക്ക് ആ റൈറ്റ്സ് വേണം, അല്ലെങ്കിൽ എനിക്ക് ആ ഫ്രീഡം വേണം, എനിക്ക് പാതിരാത്രിയും റോഡിലൂടെ നടക്കാനുള്ള ഫ്രീഡം ഉണ്ട്, ഞാനൊരു പെണ്ണാണ്, എന്താണെന്ന്, അതാണോ ശരിക്കും ഫെമിനിസം? എനിക്ക് തോന്നുന്നില്ല അതാണ് ഫെമിനിസം എന്ന്. പക്ഷെ ഈ ഫെമിനിസം എന്ന് പറയുന്ന കുറെ ആൾക്കാരുടെ കൂട്ടിൽ പ്രസംഗിച്ച് നടത്തി, കുറെ മീഡിയനെ വിളിച്ചു വരുത്തി, പത്രസമ്മേളനം നടത്തിയിട്ട് അതങ്ങനെയാണെന്ന് പറയുന്നത് ആ ആൾക്കാർ, അതായത് സോ കോൾഡ് ഫെമിനിസ്റ്റുകൾ തന്നെ ഒരു സ്ത്രീക്ക് വേണ്ടി എന്തെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുന്ന, ഇപ്പൊ നമ്മുടെ ചുറ്റും ഇപ്പൊ കുറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. നമ്മളിപ്പോ ഫേസ്ബുക്ക് നോക്കിയാലൊക്കെ കാണാൻ പറ്റുന്നത് ഭാര്യ ഭർത്താവ് പ്രശ്നങ്ങളില് ഡൊമസ്റ്റിക് വയലേഷൻ ഒരുപാട് നടക്കുന്നുണ്ട് ഇപ്പോഴും. അപ്പൊ അവർക്ക് വേണ്ടി അത് കണ്ടെത്തിയിട്ട് അവർക്ക് വേണ്ടി എന്ത് കാര്യമാണ് ചെയ്യാൻ പറ്റുന്നത്? അല്ലെങ്കിൽ അവർ സ്വമേധയാ പോയിട്ട് ഞങ്ങൾ ഇങ്ങനെ ഒരു ഇത് കണ്ടു, ഇതിനൊന്ന് അന്വേഷിക്കണം അല്ലെങ്കിൽ കേസ് എടുക്കണം എന്ന് പറഞ്ഞിട്ട് അവർ പോലീസിനെ അപ്രോച്ച് ചെയ്യുന്നുണ്ടോ? ഒരിക്കലും ചെയ്യുന്നില്ല. അവരവർ ഹാഷ്ടാഗ് കൊടുത്തിട്ട് കുറെ അങ്ങ് പ്രസംഗിച്ച് നടത്തും, അത് അവിടെ തീർന്നു. അതിനപ്പുറം അവരെന്താണ്, അല്ലെങ്കിൽ ആ സ്ത്രീ ആ വീട്ടിൽ എന്തൊക്കെയാണ് ഇപ്പോഴും അനുഭവിക്കുന്നത്, ഇതിനു മുമ്പ് അനുഭവിച്ചത്, ഇതുപോലെ എത്ര പേരുണ്ട്. എല്ലാവരും നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാനോ അല്ലെങ്കിൽ എല്ലാവർക്കും വേണ്ടി എല്ലാം ചെയ്യാൻ നമുക്ക് പറ്റില്ല. പക്ഷെ ചിലതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അല്ലാതെ ഒരു വലിയൊരു സഞ്ചി തൊട്ട് വലിയ പൊട്ടും തൊട്ട് സാരി കൊടുത്ത് അങ്ങോട്ട് ഞാൻ ഫെമിനിസ്റ്റ് ആണ്, സ്ത്രീ അങ്ങനെയാണെന്ന് പറഞ്ഞു നടക്കുന്നതില് അങ്ങനെയുള്ള എനിക്ക് അതിനോട് യോജിപ്പില്ല. അത് ശരിയാണ്. അതായത് ഇപ്പൊ നമ്മുടെ റിനു പറഞ്ഞു വരുന്നത് പോലെ ഈ ഫെമിനിറ്റി എന്നുള്ള ഒരു വാക്ക് ഒരു ഡെറോഗേറ്ററി വാക്കായി മാറിയതിന് കുറെയൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് ഈ പറഞ്ഞ ഫെമിനിസ്റ്റുകൾ തന്നെയാണ്. അതാണ് റിനു പറഞ്ഞു വരുന്നത്. അത് ശരിയാണ്. കാരണം കുറേ ഘോരഘോരം പ്രസംഗിച്ച് ആൾക്കാരുടെ മുന്നിൽ വലിയ ഷോ കാണിച്ച് അതല്ല ഫെമിനിസം എന്നുള്ളതാണ്. അത് വളരെ സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം റിനു പറഞ്ഞ അതേപോലെ തന്നെ ഈ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന, സാധാരണ ജീവിതം ജീവിക്കാൻ ബുദ്ധിമുട്ടുന്ന സ്ത്രീകൾ ഒരുപാട് നമ്മുടെ ചുറ്റുമുണ്ട്. അപ്പൊ ഇവരെയൊക്കെ സഹായിക്കാനോ അല്ലെങ്കിൽ ഇവരെയൊക്കെ നമുക്ക് ഈ പറഞ്ഞതുപോലെ അപ്ലിഫ്റ്റ് ചെയ്യാനോ ഒന്നും സാധിക്കാത്തിടത്തോളം അത് ഫെമിനിസ്റ്റ് എന്നൊരു ഗ്രൂപ്പിന്റെ, അല്ലെങ്കിൽ എന്നുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന്റെ തന്നെ ഫെയിലിയർ ആണ്. അത് വളരെ സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഞാൻ എന്റെ ചോദ്യം കുറെ കൂടെ ഇറ്റ്സ് അബൌട്ട്
എന്തുകൊണ്ടാണ് ഇപ്പൊ ഈ പറഞ്ഞ ഈ വിഭാഗം സ്ത്രീകൾ, ഞാൻ പറഞ്ഞ ഈ നമ്മളിപ്പോ പറയുന്ന ഈ പൊട്ടുകുത്തി എന്താ പറയാ പഴയ പഴയ തുണി സാരിയും എടുത്ത് എന്താണ് സഞ്ചിയും തൂക്കി സഞ്ചിയും തൂക്കി കണ്ണടയും വെച്ച് നടക്കുന്ന ആ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ പറ്റിയിട്ടേ അല്ല നമ്മൾക്ക്. എനിക്ക് തോന്നുന്നു നമുക്ക് അതിനെ പറ്റിയിട്ട് ഫോക്കസ് ചെയ്യേണ്ട കാര്യമില്ല. സിംപ്ലി ബിക്കോസ് അതൊരു വളരെ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ് ഈ പറയുന്ന ആൾക്കാരുണ്ടല്ലോ. അതായത് സോഷ്യൽ പ്രസൻസ് ഉള്ള ഉം. നാട്ടുകാരെയും വീട്ടുകാരെയും എല്ലാം കാണിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ഉള്ള ഈ പറയുന്ന സോ കോൾഡ് നമ്മൾ കാണുന്ന ഫെമിനിസ്റ്റുകൾക്ക് എല്ലാവർക്കും ഒരുപാട് എന്താണ് പ്ലാറ്റ്ഫോംസ് അവൈലബിൾ ആണ് അവരുടെ വിസിബിലിറ്റിക്ക് വേണ്ടിയിട്ടുള്ളത്. അല്ലെങ്കിൽ അവരത് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പലവരെയും കൂട്ടുപിടിച്ചും എല്ലാം ചെയ്ത് അവർക്ക് അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം അവർ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അവരതിനെ ആ ഒരു അവര് കാണിക്കുന്ന ഒരു എന്താണ് പല കാര്യങ്ങളുടെയും പ്രശ്നം കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഈ വാക്കിന് ഇങ്ങനെ ഒരു, അല്ലെങ്കിൽ അതൊരു വാട്ടേർഡ് ഡൗൺ ആയി പോയത്. ഈ ഫെമിനിസ്റ്റ് എന്നുള്ളൊരു വാക്ക് വാട്ടേർഡ് ഡൗൺ ആയി പോകുന്നത്. എനിക്ക് കൂടുതലും അറിയേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് സംസാരിക്കാൻ കൂടുതലും ഫോക്കസ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ആരാന്ന് പറഞ്ഞാൽ, ഇപ്പൊ നേരത്തെ റിനു പറഞ്ഞതുപോലെ തന്നെ ഈ ജീവിക്കാൻ ബുദ്ധിമുട്ടുന്ന കുറെ പെണ്ണുങ്ങളുണ്ട് ഇപ്പോഴും. അതായത് നിങ്ങള് എന്താ പറയാ, ഞാൻ ഐ എം നോട്ട് ഗോയിങ് ടു യൂസ് വേർഡ്സ് ലൈക്ക് ഒപ്രസ്ഡ് ആയിട്ടുള്ള, ഒപ്രസ്ഡ് ഒന്നുമല്ല നമ്മളിപ്പം, അത്രയും ഒപ്രസ്ഡ് ആണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല പെണ്ണുങ്ങള്. പക്ഷേ ഈ ഒപ്രഷൻ എന്നുള്ള വാക്കിന്റെ ഡൈനാമിക്സ് മാറി എന്നുള്ളതാണ് അതിന്റെ സത്യം. അറ്റ്ലീസ്റ്റ് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഒപ്രഷൻ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ പോലെ അടിച്ചമർത്തി ജീവിക്കുന്ന, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ ഈ പീരിയഡ്സ് ആവുമ്പോൾ ബാത്റൂമിൽ കിടക്കുന്ന ആ ടൈപ്പ് ആൾക്കാരല്ല ഇപ്പം നമുക്ക് അറിയാവുന്ന. ഇപ്പൊ അങ്ങനത്തെ ഉണ്ടാവുമായിരിക്കും, എനിക്കറിയില്ല. പക്ഷെ മെജോറിറ്റി ഓഫ് ദം ആർ നോട്ട് ലൈക്ക് ദാറ്റ്. എന്നാൽ പോലും നമുക്കറിയാവുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ജോലി ചെയ്യുന്ന, എന്നാൽ ശമ്പളം വീട്ടിൽ കൊണ്ടുവന്ന് ഭർത്താവിന്റെ കയ്യിൽ കംപ്ലീറ്റ്ലി കൊടുക്കുന്ന ആൾക്കാരുണ്ട്. ഇത് അതായത് അവർക്ക് അവരുടേതായിട്ടുള്ളതായിട്ട് ഒരു തരത്തിലും വ്യക്തിത്വം കൊണ്ടു നടക്കാൻ പറ്റാത്ത കുറെ പെണ്ണുങ്ങളുണ്ട്. പലവർക്കും അത് ജീവിതാനുഭവം അങ്ങനെ ആയതുകൊണ്ടാണ്. എന്ന് വെച്ചാൽ ഒരു 10-22 വയസ്സ് വരെ അച്ഛന്റെ പ്രൊട്ടക്ഷനിൽ അങ്ങ് കഴിയും. പിന്നെ ഒരു ചേട്ടനുണ്ടെങ്കിൽ ചേട്ടന്റെയും അച്ഛന്റെയും പ്രൊട്ടക്ഷനിൽ അങ്ങ് കഴിയും. പിന്നെ ഒരു 23-24 വയസ്സാവുമ്പോഴത്തേക്കും കെട്ടിച്ചു വിടും. അത് ഇതാണ് ഈ ഇൻഡിവിജ്വലിസം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കെട്ടിച്ചു വിടുന്നതൊക്കെ. കാരണം അവര് പിന്നെ ഭർത്താവിന്റെ ഒരു ഷാഡോയിൽ അങ്ങ് ജീവിക്കുക. ഭർത്താവ് പറയുന്നതാണ് ശരി. അങ്ങനെ ഭർത്താവും ചിലപ്പോൾ ഭർത്താവിന്റെ അച്ഛനും കൂടെ, അല്ലെങ്കിൽ അച്ഛനും അമ്മയും എല്ലാവരും കൂടെ പറയുന്നത്. ഈ വ്യക്തിത്വം എന്നുള്ളൊരു സാധനം ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു അവസരം പോലും കിട്ടാത്ത പെണ്ണുങ്ങളുണ്ട്. ഞാൻ അവരുടെ, അപ്പൊ നമുക്ക് രണ്ടുപേർക്കും അറിയാം ഇങ്ങനത്തെ ആൾക്കാര്. കാരണം ഞങ്ങള് രണ്ടുപേരും എന്താണ്, നമ്മള് സാധാരണ ഞാൻ കമ്പാരിറ്റീവ്ലി ലേറ്റർ ആയിട്ടാണ് കല്യാണം കഴിച്ചിട്ടുള്ളത് എന്നാണ് എന്റെ വീട്ടിലും അല്ലെങ്കിൽ നാട്ടുകാർക്കൊക്കെ ഉള്ള ഒരു അഭിപ്രായം. കാരണം ഞാൻ 27 വയസ്സിൽ കല്യാണം കഴിച്ചു. പക്ഷെ എന്നാ പോലും ഞാൻ ലേറ്റ് ആയിട്ടാണ് കല്യാണം കഴിച്ചത് എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാല് ഇപ്പൊ നമ്മള് മലയാളികളായതുകൊണ്ടും നമ്മൾ ഇതിവിടെ മാത്രം പറയുന്നത് കൊണ്ടും, ഇതിപ്പം നോർത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇത് തന്നെയാണ് അവസ്ഥ. പക്ഷെ നമുക്കിപ്പോ മലയാളികളെ പറയുവാണെങ്കിൽ മലയാളികൾക്ക് ആകെ ഒന്ന് തീരുമാനിച്ചിട്ടുണ്ട്. 18 വയസ്സ് കഴിഞ്ഞാൽ പെൺകുട്ടികളെ വീട്ടിലിരുത്തരുത്, കെട്ടിച്ചു വിടണം. കല്യാണ പ്രായം 18 വയസ്സെന്ന് പറയുന്നത് ഗവൺമെന്റ് കൊടുത്തൊരു മെച്യൂരിറ്റി ഇത് മാത്രമാണ്. അല്ലാതെ അത് എവിടെയും ഇതൊരു എന്താ പറയാ, നമ്മൾ പേഴ്സണലി നമ്മൾ അത്രയും മെച്യൂർ ആവണമെന്നില്ല. 18 വയസ്സെന്ന് പറയുന്ന ആ കുട്ടി ഡിഗ്രി ആ ഒരു യൗവനം അത് അനുഭവിച്ച് തുടങ്ങുന്നതേ. അപ്പോഴേക്കും കല്യാണ പ്രായം എന്ന് പറഞ്ഞാൽ, അപ്പൊ ആ കുട്ടിയുടെ മനസ്സിൽ എന്താ വരികയെന്ന് വെച്ചാല്, കല്യാണം അതെന്താ വലിയ സംഭവം എന്ന് വെച്ചിട്ട് അതെനിക്ക് അനുഭവിക്കണം. അതെന്താണ് അവരുടെ വിചാരം? ഓക്കെ, കല്യാണം കഴിയും, ഭർത്താവ് എപ്പോഴും സ്നേഹം കൊണ്ട് മൂടി, എപ്പോഴും റൊമാൻറ്റിക് ആയി, വളരെ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് അവർ വിചാരിക്കുന്നത്. പക്ഷെ ഡിഗ്രി ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്ന കുട്ടികൾ ഇപ്പോഴും കല്യാണം കഴിഞ്ഞ് പോകുന്നുണ്ട്. ആദ്യം പറയും ഭർത്താവിന്റെ വീട്ടുകാർ, ഞങ്ങൾ പഠിപ്പിക്കാം. ആ ഒരു പ്രതീക്ഷയിലാണ് വീട്ടുകാരും പെണ്ണും ഒക്കെ കയറിപ്പോയിട്ട് കല്യാണം കഴിഞ്ഞ് കോളേജിൽ പോകാൻ തുടങ്ങുന്ന സമയത്ത് പറയും, അതിന്റെ ആവശ്യമില്ല, നീ പഠിച്ച് ജോലി ചെയ്ത് കാശ് കൊണ്ടുവരേണ്ട ആവശ്യമില്ല ഇവിടെ എന്ന് പറയുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. അപ്പോ ഈ 18 വയസ്സെന്നുള്ളത് അവിടെ നമ്മുടെ തലയിൽ, നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരുടെ തലയിൽ ഓൾറെഡി ഫീഡ് ചെയ്ത് വെച്ച സംഭവമാണ്. അതൊരിക്കലും അതിന് മാറണമെങ്കിൽ ഒരുപാട് കാലം എടുക്കും. കാരണം ഇപ്പോഴും എന്താ പറയാ, ഇപ്പൊ ഈ കാലത്ത് ജീവിക്കുന്ന നമ്മുടെ തൊട്ട് പുറകെയുള്ള ജനറേഷൻ പോലും നമ്മുടെ എന്താണ് ചെയ്യുന്നതെന്നും നമ്മുടെ തോട്ട്സ് എന്താണെന്നും നമ്മുടെ ആഗ്രഹങ്ങളും എന്തൊക്കെയാണെന്ന് അറിയുന്നുണ്ടെങ്കിൽ പോലും അവരത് മായ്ച്ചു കളയാൻ റെഡിയല്ല. അത് ഒളിഞ്ഞും തെളിഞ്ഞും ഇതിപ്പോഴും പറയുന്നുണ്ട്. 27 വയസ്സില്
ഒരു പെൺകുട്ടി കല്യാണം കഴിച്ചെന്ന് വെച്ചാൽ എന്താണ് സംഭവിക്കുന്നത്? ഉം. കുറച്ചുകൂടി അല്ലെങ്കിൽ അതും മെച്യൂർഡ് ആവും. കഴിഞ്ഞിട്ട് അത് അതും കഴിഞ്ഞിട്ട്. കഴിഞ്ഞിട്ട് 27 പോലും ചെറിയ വയസ്സാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പൊ എനിക്ക് 35 വയസ്സായി. ഉം. ഇവിടെ നിന്ന് നോക്കുമ്പോ 27 എന്നുള്ള വയസ്സില് നമുക്ക് തീരെ മെച്യൂരിറ്റി ഇല്ല. നമുക്ക് അഗൈൻ ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു തരത്തിലും നമുക്ക് റിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്ടേഷൻസ് അല്ല ആ സമയത്ത് പോലും നമുക്ക് അതെ. ജീവിതത്തിനോടുള്ളത്. അതെ. അതുകൊണ്ട് നമ്മളിപ്പോ സമയമെടുത്ത് കല്യാണം കഴിക്കുന്നത് കൊണ്ട് അതൊരു വലിയ എനിക്ക് തോന്നുന്നു കുറെയൊക്കെ ബെറ്റർ ആയിട്ടുണ്ട്. എന്താ പറയാ, അല്ലെങ്കിൽ പെൺപിള്ളേർക്ക് കുറെയൊക്കെ എനിക്ക് കല്യാണം ഇപ്പൊ കഴിച്ചില്ലെങ്കിലും ലോകമൊന്നും ഇടിഞ്ഞു വീഴില്ല എന്ന് മനസ്സിലാക്കി ജീവിക്കാൻ പറ്റുന്ന പെണ്ണുങ്ങൾ ഇപ്പൊ ഉണ്ട് കുറെ ഉണ്ട്. കൂടെ. പക്ഷെ അതാണ് അവർക്ക് ചുറ്റുമുള്ള ചുറ്റുമുള്ള ആൾക്കാർ ആൾക്കാര് അത് സമ്മതിക്കുന്നില്ല. അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് കേൾക്കേണ്ടി വരുന്ന കുറേ ഒരുപാട് കാര്യങ്ങള്. ഉണ്ട്. അതിലെ വലിയൊരു എക്സാമ്പിൾ എക്സാമ്പിൾ അതെ, ആണ് അതെ, ഞാൻ. അതെ. അപ്പൊ അതിനെ പറ്റിയിട്ടും പറയൂ. അപ്പൊ എന്താണ് അപ്പൊ ഇങ്ങനെ കല്യാണം കഴിക്കാതെ നടക്കുമ്പോഴോ, അല്ലെങ്കിൽ അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു ഭർത്താവ് ഇല്ലാതിരിക്കുമ്പോ, അപ്പൊ നമ്മളെ പറ്റിയിട്ട് ഇപ്പൊ എനിക്കിപ്പോ ഞാൻ കല്യാണം കഴിച്ചു. എനിക്ക് 2 കുട്ടികളുണ്ട്. നമ്മൾ രണ്ടുപേരും ഐഡിയലി വളരെ ഡിഫറന്റ് ആയിട്ടുള്ള ഉം. ജീവിതങ്ങൾ ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പം എന്റെ കാര്യത്തില് പറയാനാണെങ്കില് എനിക്ക് ഇതുപോലെ തന്നെ ഈ 10, 27 വയസ്സില് കല്യാണം കഴിക്കുമ്പോ തന്നെ അത് തന്നെ ലേറ്റ് ആണെന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരെ എനിക്കറിയാം. ഉം. പിന്നെ അതുമല്ലാതെ ഇപ്പൊ റിനുവിന് അറിയാം, ചിലർക്കെങ്കിലും ഈ കേൾക്കണവർക്ക് അറിയാം. എനിക്ക് ഇതിനു മുമ്പ് ഒരു എൻഗേജ്മെന്റ് നടന്നതാണ്. ഈ കല്യാണത്തിന് മുമ്പ് ഒരു എൻഗേജ്മെന്റ് നടന്നതാണ്. ഉം. വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് ഞാൻ ആ Call എൻഗേജ്മെന്റ് off. കോൾ ഓഫ് ചെയ്ത സമയത്ത് ഉം. എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന വിശേഷണങ്ങളാണ് ഈ പറഞ്ഞ പോലെ. അവള് തന്റേടിയാണ്. അവക്ക് അഹങ്കാരം ഭയങ്കര കൂടുതലാണ്. ഇത്രയും നല്ലൊരു ബന്ധം എങ്ങനെയാണ് അവക്ക് തട്ടിക്കളയാൻ പറ്റുന്നത്? അല്ലെങ്കിൽ അവക്ക് അവൾ എന്ത് കിട്ടുമെന്നാണ് വിചാരിച്ച് ജീവിക്കുന്നെ? അവൾ ആരാണെന്നാണ് അവളുടെ വിചാരം? ഇങ്ങനെ ഒരുപാട് കാര്യങ്ങള് ഞാൻ കേട്ടിട്ടുണ്ട്. ഉം. എനിക്ക് എന്റേതായിട്ടുള്ള വളരെ വ്യക്തിപരമായിട്ടുള്ള ഞാനിവിടെ ഒരിക്കലും അത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നുമില്ല, പറയത്തുമില്ല ഞാൻ. പക്ഷെ ഇങ്ങനെ ഒരുപാട് കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ അത് കോൾ ഓഫ് ചെയ്യുന്നത്. ഈ കാരണങ്ങൾ അറിയാവുന്ന ആൾക്കാര് പോലും എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാല് ജസ്റ്റ് ബിക്കോസ് യു ആർ എ ഗേൾ. അതെ, അത്രേ ഉള്ളൂ. അതെ. അത് എന്നാ നേരെ തിരിച്ച് തിരിച്ചാണെങ്കില് ചെറുക്കനാണ് ആണ് കല്യാണം പെണ്ണിന്റെ വേണ്ടെന്ന്. ഭാഗത്താണ് കുഴപ്പംന്ന് അതെ, പറയാ. അതെ. വളരെ പെണ്ണ് വേണ്ടാന്ന് സത്യമാണത്. വെച്ചാലും പെണ്ണിന്റെ ഭാഗത്താണ് കുഴപ്പം. അതെ. ചെറുക്കൻ വേണ്ടെന്ന് വെച്ചാലും വെച്ചാലും അത് അവളുടെ ഭാഗത്ത് എന്തെങ്കിലും കുഴപ്പാണ്. ഞാനത് കേട്ടിട്ടുണ്ട്. അതായത് ഞാൻ കോൾ ഓഫ് ചെയ്ത സമയത്ത്, വെഡിങ് കോൾ ഓഫ് ചെയ്തത് സമയത്ത് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ചെറുക്കന്റെ വീട്ടുകാര് പോലും എന്നോട് പറഞ്ഞൊരു കാര്യമാണ്. "നീരജ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. നീരജയുടെ താഴെയും കുറെ പെൺപിള്ളേരുണ്ട്." മനസ്സിലായോ? ഉം. അതായത് നീരജ കല്യാണം മുടക്കുന്ന ഒരു ടൈപ്പ് ആളാണെന്ന് നാട്ടുകാരറിഞ്ഞാ, താഴെയുള്ള ബാക്കിയുള്ളവരെ കുട്ടികൾക്കൂടെയും കൂടെ അത് ബാധിക്കും. ബാധിക്കും എന്ന് വരെ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു. തെറ്റ് മുഴുവൻ അവരുടെ ഭാഗത്തായിരുന്നു. എന്നിട്ട് പോലും എന്റെ അടുത്ത് അവർക്കിത് പറയാനുള്ള ധൈര്യം ഉണ്ടായിരുന്നു. അവരെ കൊണ്ട് അത് പറയുന്നത് കുഴപ്പമില്ല. അല്ലെങ്കിൽ അപ്പഴും എന്റെ സ്വന്തം വീട്ടുകാര് പറഞ്ഞിട്ടുണ്ട്. അവൻ ചിലപ്പോ വേറെ നല്ല വല്ല ബന്ധം കിട്ടിയതുകൊണ്ട് ഇത് ബ്രേക്കപ്പ് ചെയ്യാൻ അപ്പഴും നമ്മുടെ ശ്രമിച്ചതായിരിക്കും. കുഴപ്പം അപ്പഴും തന്നെയാണ്. എന്റെ കുഴപ്പാണ്. ഭാഗത്താണ് പ്രശ്നം. ആ. മൻ അവർക്ക് എന്താന്ന് വെച്ചാല് ഇവര് ഇപ്പ ഈ പറഞ്ഞല്ലോ. പിന്നെ എന്ത് കണ്ടിട്ടാണ് ഇതാണ്, എന്ത് കിട്ടുമെന്ന് വിചാരിച്ചു, എന്താണ് കുഴപ്പം? എനിക്കറിയാം പേഴ്സണലി എന്താണ് സംഭവിച്ചതെന്ന്. ആ പയ്യൻ എന്താണെന്ന് എനിക്കറിയുന്നോണ്ട് ഞാനും പറയും 100% അത് വേണ്ട എന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം അതെ. അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ ഈ പറയുന്ന ഓക്കെ ഇപ്പൊ നമ്മള് പറഞ്ഞു നന്നായിട്ട് അറിയുന്ന ആൾക്കാരും പറയുന്നുണ്ടെന്ന്. ഓക്കെ വിട്. ഈ അറിയാത്ത ആൾക്കാർ എന്തിനാണ് അഭിപ്രായം പറയാൻ വരണേ? അതെ. പുറത്തുള്ളവർക്ക് ഇത് ഇവിടെ എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. അറിയില്ല. ഇപ്പൊ എന്റെ കാര്യത്തിലാണെങ്കിലും എനിക്ക് സിബ്ലിങ്സ് ഇല്ല. ഞാൻ ഒറ്റ മോളാണ്. ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല ഇതുവരെ. പക്ഷെ ഇപ്പോഴും ആൾക്കാര് ഇപ്പൊ തന്റേടി എന്ന പേര് അതെനിക്ക് കുറച്ചു കാലം മുമ്പേ ചാർത്തി കിട്ടിയ ഒരു പേരാണ്. ഉം. തന്റേടിയാണ്, അഹങ്കാരിയാണ്. ഉം. അതെപ്പോഴാ വരുന്നതെന്നറിയോ? നമ്മള് നമ്മളെക്കുറിച്ച് ബോധം അതെ, ഉള്ളപ്പോ അതെ, നമ്മൾക്ക് സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാൻ പറ്റുമെന്ന് നമ്മൾക്ക് ബോധ്യം വരുമ്പോ അതെ, നമ്മളത് വോയിസ് ഔട്ട് ചെയ്യുന്ന സമയത്ത് അതെ. നമ്മൾക്ക് ചാർത്തി കിട്ടുന്ന ഒരു ടാഗ് ലൈൻ ആണ് അതെ. തന്റേടി തന്റേടിയാണ്. അല്ലെങ്കിൽ അഹങ്കാരി എന്നുള്ളത്. അതെ, അതെ. അതാണ് ഇപ്പൊ നമുക്ക് വ്യക്തിത്വം എന്നുള്ളൊരു സാധനം ഉണ്ട്. ഉണ്ട്. എന്ന് വെച്ചാ എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. എനിക്ക് എന്തുണ്ട്, എന്തില്ല, എന്ത് വേണം, എന്ത് വേണ്ട. ഉം. എന്താണ് എനിക്ക് എന്റേതായിട്ടുള്ള ഒരു ശരിയും തെറ്റും എല്ലാം ഉണ്ട്. ഉം. അപ്പം അതുകൊണ്ട് തന്നെ ഇതിന് വളരെ ഹോണസ്റ്റ്ലി പറയുകയാണെങ്കിൽ ഇത് എന്റെ വീട്ടുകാര് തന്നെയാണ് എന്നെ അങ്ങനെ വളർത്തിയത്. എന്ന് വെച്ചാ എനിക്ക് വീട്ടിൽ എന്നെ അടിച്ചേൽപ്പിക്കുന്ന ഈ ഞങ്ങള് പറയുന്നതാണ് ശരി, നീ അങ്ങനെ ജീവിച്ചാ മതി. അങ്ങനെയൊന്നും എനിക്ക് അനുഭവങ്ങൾ ഉണ്ടായിട്ടുമില്ല. പിന്നെ ഞാൻ ആലോചിച്ച വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാല്, നമ്മള് 2 പേരും വളർന്നു വന്ന സമയത്ത് അച്ഛന്മാര് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നില്ല. ഇല്ല.
അവര് ജോലി ചെയ്യാനായിട്ട് വേറെ സ്ഥലത്ത് അബ്രോഡ് ജീവിക്കുന്ന ആയിരുന്നു. ആൾക്കാരായിരുന്നു. അറിയാം. അതുകൊണ്ട് നമ്മള് തന്നെ പല സമയത്തും സന്ദർഭങ്ങളിലും നമുക്ക് ആ ഒരു റോൾ ഏറ്റെടുക്കേണ്ടി വന്നിട്ടുണ്ട്. നമുക്ക് വേണ്ടിയിട്ടാണെങ്കിലും. ചെയ്തിട്ടുണ്ട്. ഇല്ലേ? അതിലിപ്പം ഒരു വ്യത്യാസം എന്താന്ന് വെച്ചാല്, എന്റെ ചെറുപ്പകാലത്താണെങ്കില് അച്ഛൻ കൂടെയില്ല, അബ്രോഡാണ്. ഞാൻ വളർന്നത് എന്റെ അമ്മയുടെ കീഴിലും, എന്റെ മാമന്മാരുടെ കീഴിലും, അമ്മമ്മ, അച്ചച്ചൻ അങ്ങനെ ആയതുകൊണ്ട് ഒരു ജോയിന്റ് ഫാമിലി. അപ്പൊ ഊഹിക്കാം. ഒരു എന്താ പറയാ 10, 20 വർഷം മുമ്പ്, 25 വർഷം മുമ്പ് ഒരു ജോയിന്റ് ഫാമിലിയുള്ള ആ ഒരു സിറ്റുവേഷൻ, സർക്കംസ്റ്റാൻസ് എന്താണെന്ന് നമുക്ക് ഊഹിക്കാം. ഉം. ഭയങ്കര ലിമിറ്റഡ് ആയിരിക്കും അതെ. ഓരോ കാര്യങ്ങളും. അതെ. അതുണ്ട്. പക്ഷേ പിന്നെ അതായത് കുറച്ച് കഴിഞ്ഞിട്ട് ഉം. അച്ഛൻ അബ്രോഡ് ആയിരുന്നപ്പോൾ പോലും നമ്മള് മുന്നിട്ടിറങ്ങി ചെയ്യേണ്ട പല കാര്യങ്ങളും ഉം. ഞാൻ ഒറ്റയ്ക്കിരുന്ന് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഉവ്വ്. സത്യം പറഞ്ഞാൽ ചേച്ചിയെ വളർത്തിയ രീതിയിലല്ല എന്നെ അതെ, വളർത്തിയിരിക്കുന്നത്. അതെ. ചേച്ചിക്ക് കംപ്ലീറ്റ് ഫ്രീഡം തന്നു. അതങ്ങനെയാ. ഒന്നും അടിച്ചേൽപ്പിക്കാതെ, സപ്രസ്ഡ് ചെയ്യാതെ അങ്ങനെയായിരുന്നു. പക്ഷെ എന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അത് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അത് ചെയ്യരുത് എന്ന് തന്നെയാണ്. ആ. കാരണം അമ്മയേക്കാൾ കൂടുതൽ മാമന്മാരായിരുന്നു കൺട്രോൾ ഉവ്വ്. ചെയ്തുകൊണ്ടിരുന്നത്. ആ. കാരണം അമ്മയ്ക്കും ജോയിന്റ് ഫാമിലിയാണ്. 2 അനിയന്മാര്, ചേച്ചി. ചേച്ചി വേറെ ആണെങ്കിലും 2 അനിയന്മാര്. ഉം. അവർക്കും കുറച്ച് കഴിയുമ്പോ ഫാമിലി ആവുന്നത്. അപ്പൊ അമ്മ ഓക്കെ. അമ്മ അങ്ങനെയാണ് വളർന്നത്. അതെ. ഉം. അമ്മ ഒരു അമ്മ കുറച്ച് അങ്ങനെ വളർന്നുകൊണ്ട് തന്നെ അമ്മയ്ക്ക് ഓക്കെ മാമന്മാര് പറയുന്നത് കേൾക്കൂ എന്നതിലാണ്. ഉം. അവരത് വേണ്ട എന്ന് പറഞ്ഞാൽ വേണ്ട എന്നാണ്. പക്ഷെ ഉം. ചേച്ചി വളർന്നത് അങ്ങനെയല്ല. അല്ല, അല്ല. ആ ഒരു ഡിഫറൻസ് ഉണ്ട്. അല്ല ആൻഡ് ഇൻട്രസ്റ്റിംഗ്ലി ഇപ്പൊ അമ്മ വളർന്ന സാഹചര്യം പറഞ്ഞല്ലോ. ഉം. അതേപോലെ തന്നെ എന്റെ കാര്യം എടുക്കുവാണെങ്കിൽ എന്റെ അമ്മ വളരെ ഡിഫറന്റ് ആയിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് വളർന്നത്. ആ. അതായത് അമ്മയ്ക്ക് അവര് 4 സിസ്റ്റേഴ്സ് ആണ്. ഉം. അമ്മയുടെ കൂടുതൽ അമ്മയെ നോക്കിയിട്ടുള്ളതും അമ്മയുടെ അമ്മയും അങ്ങനെ. കാരണം അമ്മയുടെ അച്ഛനും ഇതുപോലെ ട്രാവൽ ചെയ്തുകൊണ്ടിരുന്നിരുന്ന ആളാണ്. ജോലിക്ക് വേണ്ടിയിട്ടും ഒക്കെ. അപ്പം അവര് പക്ഷെ ആ കാലത്ത് എന്നെ നല്ലോണം പഠിച്ചു. 4 ഉം. പിള്ളേർ. അപ്പൊ അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അമ്മയുടെ വീട്ടില് അല്ലെങ്കിൽ അമ്മയുടെ അച്ഛന്റെ അമ്മയൊക്കെ പറയും, "അയ്യോ! അവൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണോ അവന് 4 പെൺകുട്ടി ആയത്" എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊരിക്കലും അവരെ സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ ഇവരുടെ കാഴ്ചപ്പാട്, ഇവരുടെ ജീവിതത്തിന്റെ കാഴ്ചപ്പാട് മാറ്റിയിട്ടില്ല. അല്ലെങ്കിൽ മേ ബി അത് കൂടുതൽ വാശി അവർക്ക് ഉണ്ടാക്കി കൊടുത്തതേ ഉള്ളൂ. കൂടുതൽ പഠിച്ച് നന്നായി വീട്ടുകാരെ അച്ഛനെയും അമ്മയും നോക്കാൻ ഒരു ആൺകുട്ടിയുടെ നിലയ്ക്ക് തന്നെ ഒരു പെൺകുട്ടിക്ക് സാധിക്കും എന്നുള്ള ഒരു ഇത് അവർക്ക് തന്നെ ഉണ്ടായെന്ന് തോന്നുന്നു. എന്റെ അമ്മ ആ കാലത്ത് RECയില് മാത്സും എന്താണ് മാസ്റ്റേഴ്സ് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പം അത് വളരെ അമ്മയുടെ സാഹചര്യവും വളരെ ഡിഫറന്റ് ആയിരുന്നു. റിനു പറഞ്ഞ പോലെ റിനുവിന്റെ അമ്മയുടെ സാഹചര്യം അല്ലായിരുന്നു ആ. എന്റെ അമ്മയുടെ രണ്ടും ടോട്ടലി സാഹചര്യം. ഡിഫറന്റ് ആണ്. അതെ. പക്ഷെ 2 സിറ്റുവേഷനിൽ നിന്നും വന്നിട്ടും നമുക്ക് 2 പേർക്കും ഈ പറഞ്ഞതുപോലെ തന്നെ ഉം വളരെ ആഹ് വളരെ സ്റ്റേൺ ആയിട്ട് കുറെ അഭിപ്രായങ്ങളും ഈ പറഞ്ഞ പോലെ ഒരു ഇൻഡിവിഡ്വാലിറ്റി ഉള്ള 2 ആൾക്കാരാണ് നമ്മള് 2 പേരും. അപ്പൊ അതുകൊണ്ട് തന്നെ പല ബന്ധങ്ങളിലും നമ്മള് അടിയുണ്ടാവും, പ്രശ്നങ്ങളുണ്ടാവും. ഉം. എപ്പഴും ഉണ്ടാവും. കാരണം ഉം. നമുക്ക് നമ്മുടെ അഭിപ്രായം പറഞ്ഞു വരുമ്പഴത്തേക്കും ഇത് നീ പറയണ്ട. അതെ. അത് എന്റെ വീട്ടുകാരല്ലായിരിക്കും ഇത് പറയുന്നേ. മനസ്സിലായോ? ഇത് പൊതുവേ ഉള്ള ഈ നാട്ടുകാരുടെ ആണ് എനിക്ക് ഉണ്ടായിട്ടുള്ള ഇതില് കൂടുതൽ സെയിം അനുഭവങ്ങളുള്ളത്. എന്നാണ് എന്റെയും. കാരണം ഞാനൊരു അഭിപ്രായം പറയുമ്പോ എന്റെ അച്ഛനും അമ്മയും അത് അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാണ്. ഉം. അവർക്കറിയാം. അവർക്ക് എന്നെ നന്നായിട്ട് അറിയാം. ഉം. കാരണം ഉം. ചേച്ചിയെ വളർത്തിയ ഞാൻ പറഞ്ഞതാണ്. ചേച്ചിയെ വളർന്ന രീതിയിലല്ല ഞാൻ വളർന്നത്. ഉം. എനിക്ക് എന്റെ ലൈഫ് എക്സ്പീരിയൻസ് വെച്ചാണ് ഞാൻ പിന്നെ ഓരോ കാര്യങ്ങളും എന്നെ തന്നെ മോൾഡ് ചെയ്തത് അങ്ങനെയാണ്. അതെ, അതെ, വളർന്ന് വന്നതല്ല ഞാൻ. അതെ, അങ്ങനെ വളർന്ന് വന്നതല്ല. അതെ, വർഷങ്ങൾക്ക് മുമ്പ് കുറെ എക്സ്പീരിയൻസ് ഉണ്ടായി. അതെ, അതീന്ന് ഞാൻ സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാൻ അതെ, ഇപ്പൊ ഞാനൊരു കാര്യം നോ എന്ന് പറഞ്ഞാൽ അത് നോ എന്ന് തന്നെയാണ് അതെ, അതിനർത്ഥം. അതെ, ആർക്കും എന്നെ എന്താ പറയാ കൺവിൻസ് ചെയ്യാനോ ഒന്നും പറ്റില്ല. അതെ. അതെന്റെ അഭിപ്രായമാണ്. ആ, അതെന്റെ അച്ഛനും അമ്മയും അംഗീകരിക്കും. ആ. പക്ഷെ നമുക്ക് ചുറ്റുമുള്ള മറ്റുള്ള ബന്ധുക്കള്, നാട്ടുകാര്, വീട്ടിലുള്ള അച്ഛനും അമ്മയ്ക്കും ഇല്ലാത്ത പ്രശ്നമാണ് അവർക്ക്. അതെ. അതെപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പൊ അവര് ചാർത്തുന്നതാണ് തന്റേടി. ഉം. ഒരു പെണ്ണിന് സ്വന്തമായിട്ട് ഒരു അഭിപ്രായം, ഒരു ഇഷ്ടം വന്നു കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു പേരാണ് തന്റേടി, തന്റേടി. അല്ല അത് അഹങ്കാരി. ഇൻട്രസ്റ്റിംഗ്ലി വേറൊരു ഇതെന്ന് പറഞ്ഞാൽ ഇപ്പൊ റിനുവിന് ഇപ്പൊ കല്യാണം നോക്കുന്നുണ്ട്. ആ. അപ്പം റിനു പല ആൾക്കാരെയും അതിന്റെ ഇടയ്ക്ക് മീറ്റ് മീറ്റ് ചെയ്തിട്ടുണ്ട്. ചെയ്തിട്ടുണ്ട്. അപ്പം അവര് പറഞ്ഞു തരുന്ന അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ഒരു ഇതുണ്ടല്ലോ ഇതുപോലെ കോൺവെർസേഷൻ. ഇത്രയും വർഷമായിട്ട് ജോലി ചെയ്യുന്നു. അല്ലെങ്കിൽ ഇത്രയും വർഷമായിട്ട് കല്യാണം കഴിച്ചിട്ടില്ല. അപ്പൊ അതീന്ന് വരുന്ന കുറെ കോൺവെർസേഷൻസ് ഉണ്ടല്ലോ. ഉണ്ട്. അതിനെ പറ്റിയിട്ടും കൂടെ ഒന്ന് പറ. അപ്പഴേ ഈ കോണ്ടെക്സ്റ്റ് കംപ്ലീറ്റ് ആവുള്ളൂ. അവര് ആദ്യം ഇപ്പൊ പറയും ഓക്കെ അതപ്പോ ഇതിലൊരു കോണ്ടെക്സ്റ്റ് കുറച്ചും കൂടെ കൊടുക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പൊ റിനു നേരത്തെ പറഞ്ഞതുപോലെ അച്ഛനും അമ്മയ്ക്കുള്ള ആകെ ഉള്ള ഒരു മോളാണ്. വേറെ സിബ്ലിങ്സ് ഇല്ല, ബ്രദേഴ്സ് ഇല്ല, ഒന്നുമില്ല. അപ്പൊ ആ ഒരു കോണ്ടെക്സ്റ്റും കൂടെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇനി റിനു പറയുന്നതും കൂടെ പറയുക. ഞാൻ ആദ്യം കല്യാണം വേണ്ടാന്ന് വിചാരിച്ചു. കാരണം കല്യാണമാണ് അൾട്ടിമേറ്റ് എയിം എന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. അല്ല. ആ.
ഒരു ജോലിയുണ്ട്. മാന്യമായി ജീവിക്കാം. മാന്യമായി അച്ഛനെയും അമ്മയെയും നോക്കാൻ പറ്റുന്ന ഒരു ജോലി എനിക്കുണ്ട്. ഏഹ്. എനിക്കത് മതി ജീവിക്കാൻ. പക്ഷെ ഞാൻ ഇപ്പൊ കല്യാണം കഴിക്കാം എന്ന് തീരുമാനിച്ചത് എനിക്ക് വേറെ ആരുമില്ല. എന്റെ ഒരു ജനറേഷൻ നിലനിർത്തണമെങ്കിൽ ഞാൻ തന്നെ വിചാരിക്കണം. അത് എന്റെ അച്ഛനും അമ്മയും എന്നോട് എന്താ പറയാ, "നീ കല്യാണം കഴിച്ചേ പറ്റൂ" എന്ന് പറയണില്ല. പക്ഷെ അത് അവരെ ഒരുപാട് വിഷമിപ്പിക്കുന്നുണ്ട്. ഉം. കാരണം ഞാനല്ലാതെ ആ വിഷമം വേറെ ആരും കാണാനില്ല. ഉം. ഇപ്പൊ എനിക്കൊരു അനിയനോ, അനിയത്തിയോ, ചേച്ചിയോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ജനറേഷൻ അങ്ങ് കണ്ടിന്യൂ ചെയ്ത് പോകുമെന്ന് ഉം. വിചാരിക്കാം. ഉം. ഇതിപ്പോ ഞാൻ കല്യാണം കഴിക്കുന്നില്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ ജനറേഷൻ, ആ ഫാമിലി അത് അവിടെ തീർന്നു. ഉം. അത് അവർക്ക് ഇപ്പോഴും വിഷമമാണ്. ഉം. പിന്നെ അവര് പറയണെന്ന് വെച്ചാൽ എല്ലാവരും അച്ഛനമ്മമാരും പറയുന്ന പോലെ ഞങ്ങളുടെ കാലം കഴിഞ്ഞാ നീ ഒറ്റയ്ക്കായി പോവും. ഉം. അത് സത്യമാണ്. അതെ. നമുക്ക് ചുറ്റുമുള്ള അച്ഛനും അമ്മയും ഉള്ളപ്പോ പോലും നിൽക്കാത്ത ആൾക്കാർ അച്ഛനും അമ്മയും കാലം കഴിഞ്ഞാ ഉണ്ടാവുമെന്ന് എന്തുറപ്പ്? ഒരു ഒരു ഉറപ്പ് ഉറപ്പുമില്ല. ഉണ്ടാവില്ല. ആ. ഉറപ്പെന്നല്ല, അതൊരിക്കലും ഉണ്ടാവില്ല. അതെ. അതുകൊണ്ടൊക്കെ ഫൈൻ. അല്ല പിന്നെ ഒരു പ്രായമാകുമ്പോ നമുക്ക് തന്നെ തോന്നും ഒരു തോന്നും. കുട്ടി ഒരു കൂട്ട് കുടുംബം ഒന്ന് വേണമെന്ന്. വേണമെന്നുള്ളത്. ഞാൻ അതിനകത്തല്ല അത് ഒബ്വിയസ്ലി അത് ഒരാൾ അതാണ് യു ഗ്രോ ഇൻ ടു ദാറ്റ് ഹാ വെൻ യു ആർ റെഡി ഫോർ ഇറ്റ് ഇറ്റ് ഇസ് എ ഡിഫറെന്റ് സിറ്റുവേഷൻ ഓൾ ടുഗെദർ കറക്റ്റ് ആണ്. അല്ലേ? പക്ഷെ ഈ കല്യാണം കഴിക്കാൻ താല്പര്യം ഇല്ലാന്ന് വിളിച്ചപ്പോഴും ഞാൻ വിചാരിച്ചൊരു കാര്യം, ഒരു കുട്ടി അഡോപ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചായിരുന്നു. ഉം. ഞാനത് അമ്മയോട് പറഞ്ഞപ്പോ അമ്മയ്ക്ക് അത് ഓക്കെ അല്ല. അമ്മ വിചാരിക്കുന്നത് നമ്മുടെ തന്നെ ബ്ലഡ് റിലേഷൻ അങ്ങനെ ഒരു ജനറേഷൻ ആണ്. ആ, അത് അത് അതൊരു അവരെ അവർക്ക് മനസ്സിലാവുന്ന ഒരു ഐ മീൻ ഇപ്പം നമ്മൾ ആസ് എ സൊസൈറ്റി അല്ലെങ്കിൽ ഇപ്പൊ ഇന്ത്യയിൽ തന്നെ അഡോപ്ഷൻസ് ഒക്കെ ഒരുപാട് നടക്കുന്നുണ്ട്. പക്ഷെ ആസ് എ സൊസൈറ്റി ആസ് എ കമ്മ്യൂണിറ്റി വി ഹാവ് എ ലോങ് വേ ടു ഗോ. ഐ മീൻ ദാറ്റ് ഇസ് എ അത് കോൺവെർസേഷൻ. അത് അക്സെപ്റ്റ് ചെയ്യാൻ വേറൊരു ദിവസം എല്ലാവർക്കും അതെ പറ്റില്ല. വേറൊരു എപ്പിസോഡിൽ നമുക്ക് സംസാരിക്കാനുള്ള അത്രയും കോണ്ടന്റ് ഉണ്ട്. അതിനകത്തുണ്ട്. പിന്നെ അമ്മയുടെ പേടി എന്ന് വെച്ചാല് ഞാൻ വർക്ക് ചെയ്യുന്നത് ബാംഗ്ലൂരാണ്. ഞാനൊരു കൊച്ചിനെ അഡോപ്റ്റ് ചെയ്താല് ആൾക്കാർക്ക് പല കഥകൾ അസ്യൂം ചെയ്യാൻ പറ്റും. അതെ 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 അതൊരു ഫാമിലിനെ വല്ലാതെ ബാധിക്കും. അതെ അത് അതെ ചിലപ്പോ ഞാൻ ബാംഗ്ലൂർ തിരിച്ചു വന്ന് സെറ്റിൽഡ് ആവും. ഓക്കെ, അത് ഓക്കെ. പക്ഷെ നാട്ടിൽ നിൽക്കണ ഇവരാണ് ഇത് ക്വസ്റ്റ്യൻസും ഉം. ആൾക്കാരുടെ എല്ലാം ഫേസ് ചെയ്യുന്നത് ഇവരാണ്. ഉം. ഓക്കെ അല്ല ഫൈൻ. അപ്പൊ അത് ഞാൻ പറഞ്ഞല്ലോ അതിനെ പറ്റിട്ട് ആ നമുക്ക് അല്ല, ഒരുപാട് ഇത് ഇത് ജസ്റ്റ് ഞാൻ ചെയ്യാനുണ്ട്. പറഞ്ഞത് ഇങ്ങനൊരു സംഭവം ഉണ്ടായി. അതെ. അതുകൊണ്ടാണ് ഞാൻ കല്യാണം എന്നതിലേക്ക് ഓക്കെ ഫൈൻ നോക്കാം. അപ്പോഴും ഞാൻ അമ്മയോട് പറഞ്ഞത്, അച്ഛനോട് പറഞ്ഞത് ഉറപ്പ് പറയണില്ല. ഞാൻ കല്യാണം കഴിച്ചിരിക്കും എന്ന് ഞാൻ ഉറപ്പ് പറയണില്ല. സംസാരിച്ചു നോക്കി എനിക്ക് ഓക്കെ ആണെന്ന് തോന്നുന്ന ഒരാളെ കണ്ടാൽ ഉറപ്പായിട്ട് ഞാൻ കേട്ടോ. അത് ഉം. ഞാൻ ഓക്കെയാണ്. ഉം. അവരിപ്പോഴും എന്നോട് പറയുന്നില്ല നീ കല്യാണം കഴിച്ചേ പറ്റൂ എന്ന് പറയുന്നില്ല. അതെ. കാരണം പക്ഷേ ബാക്കിയുള്ള റിലേറ്റീവ്സ് കാണുമ്പോ എന്തായി, എന്തിനാ ഇങ്ങനെ ഇരിക്കണേ, 33 വയസ്സായി, ഇനിയും കെട്ടാതെ എന്തിനാ ഇരിക്കണേ, അച്ഛനും അമ്മയും വിഷമിക്കണ കാണില്ലേ, പിന്നെ കല്യാണം കഴിച്ചുകൂടെ, നോക്കണില്ലേ. ഇതില് വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഇപ്പൊ റിനു നേരത്തെ പറഞ്ഞതുപോലെ പഠിക്കേണ്ടത് പഠിച്ചു, കിട്ടേണ്ട ജോലി ആരുടെയും ഇതില്ലാതെ നല്ലതുപോലെ ഇന്റർവ്യൂവിലും അതിലും ഇതിലും ഒക്കെ അറ്റൻഡ് ചെയ്ത് നമുക്കൊരു ജോലി കിട്ടി. ഒരാളും ജോലി റെക്കമെൻഡ് കിട്ടി ചെയ്തിട്ടല്ല അതെ കിട്ടുന്നത്. നമ്മള് നമ്മള് കഷ്ടപ്പെട്ടിട്ട് തെരഞ്ഞെടുത്ത് എടുത്ത് പോകുന്നതാണ്. കിട്ടുന്നതാണ് ഈ ജോലി. പിന്നെ ആ ശമ്പളം കൊണ്ട് നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ലൈഫാണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പൊ നമ്മള് നമുക്ക് കിട്ടുന്ന ശമ്പളത്തിനനുസരിച്ച് നമ്മള് ജീവിക്കുന്ന ജീവിതങ്ങള് നമ്മൾ അങ്ങനെയാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. അതിൽ നമ്മൾ ഹാപ്പിയാണ്. അതെ. പിന്നെ വീട്ടുകാരെ നോക്കാൻ അച്ഛനും അമ്മയും നോക്കാൻ നമ്മളെ കൊണ്ട് എന്നാലും നാട്ടുകാരുടെ വിഷമം എന്തുവാ? കല്യാണം എന്നാലും കഴിഞ്ഞില്ലല്ലോ. അതെന്തുകൊണ്ടാണ് ഇതൊരു വെച്ചാൽ ചെറുക്കനാണെങ്കിൽ ഇത്രയും ഇല്ല വർത്താനം വരത്തില്ല ഇല്ല. അതില്. അവന് 33 കല്യാണം വയസ്സ് ശരിയായില്ല എന്നുള്ള അതോടുകൂടി നിർക്കും. അതെ അതെ. എന്തുകൊണ്ടാണ് അവര് ചിന്തിക്കില്ല. ഇവിടെ നമ്മൾക്കാണെങ്കിൽ ഒരുപാട് കഥകളുണ്ട്. ഉണ്ട്. അവള് കല്യാണം കഴിക്കാത്തത് എന്തുകൊണ്ടായിരിക്കും? പ്രത്യേകിച്ച് ബാംഗ്ലൂർ നിൽക്കുന്നത് ആ. കല്യാണം കഴിക്കുന്നില്ല എന്ന് ആ. പറയുമ്പോ റൂട്ട് എങ്ങനെ പോകും നമുക്ക് അതെ, നോക്കാം. അതെ, അതെ. അതുണ്ട്. പിന്നെ ചില സമയത്ത് ഒരു ഇത് എല്ലാം കഴിഞ്ഞിട്ട് ഒരു വർത്താനമുണ്ട്. നിനക്ക് ആരെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ അവരെ ഒന്ന് കൊണ്ടുവാ. കൊണ്ടുവാ. എന്നിട്ട് അവരെ കെട്ട്. എന്നോട് എന്താന്ന് പറഞ്ഞിട്ടുണ്ട്. വെച്ചാ ഞാൻ പറഞ്ഞു ഇത് ഇത് എന്താ പറയാ, ഇത് പണ്ട്, അതായത് ഈ ഒരു അഫെയർ എന്നൊരു സംഭവം ഇല്ലാതിരുന്നതിന്റെ കാരണം വെച്ചാല് എന്റെ ഫാമിലി കുറച്ച് ഓർത്തഡോക്സ് ആണ്. ബാംഗ്ലൂരിൽ നിന്നിട്ട് പിന്നെ ഒരു കല്യാണം വരുമ്പോ ഒരു അഫെയർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരെന്ത് പറയും, ഉം. അതാണ് അവരുടെ മെയിൻ കൺസേൺ. നമ്മുടെ കുട്ടി അവളുടെ ലൈഫാണ്, അവളുടെ അവര് സന്തോഷാണ്, ഹാപ്പിയാണോ? ആ. അതെല്ലാം അവര് ചിന്തിക്കുക. അതെ, അതെ. അവരുടെ ആത്മാഭിമാനം, അവരുടെ കുടുംബത്തിന്റെ മാനം, നാട്ടുകാരെന്ത് പറയും. പക്ഷെ ഒരു കാര്യം അവർ ആലോചിക്കുന്നില്ല, നാട്ടുകാർ അവരുടെ ഇഷ്ടത്തിനാ ജീവിക്കുന്നേ. അതെ. നമ്മൾ ആലോചിച്ചിട്ട് അവരൊന്നും സ്റ്റോപ്പ് ചെയ്യുന്നില്ല. അല്ല അത് എല്ലാ കാര്യത്തിലും അത് സത്യമാണ്. എന്ന് വെച്ചാൽ ഇപ്പൊ എല്ലാ ഒരു കാര്യത്തിലും ഉണ്ട്. കല്യാണത്തിന് ഇവര് വരുവാണ്. ഉം. കല്യാണത്തിന് നാട്ടുകാര് വരും. അന്നും വന്നിട്ട് കുറെ കുറ്റം പറയും. സാരി പോരാ, പണ്ടം സ്വർണം പോരാ, പോരാ, ഇത് ഭക്ഷണം പോരാ, സദ്യ പോരാ, ചെക്കൻ പായസം പോരാ. പോരാ, ചെക്കൻ പോരാ. കല്യാണം കഴിക്കാൻ പറഞ്ഞ ആൾക്കാർ തന്നെ നല്ല ഇത് നല്ല ജോലി, നല്ല കാശ്. നമ്മൾ നോക്കുന്നത് ഇപ്പൊ ഞാൻ സംസാരിച്ച പല ആൾക്കാരും
ഞാൻ ജസ്റ്റ് മാട്രിമോണി സൈറ്റിൽ ഫോട്ടോ കണ്ടിട്ട് റിക്വസ്റ്റ് അയച്ചു, അല്ലെങ്കിൽ വന്ന് നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷെ നമ്മളെന്താ നോക്കുമ്പോൾ ഓക്കെ ഫൈൻ, ജോലിയുണ്ട്, ഇന്നതാണ് ജോലി, ഇത്ര പഠിച്ചിട്ടുണ്ട്, ഫാമിലി ഇങ്ങനെയാണ്, നമ്മുടെ ആക്സസിബിൾ ആണ് പോയി വരാൻ, ഒരുപാട് ദൂരം നോക്കണില്ല. ആ ചെക്കന്റെ ഫോട്ടോ കുഴപ്പമില്ല. ബാക്കി നമ്മൾ അയാളോട് സംസാരിച്ച് അയാളുടെ ക്യാരക്ടർ എങ്ങനെയാണ്, അതെ അയാളുടെ ചിന്താഗതി എങ്ങനെ പോകണം, അയാളുടെ സ്വഭാവം, ഇതൊക്കെയാണ് നോക്കുന്നത്. ഇതൊക്കെ നോക്കിക്കഴിയുമ്പോൾ അയാളുടെ കാണാൻ അയാൾക്ക് ചിലപ്പോൾ ഭയങ്കര സൗന്ദര്യമൊന്നും ഇല്ലെങ്കിലും നമുക്ക് ക്യാരക്ടർ ഉണ്ട് ചിലപ്പോൾ അയാളുടെ ഇഷ്ടം. അതെ അതെ അപ്പോഴായിരിക്കും നമ്മൾ ഓക്കെ ഫൈൻ, ഇത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. ഉം, പക്ഷെ ഈ കല്യാണം കൂടാൻ വരുന്ന ആൾക്കാര് സ്വഭാവം നോക്കില്ല, അതെ സൗന്ദര്യം. അവർക്ക് ഓ ആ ഇതൊന്നും ചെക്കൻ നോക്കണ്ട. പോരാ, ചെക്കൻ പോരാ. അത് അല്ല ഇതാണ്. അല്ല അപ്പൊ ഞാൻ പറഞ്ഞത് ഈ നാട്ടുകാർക്ക് കുറ്റം പറയാൻ എന്നും ഒരു കാരണം കാണും. അവർക്ക് അതിപ്പോ നമ്മൾ കുറ്റം അവര് മാത്രമേ പറയണ്ടൂ. നമ്മൾ അവരെ അനുസരിച്ച് ജീവിച്ചാലും അവർക്ക് കുറ്റം കണ്ടുപിടിക്കാൻ അതെ, എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും, എന്തായാലും കാണും. ഉണ്ടാവും. പക്ഷെ അതാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് നമ്മളിപ്പോ ജീവിക്കുന്ന ജീവിതം എന്താണെന്നുള്ളതോ അല്ലെങ്കിൽ ആഹ്, നമ്മള് പെണ്ണുങ്ങൾക്ക് ഒരു ഒരു ഐഡന്റിറ്റി തന്നെ ഒരു ഭാര്യ എന്നുള്ളൊരു ഐഡന്റിറ്റി. അത് കഴിഞ്ഞ് നിങ്ങളിപ്പോ കല്യാണം കഴിച്ചെന്ന് വെച്ചോ. പിന്നെ ഒരു വർഷം കഴിയുന്നതിന് മുന്നേ കുട്ടികളൊന്നും ആയില്ലേ? പിന്നെ അമ്മ എന്നുള്ളൊരു ഐഡന്റിറ്റി. ഉം. ഈ ഈ പെണ്ണുങ്ങൾക്ക് ആകെ റെസ്പെക്റ്റബിൾ ആയിട്ട് തോന്നുന്ന ഈ 2 ഐഡന്റിറ്റീസ് ആയിട്ടാണ് നാട്ടുകാര് കാണിക്കാറുള്ളത്. അതായത് ഭാര്യ ഒരു ഉം. പ്രായമായി കഴിഞ്ഞാല് ഒരു പെണ്ണിന് ഒരു 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 ഡോക്ടർ ആയിരിക്കാം, ലൈക്ക് ഒരു പിഎച്ച്ഡി ഹോൾഡർ ആയിരിക്കാം, ഡിഗ്രി റിസർച്ച് ഒക്കെ ചെയ്ത് വലിയ വലിയ പൊസിഷൻ. പക്ഷെ അവർക്ക് അങ്ങനത്തെ അതൊന്നും ഇമ്പോർട്ടന്റ് അല്ല. നീ പിഎച്ച്ഡി എടുക്ക്. എന്തെങ്കിലും എന്ത് വേണേലും ചെയ്തോ. പഠിച്ച് വലിയ കൊമ്പത്തെത്തിയിട്ട് എന്താ കാര്യം? കല്യാണമൊന്നും കഴിഞ്ഞില്ലല്ലോ. എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഞാൻ ആൾക്കാര്. അത് എന്ന് വെച്ചാല് അവരുടെ കണ്ണിൽ അത് വലിയൊരു കുറവാണ്. അതാണ് കുറവ്. അതാണ് അത് ഏറ്റവും വലിയ കുറവ്. കുറവ്. അതായത് ആദ്യം തന്നെ ഭാര്യ ആവുക, ഒരാളുടെ ഭാര്യ ആവുക എന്നുള്ളതാണ് ഫസ്റ്റ് അച്ചീവ്മെന്റ്. നിങ്ങള് ജീവിതത്തില് നിങ്ങള് ഇനി എന്ത് തന്നെ കാണിച്ചാലും ശരി. നിങ്ങൾ ഒരാളെ കല്യാണം കഴിച്ച് ഭാര്യയായി ജീവിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് സക്സസ്. ആ. സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? കല്യാണം Being a കഴിഞ്ഞ് mother. കുറച്ച് കഴിയുമ്പോഴത്തേക്കും കുട്ടികളുണ്ടാവുക. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് കല്യാണം കഴിഞ്ഞതാണ്. എനിക്ക് 2 കുട്ടികളുണ്ട്. ഞാൻ എന്റെ ജീവിതമായിട്ട് ജീവിക്കുന്നു, മുന്നോട്ട് പോകുന്നു. പക്ഷേ ഇതൊന്നും അല്ല എന്നെ ഡിഫൈൻ ചെയ്യുന്ന എന്താണ് ഫാക്ടേഴ്സ്. ഞാൻ എന്നുള്ള വ്യക്തിക്ക് ഭാര്യ എന്നുള്ള ഒരു റോളുണ്ട്. ഞാൻ എന്നുള്ള ഒരു വ്യക്തിക്ക് അമ്മ എന്നുള്ളൊരു റോളുണ്ട്. പക്ഷെ എനിക്ക് എന്റേതായിട്ടുള്ള വേറെ പല ആം, ഐഡന്റിറ്റീസും ഉണ്ട്. ഇപ്പൊ അതുകൊണ്ടാണ് ഞാനിപ്പം എന്താണ് എനിക്ക് എന്നെങ്കിലും ഇവൻച്വലി എനിക്കൊരു ബുക്ക് എഴുതണമെന്നുണ്ട്. ഉം. അന്ന് എനിക്ക് എഴുത്തുകാരി എന്നുള്ളൊരു റോൾ എനിക്കുണ്ട് അന്ന്. ഉം. അല്ലെങ്കിൽ എഴുത്തുകാരി എന്നുള്ളൊരു സ്ഥാനം എനിക്കുണ്ട്. ഇപ്പൊ ഞാനിപ്പം യൂട്യൂബ് ആണെങ്കിലും ശരി, ഈ പോഡ്കാസ്റ്റ് ആണെങ്കിലും ഇതൊക്കെ ചെയ്യുന്നത് എനിക്ക് എന്റേതായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ഒരു ഐഡന്റിറ്റി ഉള്ളത് കൊണ്ടും അത് എനിക്ക് ആം, എന്താണ് നറിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് ഞാൻ ഈ പലതും ചെയ്യുന്നത്. എനിക്ക് കിട്ടുന്ന സമയം വെച്ചിട്ട് ഞാൻ പുസ്തകം വായിക്കുകയും ഞാൻ എന്തെങ്കിലും കാണുകയും ചെയ്യുമ്പോൾ എനിക്ക് അങ്ങനെ പല 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 ഐഡന്റിറ്റീസും എല്ലാം കൂടെ ചേർന്നിട്ടാണ് നീരജ എന്നുള്ളൊരു വ്യക്തി വരുന്നത്. ഉം. പക്ഷെ അതില് എങ്ങനെയാണ് ഞാൻ എന്നുള്ള ഭാര്യ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഞാൻ എന്നുള്ള ഒരു അമ്മ എങ്ങനെയാണെന്നുള്ളൊരു ഈ 2 ഫാക്ടേഴ്സിനെ കൊണ്ട് മാത്രം ഞാൻ എന്നൊരു വ്യക്തി ആരാണ് എന്ന് ആൾക്കാര് ജഡ്ജ് ചെയ്യുന്നത്. അപ്പൊ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല, അത് ചെയ്യരുത്. പക്ഷെ പക്ഷെ അങ്ങനെയാണല്ലോ ആ ഒരു ചെയ്യുന്നത് ബോധം ആൾക്കാര്. ആൾക്കാർക്കില്ല. ഇപ്പൊ പറഞ്ഞല്ലോ അവരുടെ കല്യാണം കഴിയുന്നതാണ് ഏറ്റവും വലിയ കാര്യം. ഇവര് വിചാരിച്ചിരിക്കുന്നത് നിങ്ങള് എങ്ങാനും കല്യാണം കഴിഞ്ഞിട്ട് ആ കല്യാണം വേണ്ടെന്ന് വെച്ചോ, നിങ്ങള് ജീവിത തോൽവിയാണ്. തീർന്നു. നിങ്ങള് തോൽവിയാണ് അത് അന്നത്തോടെ. കാരണം നാട്ടുകാരുടെ കണ്ണിന്റെ മുമ്പില് ഒരു 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 ഇപ്പൊ ഒരു കല്യാണം കഴിഞ്ഞ് ജീവിക്കുന്ന ആളെന്ന നിലയ്ക്ക് ഞാൻ പറയാലോ, ഡിവോഴ്സ് എന്നുള്ളത് ഒരു വളരെ വളരെ ഇന്റൻസ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്. അല്ലേ? നിങ്ങൾക്ക് സത്യം. പെട്ടെന്ന് നിങ്ങളത് പെട്ടെന്നല്ല അത് തീരുമാനിക്കുന്നത്. നിങ്ങള് ജീവിതത്തിൽ പല ജീവിതാനുഭവങ്ങളിലൂടെ നിങ്ങൾക്ക് വേണ്ടി ഒരു സ്റ്റാൻഡ് എടുക്കുവാണ്. എനിക്ക് ഇതുമായിട്ട് മുന്നോട്ട് ഇപ്പൊ പണ്ടത്തെ നമ്മുടെ അമ്മയുടെയൊക്കെ ജനറേഷനിലുള്ള ആൾക്കാര്, അവരെല്ലാവരും എന്താ പറയാ? നിങ്ങൾ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുക. ഉം. നിങ്ങള് കുട്ടികൾക്ക് വേണ്ടി ജീവിക്കുക ഉം. എന്നൊക്കെയാണ് പറയാ. പക്ഷേ ഇപ്പൊ എന്താന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ കുട്ടികൾക്ക് വേണ്ടി ജീവിക്കണമെങ്കിൽ ഇഫ് ഐ ആം നോട്ട് ഹാപ്പി ഇൻ എ മാരേജ് എനിക്കത് ജീവിക്കാൻ പറ്റില്ല. എനിക്ക് എന്റെ കുട്ടികൾക്ക് വേണ്ടി അപ്പൊ ജീവിക്കാൻ പറ്റില്ല എന്നുള്ളൊരു തിരിച്ചറിവ് എനിക്കുണ്ട്. ഉം. എനിക്കെന്നല്ല, ഞാൻ പറയുന്നത് മിക്ക പെൺപിള്ളേരും ഇപ്പൊ അത് വേണ്ടെന്ന്, അല്ലെങ്കിൽ ഇപ്പൊ അവര് പറയൂലോ, ഇപ്പൊ ഡിവോഴ്സ് ഒക്കെ ഇതുപോലെയാണ്, എത്ര എളുപ്പത്തിലാ നടക്കുന്നെ. എളുപ്പമല്ല അതൊരിക്കലും.
അതൊരു വളരെ നമുക്ക് പേഴ്സണലി അത് എളുപ്പമായിട്ടുള്ളൊരു കാര്യമല്ല. അത് വളരെ ഇന്റൻസ് ആയിട്ടുള്ളൊരു ഇതാണ്. പക്ഷെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ സൊസൈറ്റിയിലും നിങ്ങൾ എന്തോരം ആലോചിക്കണം. എത്ര ആൾക്കാരെ പറ്റി നിങ്ങൾ ആലോചിക്കണം ഈ ഡിവോഴ്സ് എന്നുള്ളൊരു ഞാൻ പറഞ്ഞില്ലേ ഒരു വെഡിങ് കോൾ ഓഫ് ചെയ്യാൻ. കല്യാണം പോലും കഴിഞ്ഞിട്ടില്ല. ആ ശരിയാണ്. കല്യാണം കോൾ ഓഫ് ചെയ്യണമെങ്കിൽ പോലും നിങ്ങൾ എന്തോരം ആലോചിക്കണം. അപ്പോഴും നിങ്ങൾ ആലോചിക്കുന്നത് ഞാൻ നാളെ ഹാപ്പി ആയിരിക്കും എന്നുള്ളതല്ല. അല്ല, മനസ്സിൽ വരുന്ന നാട്ടുകാരെന്ത് പറയും? നാട്ടുകാരെന്ത് പറയും എന്നുള്ള എന്റെ പോയിന്റാണ് അച്ഛൻ ഫസ്റ്റ്. ഇതിലൂടെ കടന്നു പോണ്ടേ? എന്റെ അമ്മ ഇതിലൂടെ കടന്നു പോണ്ടേ? അല്ലാതെ അവരെ ആരെയും ഇതിലൂടെ കടത്തി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കല്യാണം കഴിച്ചിട്ട് കഷ്ടപ്പെട്ടോളാം എന്നാണ് തീരുമാനിക്കുന്നത് മിക്ക പെൺപിള്ളേരും. അത് മാത്രമല്ല, അത് കല്യാണത്തിന് മുൻപ്. കല്യാണം കഴിഞ്ഞിട്ട് 2 സിനാരിയോ പറയാം. കല്യാണം കഴിഞ്ഞിട്ട് ഒരു ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ 2 പേരും 2 ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്. അതിപ്പോ നിങ്ങൾ ലവ് മാരേജ് ആണെങ്കിലും അറേഞ്ച് മാരേജ് ആണെങ്കിലും അങ്ങനെ വരുന്ന ആൾക്കാരാണ്. അപ്പൊ അവരുടെ ഇഷ്ടങ്ങളും അവർ ഇത്രയും നാളും ജീവിച്ച അവരുടെ ഡെയിലി ലൈഫ് റുട്ടീൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. അപ്പം ഒരു കാര്യം, പെണ്ണ് എല്ലാം അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യണം. അതെ. ആണ് ചെയ്യില്ല. കാരണം അവനാണാണ്. അതുകൊണ്ട് ഇതിന്റെ എന്താ? ഇടയിൽ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, ഞങ്ങൾ ജനറലൈസ് ചെയ്ത് എല്ലാവരും ഇങ്ങനെയാണ് എന്നല്ല പറയുന്നത്. അങ്ങനെ അല്ലാത്ത ആൾക്കാരും ഉണ്ട്. അതില് ബെസ്റ്റ് എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ചേച്ചിയുടെ ഹസ്ബൻഡ് തന്നെയാണ്. ചേട്ടൻ നല്ല സപ്പോർട്ടീവ് ആയത് കൊണ്ടാണ് ചേച്ചിക്ക് ഇത്രയും ഇതൊക്കെ ചെയ്യാൻ അതെ, പറ്റുന്നത്. അതെ. അല്ലേ? തീർച്ചയായിട്ടും ഞാൻ ആണ്. ഇവിടെ വന്ന് 2 ദിവസം നിൽക്കുമ്പോൾ ചേച്ചി ജോലിയിൽ ഇരിക്കുമ്പോഴും ചേട്ടന്റെ ഷിഫ്റ്റ് ടൈം വേറെയാണ്, ഈവനിങ് 4 to 1. ചേച്ചി രാവിലെ 11 മണിക്ക് ലോഗിൻ ചെയ്യുന്നു. കുട്ടികൾ അതിനിടയ്ക്ക് സ്കൂളിൽ വന്നാൽ കുട്ടികളുടെ കാര്യം ചേച്ചി അറിയിക്കാതെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഓ, അതുപോലെ ചേട്ടൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ചേച്ചിയാണ് കുട്ടികളുടെ കാര്യം നോക്കണേ. ഞാൻ ഇവിടെ വന്നിട്ട് കാണുന്നുണ്ട് വീട്ടിലെ ഓരോ കാര്യങ്ങളും ചേട്ടൻ അറിഞ്ഞ് കണ്ട് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും. ഇപ്പൊ നമ്മൾ ഈ പോഡ്കാസ്റ്റ് ചെയ്യുമ്പോഴും ഇത് കഴിയുന്നത് വരെ ചേട്ടൻ ഈ ഭാഗത്തേക്ക് വരില്ല. ഇല്ല. കാരണം അവിടെ അവള് ചെയ്യുന്നുണ്ട്. അത് അവളുടെ ആഗ്രഹമാണ്. ഞാൻ കണ്ടെടുത്ത ചേച്ചിക്ക് സപ്പോർട്ടിന്റെ കാര്യത്തില് ഈസ് പെർഫെക്റ്റ്. അതെ. ഞാൻ മനസ്സ് കണ്ട് അറിഞ്ഞു കുറെ അല്ല, വർഷങ്ങളായിട്ട് എനിക്ക് അറിയാം അതെ, അതെ. രണ്ടുപേരെയും. പക്ഷെ സ്റ്റിൽ ഞാനിത് കണ്ടറിയുമ്പോ അത് പെർഫെക്റ്റ് ആണ്. അതെ. പക്ഷെ എല്ലാവർക്കും ഇതുപോലെ കിട്ടുന്നില്ല. ഇല്ല. കിട്ടണം എന്നില്ല. ഇല്ല. എന്താ പറയാ, അപ്പൊ ഇത് മനസ്സിലാക്കേണ്ട കുറെ ആൾക്കാരുണ്ട്. അത് ആണായാലും പെണ്ണായാലും. അതെ. ഈ എല്ലാരും പറയും കല്യാണം എന്നുള്ളത് അഡ്ജസ്റ്റ്മെന്റ് ആവരുതെന്ന്. ആക്ച്വലി അതൊരു അഡ്ജസ്റ്റ്മെന്റ് തന്നെയാണ്. അതെ. കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ടും 2 സിറ്റുവേഷനിലെ ആൾക്കാരാണ് വരുന്നത്. അഡ്ജസ്റ്റ് ചെയ്യുന്നത് തെറ്റാണെന്നും ഞാൻ പറയില്ല. ഞാൻ എന്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള ഇല്ല. ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ പറഞ്ഞ എക്സാമ്പിളിൽ തന്നെ ഞങ്ങൾ രണ്ടുപേരും അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്ന് അതൊരു വെച്ചാൽ സപ്പോർട്ട് കൂടിയാണ്. അതെ, അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ളത് ഒരു തെറ്റായിട്ടുള്ള ഒരു കാര്യമല്ല. പ്ലസ് രണ്ടാമത്തത് അത് രണ്ടുപേരും ചെയ്താലേ അത് ശരിയാവത്തുള്ളൂ. ശരിയാവത്തുള്ളൂ. ഒരാള് മാത്രം അഡ്ജസ്റ്റ് പെണ്ണ് ചെയ്തുകൊണ്ട് അഡ്ജസ്റ്റ് ലൈഫ് ചെയ്യണം. പോകത്തില്ല. പെണ്ണ് അഡ്ജസ്റ്റ് ചെയ്യണം അതാണ് എന്നുള്ളതിലാണ്. society പറയണത്. അതെ, അതെ. കാരണം പെണ്ണാണ്. അതെന്താണ് അങ്ങനെ? പിന്നെ വേറെ ഒരു വളരെ അഗൈൻ ഇതുപോലെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ നമ്മള് കല്യാണം കഴിക്കുന്നത് ഇപ്പൊ മിക്കവാറും പെൺപിള്ളേര് നല്ലോണം പഠിക്കുന്നുണ്ട്. അല്ലെങ്കിൽ മിക്ക പെൺപിള്ളേർക്കും പഠിപ്പുണ്ട്. പഠിപ്പില്ലാത്ത പെൺപിള്ളേര് ഒരു എനിക്കറിയില്ല, പെർസെന്റേജ് പ്രോബബ്ലി വളരെ കുറവാണ് കേരളത്തിലൊക്കെ. അപ്പം ഈ കൂടുതൽ പഠിക്കുന്നതിന് പോലും ആൾക്കാർ എന്താ പറയുന്നതെന്ന് അറിയാമോ? ഇത്രയും പഠിച്ചാ ചെറുക്കനെ കിട്ടില്ലെന്ന്. അത് ഞാൻ ഞാനും കേട്ടിട്ടുണ്ട്. കേട്ടിട്ടുണ്ട്. എന്തിനാണ് ഇത്രയും പഠിപ്പിക്കണേ? കല്യാണം കഴിഞ്ഞ് പോകാനുള്ളതല്ലേ? ചെറുക്കനെ ചെറുക്കനെ കിട്ടില്ല. കിട്ടില്ല. അപ്പൊ എന്നിട്ട് ഞാൻ പറഞ്ഞു വന്നത് ഇത്രയും പഠിപ്പുണ്ട്, ഇതുപോലെ ജോലിയുണ്ട്, സെൽഫ് സഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു പെണ്ണിനെ നിങ്ങള് ഇതേപോലെ ഒരാളെ കണ്ടുപിടിച്ചു. നിങ്ങളുടെ തന്നെ സമമായിട്ട് നിൽക്കുന്ന ഒരു ചെറുക്കനെ കണ്ടുപിടിച്ചു. അവര് തമ്മിൽ ഇഷ്ടപ്പെട്ടു, കല്യാണം കഴിച്ചു. എന്നാലും ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്. പെണ്ണിന്റെ വീട്ടുകാര് പേടിച്ച് ഭയന്ന് നിക്കണോന്നുള്ളത് ആണിന്റെ വീട്ടുകാരുടെ മുന്നില്. അതെന്താ പറയാ, ഈ മേൽക്കോയ്മ അതെപ്പോഴും പണ്ടും ഇപ്പോഴും അത് വെറുതെ, അതായത് ഇപ്പൊ പണ്ട് പെൺപിള്ളേർക്ക് മേ ബി ഡിപെൻഡൻസി ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും അവരുടെ ഈ ഭയം എന്നുള്ളത്. അതായത് ഭയഭക്തിയോടെ നിങ്ങൾ ജീവിക്കണം നിങ്ങളുടെ ഭർത്താവ്. ഭയഭക്തി ഒന്നുമല്ല. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവേണ്ടത് ഒരു മ്യൂച്വൽ റെസ്പെക്റ്റ് ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വൽ ആയിട്ടുള്ള റെസ്പെക്റ്റ് ആണ്. നിങ്ങൾ എനിക്ക് തരാത്ത റെസ്പെക്റ്റ് നിങ്ങൾക്ക് തിരിച്ച് പ്രതീക്ഷിക്കാനേ പറ്റത്തില്ല. അപ്പം ഈ ഒരു കല്യാണം കഴിഞ്ഞ് ജീവിക്കുമ്പം ഈ അഡ്ജസ്റ്റ്മെന്റ് എന്നുള്ളത് പണ്ടത്തെ ഒരു എക്സ്പെക്ടേഷൻ ആണ്. അവൻ നിങ്ങളെ റെസ്പെക്ട് ചെയ്യോ, അങ്ങനെ ആണുങ്ങൾക്കാവുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവും. ആണുങ്ങൾക്ക് എന്തും ആവാം. പെണ്ണിന് ഒന്നും പറ്റില്ല. പെണ്ണുങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു പോയിന്റ് ആണ് ഞാൻ നേരത്തെ പറയാൻ വന്നത്. ഇപ്പൊ ഒരു കല്യാണം കഴിച്ചിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്, ഇപ്പൊ നേരത്തെ പറഞ്ഞു കല്യാണത്തിന് മുമ്പേ ഇത് കോൾ ഓഫ് ചെയ്ത് അച്ഛനും അമ്മയും സിബ്ലിങ്സ് ഒക്കെ ഫേസ് ചെയ്യുന്ന പ്രശ്നം, നാട്ടുകാരെന്ത് ചോദിക്കും അവരോട്, അതിലും നല്ല ഞാനിതങ്ങ് മുന്നോട്ട് വയ്ക്കാം.
അത് മുന്നോട്ട് വെച്ച് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോയി പറ്റാതെ ഡിവോഴ്സ് ആവുന്നതിൽ എത്രയോ നല്ലതല്ലേ, ഒരു രണ്ടാം കെട്ട് എന്നുള്ള ഒരു ടാഗ് ലൈൻ വരുന്നതിൽ എത്രയോ നല്ലതാണ് ആ കോൾ ഓഫ് എഴുതുന്നത്. അതെ. അതൊന്ന്. പിന്നെന്ന് വെച്ചാൽ ഓക്കെ ഫൈൻ, കല്യാണം കഴിച്ചു, പോയി, പ്രശ്നങ്ങൾ വന്നു. അപ്പോഴും അവർ ആലോചിക്കുന്നത് ഞാൻ ഡിവോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ എന്റെ കൂടെ വീട്ടുകാര് ഉള്ളവർക്ക് പ്രശ്നമാണ്, എന്താണ് അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന പറഞ്ഞ ഒരുപാട് ആൾക്കാരുണ്ട്. അതെ. അല്ല പിന്നെ വേറൊരു കുട്ടികൾക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു വേണ്ടി റിലേഷൻഷിപ്പിൽ പോകുന്ന നിൽക്കുന്ന ആൾക്കാർ ആൾക്കാരുണ്ട്. എത്രയോ പേരുണ്ട്. വേറൊരു സംഭവം എന്ന് പറയുകയാണെങ്കിൽ, ഇപ്പൊ ഒരു കല്യാണം കഴിഞ്ഞ് ഹസ്ബൻഡിന്റെ ഭാഗത്ത് വന്നൊരു മിസ്റ്റേക്ക് ഞാൻ കണ്ടിട്ടുള്ളതാണ്. പുള്ളിക്കാരനൊരു അഫെയർ, എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻ വന്നു എന്ന് വെച്ചോ, അപ്പോഴും പറയുന്നത് പെണ്ണിന്റെ കുറവ് കൊണ്ടാണ് ഭാര്യ അവർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ടുണ്ടാവും. അപ്പോഴും വരുന്ന കുറ്റം പെണ്ണിനാണ്. അതെ. ഈ പെണ്ണിന് മാത്രം എന്നാ നേരെ എവിടുന്നാ- തിരിച്ചൊരു പെണ്ണിന് പോവുകയാണെങ്കിൽ അല്ല എന്നിട്ട് പിന്നെ എന്താ പറയാ, ആണുങ്ങളോട് അല്ല പെണ്ണിനോട് പറയും, ഭാര്യയോട് പറയും ആണുങ്ങളൊക്കെ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ തന്നെ ചിലപ്പോഴൊക്കെ പോകും, ഉണ്ടാവാം, ഉണ്ടാവാം. അതുകൊണ്ട് നിങ്ങൾ അതിനെ അതൊക്കെ ക്ഷമിച്ചും പൊറുത്തും ഒന്ന് സഹിച്ചും മുന്നോട്ട് കൂടെ പോകുന്നു. മുന്നോട്ട് പോകണം. എന്തിന്? ശരി, അത് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അത് വളരെ പല കാര്യങ്ങളും കാരണങ്ങളും കൊണ്ട് അത് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ അത് ഒരിക്കലും അതൊരു പെണ്ണിന്റെ എന്താ പറയാ വീക്ക്നെസ് അല്ല, അവരുടെ അല്ല. സ്ട്രെങ്ത് ആണത്. ആ, അവരെ മുന്നോട്ട് കൊണ്ട് കൊണ്ടുപോകാൻ പറ്റും. പിന്നീടും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ അത്രയും പറ്റുന്നുണ്ടെങ്കിൽ മനക്കെട്ടുള്ളവർക്ക് മാത്രമേ അത് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് മുന്നോട്ട് പോകാൻ കൊണ്ടുപോകാൻ പറ്റൂ. പറ്റുള്ളൂ. പിന്നെ ഇത് നേരെ തിരിച്ച് പെണ്ണിനാണ് ഒരു അഫയർ ഉണ്ടാവുന്നതെന്ന് വെച്ചാല്, അപ്പോഴും അവളുടെ ഭാഗത്താണ് അല്ല മിസ്റ്റേക്ക്. അത് അവളുടെ ഭാഗത്ത് തന്നെയാണ് മിസ്റ്റേക്ക്. പക്ഷെ അപ്പൊ ഉടനെ ആൾക്കാര് ആണിനോട് നീ അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോകുന്നാണോ പറയും? ഇല്ല, അവൾ ഉപേക്ഷിക്കുന്ന പറയും, ആണിന്റെ നിനക്ക് വീട്ടുകാർ പറയും നാണോ ഇല്ല അവളുടെ കൂടെ ജീവിക്കാൻ നീ എന്ന് ഒരു വരെ ആണാണോ എന്ന് ചോദിക്കും. എന്ന് അതാണ് വരെ first. ചോദിക്കും. ഒരു പെണ്ണാണോ എന്ന് ചോദിക്കില്ല, നീ ഒരു ആണാണോ. ഉം. അവളുടെ കൂടെ അവളെ പോലത്തെ ഒരുത്തിയുടെ കൂടെ ജീവിക്കാൻ നിനക്ക് നാണോ ഇല്ലേ നാണാവണില്ലേ? എന്ന് വരെ തന്റേടം ചോദിക്കുന്ന ഇല്ലേ? ആൾക്കാര്. നട്ടെല്ലില്ലേ? ഇതൊക്കെയാണ് ചോദ്യം വരുന്നത്. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. തന്റെ ഇടം എന്നുള്ളൊരു വാക്ക് ആണിനെ പറ്റി പറയുമ്പോ അതൊരു ക്വാളിറ്റിയും, ഉം. പെണ്ണിനെ പറ്റി പറയുമ്പോ അതൊരു കുറ്റമാവുന്നത് കുറ്റമാണെന്ന് എങ്ങനെയാണ്? ആ. ഒരേ വാക്കാണ്, ഒരേ ആ. അർത്ഥമാണ്. പക്ഷെ അത് ആണിന് അതൊരു ക്വാളിറ്റിയാണ്, അതൊരു പെണ്ണിന് പക്ഷെ അതൊരു കുറ്റമാണ്. ഇപ്പോഴും ഈ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത് നന്നായിട്ടുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളില് ഇങ്ങനത്തെ ഇങ്ങനെ കാര്യങ്ങളില്. അതായത് ഇത് വളരെ സട്ടിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിപ്പം എല്ലാ ദിവസവും നമ്മൾ കാണുന്ന ഒരു കാര്യമായിരിക്കില്ല. പക്ഷേ ഇത് പല കുടുംബങ്ങളിലും പല വീടുകളുടെ 4 ചുമരിനകത്ത് നടക്കുന്നുണ്ട്. ഞാനും റിനുവും കൂടെ ഇന്നലെയോ മിനിഞ്ഞാന്നോ മറ്റോ ഞങ്ങൾ കണ്ടൊരു കാര്യമാണ്. ഞാൻ താമസിക്കുന്നത് Sunday വളരെ evening. വളരെ എന്താ ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിയില് ഒരുമാതിരി നല്ല ആൾക്കാര് എന്ന ടാഗ് ലൈനില് പറയുന്ന ഒരുപാട് ഒരു കൂട്ടം ആൾക്കാര് താമസിക്കുന്ന ഒരു സ്ഥലത്താണ്. വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, ഇത് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണല്ലോ ഇവിടെ താമസിക്കുന്നത്. ജോലി ചെയ്യുന്ന, മിക്കവാറും ഭാര്യയും ഭർത്താവും ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലാണ് നമ്മൾ ഈ താമസിക്കുന്നത്. ഇവിടെ ഞങ്ങൾ ഇന്നാള് കണ്ടൊരു കാര്യമാണ്. അതായത് ഞങ്ങള് ലിഫ്റ്റിലുണ്ട്. അപ്പൊ വേറെ 2 ആൾക്കാര് ലിഫ്റ്റില്, ഒരു ഭാര്യയും ഒരു ഭർത്താവും അവരുടെ ഒരു കുഞ്ഞും കൂടെ ലിഫ്റ്റില് കേറിയിട്ട് സൈക്കിളും കൂടെ. കുഞ്ഞിന്റെ ഒരു സൈക്കിളുണ്ട്. കുഞ്ഞ് ആ സൈക്കിളിന്റെ മേലെ ഇരിക്കുന്നെ. ഈ ഭർത്താവ് ലിഫ്റ്റ് വന്നപ്പോഴത്തേക്കും അതിനകത്തോട്ട് കേറിയിരുന്നു. ഈ ഭാര്യ ഈ സൈക്കിൾ വലിച്ച് പിടിച്ച് ലിഫ്റ്റിനകത്തോട്ട് കേറ്റി നിർത്തി അവിടെ നിക്കുവാ. എന്നിട്ട് ഇവര് 2 പേരും കൂടെ അടി ഉണ്ടാക്കുവാണ്. അതായത് അവൻ പറയുവാണ്, "എനിക്ക് ഭക്ഷണം വേണം." അപ്പൊ അവള് പറയുന്നു, "നിനക്ക് ഭക്ഷണം വേണമായിരിക്കും. പക്ഷെ ഐ ആം ഡൺ ഫോർ ദ ഡേ. ഞാൻ എല്ലാം ചെയ്തു വെച്ച് കഴിഞ്ഞു. യു ക്യാൻ ബി ഡൺ ഫോർ ദ ഡേ. പക്ഷെ ദാറ്റ് ഡസന്റ് എനിക്ക് അപ്പോഴും ഭക്ഷണം വേണ്ടേ? നീ ഭക്ഷണം ഉണ്ടാക്കി തന്നേ പറ്റുള്ളൂ." അതും എനിക്ക് തോന്നുന്നു അവര് പറയുന്ന ഒരു കോൺവെർസേഷൻ വെച്ചിട്ടല്ലേ നമുക്ക് തോന്നിയത് എന്താ, അവൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ അവന് അത് വേണ്ട. അവര് രാത്രി വേറെ എന്തോ വേണം എന്നുള്ള രീതിയിലാണ് ഇവര് ഈ സംസാരിക്കുന്നത്. ഒരു ഭക്ഷണം ഉണ്ടാക്കാൻ പോലും നിങ്ങൾക്ക് സ്വയമായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പോലും പറ്റാത്ത നിങ്ങൾക്ക് സ്പെഷ്യൽ ആയിട്ട് ഭക്ഷണം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർഡർ ചെയ്ത് മേടിക്കും. നിങ്ങൾക്ക് ഉണ്ടാക്കാൻ അറിയത്തില്ലെങ്കിൽ. ഇതിപ്പോ ഇത്ര ഓപ്ഷൻസ് ഉണ്ട്. സ്വിഗ്ഗിയും സൊമാറ്റോയും ഒക്കെ ഉണ്ട് ഞങ്ങള് 2 പേരും ഔട്ട്സൈഡേഴ്സ് അവിടെ നിൽക്കുമ്പോ പോലും അവര് തമ്മിൽ ഒരു കൂസലും ഇല്ലാതെ അവനത് പറയാൻ കഴിയുന്നുണ്ടെങ്കിൽ ഈ 4 ചുമരിനകത്ത് എന്തൊക്കെ അത് സംഭവിക്കുന്നുണ്ടെന്ന് കഴിഞ്ഞിട്ട് ദൈവത്തിനേ നടന്നത് അറിയുള്ളൂ. എന്താണ്? അത് കഴിഞ്ഞിട്ട് ലിഫ്റ്റ് തുറന്ന് ഇവൻ പെട്ടെന്ന് നടന്നങ്ങ് പുറത്തോട്ട് പോയി. ഈ പെണ്ണ് ഈ കൊച്ചിനെയും സൈക്കിളിനെയും വലിച്ചഴിച്ച് പുറത്തോട്ട് കൊണ്ടുവന്നിട്ടാണ്, അത് അവളെ കൊണ്ട് കഴിയുന്നില്ല. അവള് ചെറിയൊരു ആ ആളുടെ ആ ഹസ്ബൻഡിന്റെ പകുതി മാത്രമേ ഉള്ളൂ. ഇവൻ നീളത്തിലും വണ്ണത്തിലും പകുതി മാത്രമേ ഉള്ളൂ വൈഫ്. അപ്പം ആ വൈഫിനെ സംബന്ധിച്ച് ആ കൊച്ചിൻ സൈക്കിളൊക്കെ വലിക്കാന്ന് പറഞ്ഞാൽ അവരുടെ ആ ഒരു അയാള് വിചാരിച്ച ഒറ്റയടിക്ക് നടക്കുന്ന ഒരു കാര്യം. ഇതിപ്പോ പറയുമ്പം എനിക്ക് ഇതിന്റെ ഒരു കോൺവെർസേഷൻ എനിക്ക് ഊഹിക്കാം. പലരും പറയും, നിങ്ങൾക്കല്ലേ ഈക്വാലിറ്റി വേണ്ടത്. അപ്പൊ നിങ്ങൾക്കും സ്ട്രോങ് ആയിട്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെയാണ് നിനക്ക് ഭക്ഷണം ഉണ്ടാക്കാനും പറ്റണം. അതാണ് എന്റെയും പോയിന്റ്. അങ്ങനെയാണെങ്കിൽ അതും ചെയ്യും നിങ്ങള്. അതെ.
അല്ലാണ്ട് ഇവിടെ വീട്ടിൽ അത് എന്തൊരു നാണക്കേടാന്ന് ആലോചിച്ചോക്ക്. രണ്ടുപേര് വേറെ നമ്മൾ ആൾക്കാര് അവിടെ അവിടെ നിക്കുന്നു. ഇരിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഭയങ്കര ഓക്വേർഡ് ആയിപ്പോയി. അവിടെ നിന്നിട്ട് എന്താ പറയേണ്ടതെന്ന് അറിയുന്നില്ല. ഞങ്ങൾ രണ്ടുപേരും താഴെ നോക്കി നിക്കുവാ. പക്ഷെ ഇതാണ് നേരത്തെ പറഞ്ഞ ഈ സിറ്റുവേഷൻ. അതായത് നിങ്ങള് ഒരു എന്താണ് ഈ ഉം ഫെമിനിസ്റ്റുകളും അല്ലെങ്കിൽ ഇത് ആരും ഒന്നും പറയുന്നില്ല. കാരണം നാല് ചുമരിനകത്ത് നടക്കുന്ന ഒരു കാര്യത്തിൽ മിക്ക ആൾക്കാരും ഇടപെടില്ല. ഇല്ല, ഇല്ല, ഇടപെടില്ല. അത് ഇല്ല. പെണ്ണ് തന്നെ ചെയ്യണം. പക്ഷെ ആ, ആ പെണ്ണ് അത് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാ, ഈ അത് പറഞ്ഞ വലിയ മാതിരി പ്രശ്നമാണ്. ഒരുപാട് കുത്തുവാക്കുകൾ അപ്പൊ അവര് കേൾക്കേണ്ടി കേൾക്കേണ്ടി വരും. വരും. ചിലതൊക്കെ നമ്മൾ കണ്ടില്ലെന്നും കേട്ടില്ലെന്നും നടിച്ച് ജീവിക്കണം. ഇതാണ് ഒരു പെണ്ണിനോട് സമൂഹം പറയണത്. അതെ. ഹസ്ബൻഡ് നോക്കട്ടെ, ചിലതൊക്കെ നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ച് നടന്നാലേ ഒരു ലൈഫ് മുന്നോട്ട് പോകും. എന്തിനാണ് ഇത്രയും സഫോക്കേറ്റഡ് ആയിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യേണ്ട കാര്യം? എന്താണ്? അതിന് പകരം രണ്ടുപേരും ഒന്ന് സംസാരിച്ചിട്ട്, ഇത് പലപ്പോഴും സംസാരിച്ചാലും ഇതാവില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഓൾറെഡി ഫീഡ് ചെയ്ത് വെച്ച സംഭവമാണ്. പിന്നെ പെണ്ണെന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ കല്യാണം കഴിച്ചു കൊടുക്കാനുള്ളതാണ്. അതെ. വെച്ചുണ്ടാക്കി കൊടുക്കാനുള്ളതാണ്. കുട്ടികളെ നോക്കാനുള്ളതാണ്. എന്റെ അച്ഛന്റെ ഒരു ഷോർട്ട് സ്റ്റോറി ഉണ്ട്. അതിന്റെ പേര് തന്നെ അന്യന്റെ മുതൽ എന്നാണ്. അതൊരു പെണ്ണിനെയാണ് ഈ പറയുന്നത്. അത് വേറൊരു കാര്യം കൂടെയുണ്ട്. നമ്മള് ഇപ്പഴും ചില വീടുകളില് പെൺകുട്ടികളെ വളർത്തുന്നവര് പറയുന്നത് അന്യന്റെ വീട്ടിൽ പോകാനുള്ളതാണ്. അതെ. വേറെ നമ്മുടെ വീട്ടിൽ വീട്ടിലേക്ക് പോവാനാ ഭക്ഷണം ഉണ്ടാക്കാൻ പഠിപ്പിച്ചോ? വേറെ വേറെ വീട്ടിൽ സ്ഥലത്തിൽ പോയി ജീവിക്കണം. ജീവിക്കേണ്ടതാണ് അവള്. നമ്മൾക്ക് വളർത്തു ദോഷന്നേ പറയുള്ളൂ. ആ. അവിടെ പോയി കഴിഞ്ഞാലോ നീ വന്നു കേറിയ പെണ്ണാണ്. അപ്പൊ നമുക്ക് എവിടെയാണ് എവിടെയും സ്ഥാനമില്ല. എവിടെയാണ് വീട്ടിലും നമ്മുടെ സ്വന്തം അതെ. വീട്? വളരെ സത്യമായിട്ടുള്ള ഒരു ചോദ്യമാണ്. നമ്മൾക്ക് നമ്മുടെ വീട്ടിലും സ്ഥാനമില്ല. ഇപ്പുറത്ത് ഇവിടെ വന്നു കഴിഞ്ഞാല് നമ്മൾ വന്നു കേറിയ പെണ്ണാണ്. നമുക്ക് ആ സ്ഥാനമേ ഉള്ളൂ. അപ്പം ഇതൊക്കെ ആലോചിക്കുമ്പോ എനിക്ക് തോന്നുന്ന കാര്യം ഒറ്റ മോളായിട്ട് ജനിക്കുന്നതാണ്. കാരണം ഇപ്പൊ ഉണ്ടാക്കിയ ഇപ്പോഴുള്ള വീട് അത് എനിക്കുള്ളതാണ്. ഓക്കെ, അതില് വേറെ ആരും ചോദിച്ചു വരില്ല. ഇപ്പൊ ഞാൻ അവിടെ നിന്ന് കഴിഞ്ഞാലും നീ വേറൊരുത്തൻ ഇപ്പൊ എന്റെ അമ്മ പറയണ കാര്യം എന്ന് വെച്ചാല് എന്താ പറയാ, ജീവിക്കാനുള്ളതുണ്ട്, വീടുണ്ട്. ഒരു വലിയൊരു ടെൻഷൻ അതുപോലെ കഴിഞ്ഞുപോയി. ആരെയും പേടിക്കാതെ ഇപ്പൊ ജോയിന്റ് ഫാമിലിയിൽ ഉണ്ടായിരുന്ന റെസ്ട്രിക്ഷൻസും ലിമിറ്റേഷൻസും ഒരു ന്യൂക്ലിയർ ഫാമിലി വന്നപ്പോൾ ഞങ്ങൾക്കില്ല. അവിടെ ഇപ്പൊ ഒരു തീരുമാനം എടുക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ ബാംഗ്ലൂർ ആണെങ്കിൽ അവരെന്നെ വിളിക്കും. ആ. ഇന്ന കാര്യങ്ങളുണ്ട്. എന്താ ചെയ്യാൻ പറ്റുക? ഞങ്ങളുടെ ഫോൺ കോൾസ് ഒക്കെ 1 1/2 മണിക്കൂറൊക്കെ അല്ല പോകും. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, അതിപ്പോ ഈ 30, 34 വയസ്സായതിന് ശേഷമല്ലേ അങ്ങനെ ഒരു എന്നുവെച്ചാല് കുറെ കൂടെ മുമ്പേ ഈ പറഞ്ഞതുപോലെ നമ്മള് വേറൊരാളുടെ കല്യാണം കഴിച്ച് ജീവിക്കേണ്ട ഒരാളാണ് എന്ന് വരുന്നൊരു അവസ്ഥയില് പല അഭിപ്രായങ്ങളും നമ്മുടെ അഭിപ്രായത്തിന് ഒരു വിലയില്ല അവിടെ. അതിലും ഇതെന്താ വെച്ചാല് മുൻപ് കല്യാണ ആലോചന തുടങ്ങി. അതായത് ഞാൻ കല്യാണം എന്നൊരു കാര്യം എന്റെ തലയിൽ ഇല്ല. ജോലിക്ക് കേറി കുറച്ചു കാലം നന്നായിട്ട് ജോലി ചെയ്യണം. കല്യാണം എന്നുള്ളത് എനിക്ക് തോന്നുന്നു ആ ചിൻ സമയത്ത് ഈ വീട് എന്നുള്ളതായിരുന്നു ആദ്യത്തെ പ്രയോറിറ്റി റിനുവിന് ആ അല്ലേ? മാറണം. ആ. എനിക്കറിയാം ഇത് ജോയിന്റ് ഫാമിലിയാണ്. ഇപ്പൊ എത്ര സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇടയ്ക്കൊരു വിള്ളല് വരും. ഉവ്വ്. പിന്നെ അവിടെ നിൽക്കരുത്. അതെത്ര വലിയ കുടുംബമാണെങ്കിലും മാറണം. അല്ല അപ്പൊ അപ്പൊ റിനുവിന്റെ പ്രയോറിറ്റി കംപ്ലീറ്റ്ലി വേറെ ആയിരുന്നു. ജോലി ജോലി. ആ. സെറ്റിൽ ആവുക ആദ്യം. കല്യാണം എന്നുള്ളൊരു ചിന്ത എന്റെ മനസ്സിലേ ഇല്ല. ഇല്ല. ഞാൻ അറിയാതെ വീട്ടിൽ കല്യാണം ആലോചിച്ച് തുടങ്ങുന്നു. ഒരു പ്രപ്പോസൽ വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഞാനിങ്ങനെ കംപ്ലീറ്റ്ലി ബ്ലാങ്ക് ആയി. ഉം. എപ്പോ? ആര് റിനു കൊണ്ടുവന്നു? ഇത് എപ്പോ അങ്ങോട്ട് സ്റ്റാർട്ട് പോകുന്നു. ചെയ്തു? ആ വീട്ടിലോട്ട് പോകുന്ന സമയത്ത് നോക്കി പെണ്ണ് കാണല് അവര് ഓർക്കസ്ട്രേറ്റ് ചെയ്തു. സത്യം ഇങ്ങനത്തെ ഞാനിത് എന്നിട്ട് പയ്യന്റെ ഫോട്ടോ കണ്ടു. അതിൽ ഇപ്പൊ ഇൻ കേസ് ഞാനൊരു കല്യാണം കഴിക്കുവാണെങ്കിലും ഞാൻ വീട്ടിൽ ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം ഒന്നുകിൽ സെയിം ഏജ് ഐ ആം ഓക്കെ വിത്ത് ദാറ്റ്. ഞാനിപ്പോ ഇന്നലെ വരെ 33, ഇന്ന് ഞാൻ 34 ആയി. അപ്പൊ ഒരു 34 ഉള്ള ആളെ കല്യാണം കഴിക്കാൻ ഞാൻ ഓക്കെയാണ്. ഒരു 3 4 വയസ്സ് ഡിഫറൻസ് ഞാൻ ഓക്കെയാണ്. പക്ഷെ എനിക്ക് കല്യാണം ആലോചന വന്നപ്പോൾ ഉള്ളത് 10 വയസ്സ് ഡിഫറൻസ് ഉള്ള ഒരാളെ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ഒട്ടും മാച്ച് ആവാത്ത രണ്ടാൾക്കാര്. സംസാരിച്ചു നോക്കിയിട്ടും എവിടെ ഒട്ടും എത്തുന്നില്ല. നമ്മൾക്ക് ഈ 10 വയസ്സിന്റെ ഏജ് ഗ്യാപ്പ് നമ്മുടെ വീട്ടുകാർക്ക്, നമ്മുടെ അച്ഛനമ്മമാർക്കും ഉണ്ട്. അതൊന്നും ആ സമയത്ത് പക്ഷെ ആ അതൊരു സമയത്ത് അതൊരു പ്രശ്നമല്ലായിരുന്നു. പ്രശ്നമല്ല. ഇപ്പൊ ആൾക്കാര് മാറി, നമ്മുടെ ചിന്താഗതികൾ മാറി, നമ്മുടെ ആഗ്രഹങ്ങളും തീരുമാനങ്ങളും മാറി. അല്ല വേറൊരു തമാശ. ഇപ്പൊ ഈ 34, 35 വയസ്സ് ഉള്ള ഒരാണ് അല്ലെങ്കിൽ ഒരു 36, 37 വയസ്സുള്ള ഒരു ആണിന് പോലും 30 വയസ്സിൽ താഴെയുള്ള പെണ്ണിനെ മതി കല്യാണം കഴിക്കാൻ. ഞാൻ മാട്രിമോണിയിൽ കാണുന്നത് 34 35 വയസ്സുണ്ട്. അവര് കൊടുക്കുന്നത് 28 മുതൽ 30 വരെയുള്ള. 30 വയസ്സിന് അത് താഴെയുള്ള ഒരു കുട്ടിയെ എന്താണ് അതിന്റെ അതെന്തുകൊണ്ടാണെന്നറിയോ? കുട്ടികളെ കൂടുതൽ ഉണ്ടാക്കാൻ പറ്റുന്നത് അവർക്കാണ്. അതൊന്ന് അതൊരു കാര്യമാണ്. അതൊന്ന് വേറൊന്ന് നമ്മളെക്കാൾ താഴെ മതി. ആ. പ്രായം കൊണ്ടും എല്ലാം കൊണ്ടും ഞാനായിരിക്കണം മേളിൽ. ഉം.
എന്നേക്കാൾ I mean, അതായത് ചേട്ടാ ഞാൻ ചേട്ടാ വിളിച്ച് പറയുന്നത് നടക്കണ കേട്ട് നടക്കുന്ന ഒരു ഒരാള് ആള്. മതി. അല്ലാണ്ട് അതാണ് ഇപ്പൊ നമ്മൾക്ക് ഇപ്പഴും കല്യാണത്തിന്റെ നമ്മുടെ കല്യാണത്തിന്റെ ഇതെന്താന്ന് വെച്ചാല് എന്താണ് നമ്മള് നോക്കുന്നത് നമ്മുടെ ഈ പറഞ്ഞതുപോലെ പ്രായം. ഇപ്പൊ നമ്മള് നോക്കുന്നുണ്ട് പ്രായം. ഒബ്വിയസ്ലി ഇത് പറഞ്ഞതുപോലെ ഇപ്പൊ നമുക്ക് 34 വയസ്സുള്ള ഒരാൾക്ക് 34 വയസ്സല്ല ഇപ്പം റിനു പറഞ്ഞതുപോലെ 35ഓ, 36ഓ, 37ഓ, 38 വയസ്സുള്ള ഒരാളെന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഏജ് ഗ്യാപ്പിനെക്കാട്ടിലും കൂടുതല് നമ്മള് തമ്മിൽ പൊരുത്തപ്പെട്ട് പോവാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾക്ക് കൂടുതൽ ഈ പൊരുത്തപ്പെട്ട് പോവാന്ന് വെച്ചാൽ അതിന്റെ കാര്യം എന്താണ്? അതാണ് ഞാൻ എടുത്തിടാൻ ശ്രമിച്ചത് ഉം. അതാണ്. അതായത് റിനു ഈ പല ആൾക്കാരെയും മീറ്റ് ചെയ്യാറുണ്ടല്ലോ. ഇപ്പൊ ഈ ഉം. കല്യാണത്തിന്റെ കോണ്ടെക്സ്റ്റില്. ഉം. അപ്പോ വരുന്ന ഈ കോൺവെർസേഷൻസില് നമ്മള് തമ്മിൽ സംസാരിച്ചിട്ടുള്ള കാര്യമാണ്. ഉം. പല പ്രാവശ്യവും ആണുങ്ങളുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ജോലി ചെയ്യണ്ട. ഉം. കല്യാണം കഴിഞ്ഞാ പിന്നെ ജോലി ചെയ്യണ്ട. ഉം. ഇപ്പഴും ഇത് പറയുന്ന ആൾക്കാരുണ്ട്. അത് ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ഞാൻ പറയാം. എനിക്ക് വന്ന 2 പ്രപ്പോസൽസ് ഉണ്ട്. ഒന്ന് എൻ്റെ ഒരു റിലേറ്റീവ് വഴി വന്നിട്ട് പുള്ളി ആദ്യം ഞങ്ങള് പുറത്ത് പോയിട്ട് തിരിച്ചു വരുമ്പോ പുള്ളി എന്നോട് ചോദിച്ച ഫസ്റ്റ് ക്വസ്റ്റ്യൻ, "റിനുവിന് കുക്ക് ചെയ്യാൻ അറിയോ?" ഉം. എനിക്കറിയാം. കാരണം ഞാൻ പഠിച്ചിട്ടുണ്ട്. അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി ഇത് പ്രപ്പോസലിന്റെ ഇതാണെന്ന്. കുറച്ച് കഴിഞ്ഞിട്ട് പുള്ളി പറഞ്ഞു, "അല്ല ഒരു പ്രപ്പോസൽ വന്നിട്ടുണ്ട്. ആഹ് പുള്ളിക്ക് ബിസിനസ്സാണ്. വെൽ സെറ്റിൽഡ് ഫാമിലിയാണ്. സിബ്ലിങ്സ് ഒന്നുമില്ല. ഒറ്റ മോനാണ്. അച്ഛനും അമ്മയും പ്രായമായി." ഞാൻ ആദ്യം ചോദിച്ചത് ആൾ എവിടെയാണെന്നോ, ആളുടെ വയസ്സൊന്നുമല്ല. എനിക്ക് ജോലി ചെയ്യണം. ബാംഗ്ലൂർ തന്നെ ചെയ്യണം എന്ന് ഒരു നിർബന്ധവുമില്ല. ഒബ്വിയസ്ലി എനിക്ക് കൂടുതൽ കംഫർട്ടബിൾ ബാംഗ്ലൂരാണ്. കാരണം ഇപ്പൊ 17 വർഷമായിട്ട് ബാംഗ്ലൂരുണ്ട്. ഉം. അപ്പൊ എനിക്ക് ഞാൻ പഠിച്ചതും നാട്ടിനേക്കാളും ഒക്കെ ഞാൻ ഇവിടെ പഠിച്ചതും ആയതും. ജോലി ചെയ്തതൊക്കെ ഇവിടെ ആയതുകൊണ്ടും എനിക്ക് നാട്ടിലേക്കാളും കൂടുതൽ ആൾക്കാർ ഇവിടെ അറിയുന്നതുകൊണ്ടും എന്റെ എല്ലാത്തിനും നമ്മുടെ ഒരു ഫീസിബിലിറ്റി ആക്സസിബിൾ എല്ലാം ഇവിടെ ആയതുകൊണ്ട് എനിക്ക് ഇവിടെയാണ് കൂടുതൽ കംഫർട്ടബിൾ. എനിക്കിപ്പോ നാളെ ഒരു മുംബൈ പൂനെ പോയി കഴിഞ്ഞാൽ എനിക്ക് പറിച്ചു നടൽ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ ഒരു ലൈഫിന് നല്ലൊരാളാണ്, നമ്മൾക്ക് എല്ലാം കൊണ്ട് ഓക്കെയാണ്, നല്ലൊരു പാർട്ട്ണറാണ് കിട്ടുമെന്ന് പറഞ്ഞാൽ ഈ ഒരു കാര്യം പറഞ്ഞ് ഞാൻ മുടക്കില്ല. പക്ഷെ ഉം. അപ്പോഴും ഞാൻ പറയും വീട്ടിലിരിക്കില്ല. അത് ഭർത്താവിന് കാശ് സമ്പാദിച്ചു കൊടുത്ത അയാളെ പോറ്റാനല്ല. എനിക്ക് ഇൻഡിപെൻഡന്റ് ആവണം. നാളെ ഭർത്താവ് പിന്നെ പുറത്തൊന്ന് ഞാൻ പോയി, പഠിച്ച് ജോലി ഞാൻ പഠിച്ച ജോലി ഞാൻ ഇതാണ്, പഠിച്ചിട്ട് കണ്ടുപിടിച്ചൊരു ജോലിയാണത്. ആണുങ്ങള് ഇത് ചെയ്യുന്നത് റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു ഫാമിലിയിലാണ്. അതായത് വീട്ടുകാരെ നോക്കേണ്ട ഒരു ഫാമിലി ആണെങ്കിലും, അല്ല അച്ഛനും അമ്മയും നല്ല വെൽ സെറ്റിൽഡ് ആണ്. അവർക്ക് നല്ല കുടുംബത്തില് സ്വത്തുണ്ട്. എന്നാ പോലും ഒരു ആണിനെ കൊണ്ട് ഇല്ല. അവര് ജോലി ചെയ്യണം തന്നെയല്ലേ പറയുള്ളൂ. ആ ബിസിനസ്സിൽ പങ്കെടുക്കണം. അല്ലെങ്കിൽ നിങ്ങൾ അവര് തന്നെത്താനെ ഒരു ജോലി വീട്ടിൽ തന്നെ കണ്ടുപിടിക്കണം. ചുമ്മാ ഇരിക്കാൻ വെറുതെ സമ്മതിക്കില്ല. വീട്ടിലിരുന്നോന്ന് എത്ര പേര് പറയും? അറിയില്ല ആരും. അതേപോലെ തന്നെയാണല്ലോ നമുക്കും. നമ്മള് കഷ്ടപ്പെട്ട് പഠിച്ച് കഴിഞ്ഞൊരു ജോലി കണ്ടുപിടിച്ച് നമ്മള് വർക്ക് ചെയ്യുന്നു എന്നുള്ളത് പിന്നെ പലരുടെയും ഒരു ഐഡിയ ജോലി ചെയ്യുന്ന പെണ്ണുങ്ങൾക്ക് കുടുംബജീവിതമായിട്ട് മുന്നോട്ട് മുന്നോട്ട് പോകാൻ കൊണ്ടുപോകാൻ പറ്റില്ല. പറ്റില്ല. സക്സസ്ഫുള്ളി ജോലി ചെയ്യുന്ന അങ്ങനെയുള്ള ഒരുപാട് കേസസും ഉണ്ട് ട്ടോ. ഇതൊരു ട്രൂ കേസും ആ ആണ്. അതെ അറിയാം. കണ്ടിട്ടുണ്ടല്ലോ നമ്മള്. നമ്മുടെ തന്നെ ഒരുപാട് ഫേമില് കുറെ നമുക്ക് കണ്ടിട്ടുണ്ട്. നമ്മുടെ അതായത് ഹയർ അപ്പില് ജീവിക്കുന്ന സ്ത്രീകൾക്ക് മിക്കവരും ഡിവോഴ്സീസ് ആണ്. കാരണം അതെ. അവര് കുടുംബമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ള ഒരു ഐഡിയ ആണ് അതില്. ഉം. അത് അവരുടെ ജീവിതാനുഭവങ്ങൾ എന്താണെന്ന് അറിയില്ല. പക്ഷേ വൈ ഡു യു മേക്ക് ഇറ്റ് ഡിഫിക്കൾട്ട് ഫോർ വിമൻ ടു ഗ്രോ ഇൻ ദിയർ കരിയർ? ചിലപ്പോ പ്രശ്നം വേറെ ആയിരിക്കും. അതെ. ഇതെടുത്ത് അവിടാണ് ആ ഒരു സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് എന്ന് പറയില്ലേ? അത് വരുമ്പോ ഈഗോ കോംപ്ലക്സ് ഒക്കെ വരുമ്പോ ഇതെടുത്തിടും. അല്ല ഈ ഈഗോ ഒക്കെ ഇപ്പൊ എല്ലാവരും ഞാൻ പറയാം ഒരു 10, 38 വയസ്സുള്ള ഒരു സ്ത്രീ അവരൊരു മാനേജറാണ് വോട്ടെവർ. അവരുടെ കല്യാണം കഴിച്ചിട്ടുള്ള ഒരാളും മോസ്റ്റ്ലി അയാളുടെ കരിയറിൽ ഗ്രോ ചെയ്തോട്ടെ. അത് ഏത് ആ പൊസിഷനിലാണെങ്കിലും ഏത് നല്ലൊരു ടാൻജന്റിലാണെങ്കിലും കാര്യമാണ്. നല്ലൊരു കാര്യം. പക്ഷേ സ്ത്രീന്റെ തിരക്ക് ഇപ്പൊ ഒരു സ്ത്രീ തിരക്കിലായിന്ന് വെച്ചോ. അതായത് എനിക്ക് ചില സമയത്ത് എന്റെ ജോലിയുടെ ഒരു നേച്ചർ അങ്ങനെയാണ്. എനിക്ക് ഒരുപാട് പണി ഉണ്ടാവാറുണ്ട്. ചിലപ്പോ എനിക്ക് എഴുന്നേറ്റ് അങ്ങോട്ട് പോകാൻ പറ്റാറില്ല. ഉം. ഇതിപ്പം തീരെ ഇത് സപ്പോർട്ട് ചെയ്യാത്ത ഒരാളാണ് എന്റെ ഭർത്താവെങ്കില്, "നീ കുട്ടികളെ നോക്കുന്നില്ല. ആ നീ ഇവിടെ ഭക്ഷണം ഉണ്ടാക്കും." ഞാനിവിടെ ഭക്ഷണം എനിക്ക് ചില ദിവസങ്ങളിൽ കോൾ ഉണ്ടാവും. അതുകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റില്ല. "വേണ്ട നമുക്ക് പുറത്തുനിന്ന് ഓർഡർ ചെയ്യാം. അതൊക്കെ ഇപ്പൊ ഇമ്പോർട്ടന്റ് ആണോ?" എന്ന് പറയും. ആ നേരെ തിരിച്ച് അങ്ങനെ ഒന്നും പറ്റില്ല. എന്റെ കുട്ടികൾക്ക് വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം തന്നെ കൊടുക്കണം. എനിക്ക് വീട്ടിലുണ്ടാക്കുന്ന ഇന്ന ഭക്ഷണം തന്നെ വേണം എന്ന് വാശി പിടിക്കുന്ന ഒരാളാണ് ഭർത്താവെങ്കില്, എനിക്ക് എന്റെ ജോലി ചെയ്യാൻ പറ്റില്ല. എന്റെ ഒരു ഐഡിയ എന്തായിരിക്കും അപ്പം കുറച്ച് ശമ്പളമൊക്കെ കിട്ടുന്ന ഒരു ജോലി വെറുതെ വേണമെങ്കിൽ
ഇപ്പൊ നമുക്ക് സസ്റ്റെയിൻ ചെയ്ത് പോവാൻ പറ്റില്ല ഉം. ശമ്പളം ഇല്ലാതെ രണ്ടുപേരുടെ. ഇല്ല. അതുകൊണ്ട് ചെറിയ ഒരു ജോലി എന്തെങ്കിലും ചെയ്ത് ജീവിക്കാം എന്നുള്ളതല്ലാതെ കരിയറിൽ ഗ്രോ ചെയ്യാൻ എന്നെക്കൊണ്ട് മോസ്റ്റ്ലി പറ്റില്ലായിരിക്കും. ഇത് ഞാനും എന്റെ ഒരു ഫ്രണ്ട് നമ്മൾ എപ്പോഴും സംസാരിക്കുന്നുണ്ടായിരുന്ന ഒരു കാര്യമാണ്. അതായത് അവൾക്ക് ഇതേപോലെ കല്യാണം ആലോചിച്ച് വരുമ്പം ഇവൾ ആഹ്, ആദ്യം ആളോട് പറയുന്നത് എനിക്ക് ജോലി ചെയ്യണം. അവള് വളരെ ആസ്പിറേഷണൽ ഒരുപാട് ആസ്പിറേഷൻസ് ഉള്ള ഒരാളാണ്. കരിയർ ഗ്രോത്ത് വൈസ് അവള് വളരെ നന്നായിട്ട് ജോലിയും ചെയ്യുന്ന ഒരു ഉം. ആളാണ്. അപ്പം അവൾ ആദ്യമേ പറയും, എനിക്ക് അപ്പൊ അവളുടെ ശമ്പളത്തിന് അനുസരിച്ച് അല്ലെങ്കിൽ അതിനെക്കാട്ടിലും കൂടുതലുള്ള ആൾക്കാരാണല്ലോ പൊതുവെ കല്യാണം കഴിക്കാൻ വരുന്നത്. ആ. അപ്പോ അല്ല അങ്ങനെ അല്ല അവളുടെ ശമ്പളത്തിനൊത്ത് ശമ്പളം ഇല്ലാത്ത ആൾക്കാര് പോലും വന്നിട്ട് അവളോട് പറയുന്നത്, "എന്തിനാണ് ഇത്രയും ഇത് ചെയ്യുന്നത്? ജോലി വിടുക." ആ. മനസ്സിലായോ? ജോലി വിടാ. ജോലി വിടുക. അപ്പൊ അതുപോലെ ഇത് ചെറുക്കന്മാര് മാത്രമല്ല അവരുടെ അമ്മമാരും അടക്കം പറയുന്നത്, "എന്റെ മോനെ നോക്കി നടക്കാൻ ഒരാളെ എനിക്ക് ആവശ്യമുണ്ട്." എന്തിനാണ് ഹോം നിങ്ങളുടെ മോനെ നേഴ്സിനെ വെക്ക് നോക്കി അത്രയ്ക്കും വയ്യാതിരിക്കുവാണെങ്കിൽ. 35, 36 വയസ്സുള്ള ഒരാളെ അല്ലെങ്കിൽ ഒരാളെ നോക്കി ഒരു നടത്തേണ്ട കാര്യം എന്താ? അസിസ്റ്റന്റിനെ വെക്കൂ. അതാണ്. ഓൺ ടൈമിൽ ആ. ഫുഡ് കിട്ടും. ഡ്രസ്സ് എടുത്ത് വെക്കാനും, അയൺ ചെയ്യാനും, ഷൂസ് എടുത്ത് കൊണ്ടുവയ്ക്കാനും. അതല്ലല്ലോ ഡ്ര ഒരു ഭാര്യ അല്ലെങ്കിൽ അല്ല. അല്ലെങ്കിൽ ഈ അങ്ങനെ അതാണ് ഒരു ഭാര്യ എന്ന് എന്തിനാണ് അത് വരുത്തി തീർക്കുന്നത്? പക്ഷെ അതിലാണ് പ്രശ്നം. അവിടെ ഒരു ഇമോഷണൽ ബോണ്ടിങ് ഉണ്ട് ഭാര്യ എന്ന് പറയുമ്പോ. ഒരു അസിസ്റ്റന്റിനെ വെച്ച് അത് കിട്ടോ? ഒരു അല്ല വയ്യാതാവുമ്പോ അത് അവർക്ക് വേണ്ടായിരിക്കും അത് ദാറ്റ് ഈസ് എ ആ. ഡിഫറെന്റ് കോൺവെർസേഷൻ. പക്ഷേ ആഹ്, ഈ മെയിൻ കാര്യം എന്താന്ന് പറഞ്ഞാ, ഇതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ കല്യാണം കഴിക്കുന്നതെന്ന് പറയുന്നത് ഒരു റെഡ് അതാണ് ഫ്ലാഗ് എന്നോട് ആണ്. പറഞ്ഞത്. ആ ആ. പ്രപ്പോസൽ വന്നപ്പോ എന്റെ റിലേറ്റീവ്, എന്റെ അമ്മയുടെ കസിൻ വന്ന് പറഞ്ഞത്, അവർക്ക് ഞാൻ ജോലിക്ക് പോണം. അപ്പൊ പറഞ്ഞു, അവർക്ക് നല്ല ബിസിനസ്സും ഭയങ്കര എന്താ പറയുക ഫിനാൻഷ്യലി പൈസയും വെൽ ഒക്കെ സൗണ്ട് ആണ്. ജോലിക്ക് പോകേണ്ട ആവശ്യമില്ല. അവർക്ക് അച്ഛനും അമ്മേനെയും നോക്കാൻ ഒരാള്. ഞാൻ പറഞ്ഞു, ജോലിക്ക് ഒരാളെ നിർത്ത്. അപ്പൊ കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞു. ജോലിക്ക് ആളുണ്ട്. പക്ഷെ ജോലിക്ക് ആളുണ്ട്. അടുക്കളപ്പണി ചെയ്യാനും വീടും അവർക്കൊരു കൂട്ടും മാനേജർ ഇതൊക്കെ ഉണ്ട്. വേണമുണ്ട് അല്ലേ? പക്ഷെ അച്ഛനും അമ്മേനെയും ഭക്ഷണം എടുത്തു കൊടുക്കാൻ, മരുന്ന് എടുത്തു കൊടുക്കാൻ, അവർക്ക് വയ്യാതാകുമ്പോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ, അവർക്ക് എവിടെയെങ്കിലും പുറത്ത് പോകുമ്പോൾ, അവർക്ക് ചുമ്മാ ഇരിക്കുമ്പോൾ സംസാരിച്ച് ടൈം പാസ് അതിനാണ് ഒരാളെ വേണ്ടത്. ഞാൻ പറഞ്ഞു നടക്കില്ല. അപ്പൊ ഇതേ കാര്യം, ഇതേ പ്രപ്പോസൽ സെയിം ഡേ ഈവനിങ് വേറൊരു ഈ ഈ പ്രപ്പോസൽ വന്ന കാര്യം അറിയുന്ന ആൾ എന്റെ അമ്മയോട് വന്ന് പറഞ്ഞു. എന്റെ അമ്മ പറഞ്ഞ കാര്യം, ജോലി വിട്ടിട്ട് ഒന്നും നടക്കില്ല. ബാംഗ്ലൂർ തന്നെ ചെയ്യണമെന്നില്ല. ഉം. നാട്ടിൽ സെറ്റിൽ ആണോ? ഉം. ഓക്കെ ഫൈൻ. ഉം. നാട്ടിൽ നല്ലൊരു ജോലി ഉം. നോക്കട്ടെ. ഉം. കാരണം അവൾ ഇത്രയും കാലം ജോലി ചെയ്തതാണ്. ഉം. ഏ ഉം. എന്നെ സംബന്ധിച്ച് എനിക്ക് ജോലി ചെയ്യാതെ പറ്റില്ല. ഉം. ഞാൻ ചിലപ്പം ഇടയ്ക്ക് പറയാറുണ്ട്, കുറച്ച് നാൾ ബ്രേക്ക് എടുക്കണം, കുറച്ച് ജോലിയൊക്കെ വിടണം. നമ്മൾ ആ പ്രഷറിനും സ്ട്രെസ്സൊക്കെ അനുഭവിക്കുമ്പോൾ നമുക്കൊന്ന് റിലാക്സ് ആവാൻ തോന്നുമ്പോൾ പറയണതാ. അതെ. പക്ഷെ ഒരു മാസത്തിൽ കൂടുതലൊക്കെ ചുമ്മാ ശമ്പളം ഇല്ലാതെ, ഒന്നുമില്ലാതെ, ഒന്നും ചെയ്യാനില്ലാതെ വീട്ടിലിരിക്കാൻ എന്നെ സംബന്ധിച്ച് പിന്നെ ഇതില് ഒട്ടും പറ്റാത്തൊരു ഇത് കാര്യമാണ്. ജോലിയുടെ അതായത് ചിലർ വിചാരിക്കും ഈ ജോലി എന്ന് പറയുന്നത് വെറും ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസിന് വേണ്ടി ഒരിക്കലും അല്ല. മാത്രമാണ്. ഒരിക്കലും ഫിനാൻഷ്യൽ അല്ല. ഇൻഡിപെൻഡൻസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് ആണ്. ഫാക്ടറാണ്. എനിക്ക് ഒരു സാധനം വാങ്ങിക്കണമെങ്കിൽ എനിക്ക് എന്റെ ഭർത്താവിന്റെ മുമ്പിൽ കൈനീട്ടി അതാണ് നിൽക്കട്ടെ. ഞാൻ നേരത്തെ പറയാൻ വന്ന പോയിന്റ്. ഇപ്പം എന്റെ ഹസ്ബൻഡ് പെട്ടെന്ന് ഒരു ദൂരയാത്ര പോയി. ഞാൻ ജോലിക്ക് പോവാത്ത ഒരാള്. എനിക്ക് വയ്യായ്ക വന്നു. ഞാൻ പുള്ളി വരുന്നത് വരെ അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലോ കടം വാങ്ങിക്കാൻ പോണോ? പകരം എനിക്കൊരു അല്ല ജോലി പുള്ളി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പുള്ളി അക്കൗണ്ടിൽ പൈസ ഇട്ട് തന്നോണ്ടിരിക്കണം. ഞാൻ പുള്ളിയാണ് എന്റെ വിളിച്ചിട്ട് ബാങ്ക്. കിട്ടുന്നില്ലെങ്കിൽ അപ്പൊ അതിന് പക്ഷേ മെസ്സേജ് തിരിച്ച് അയച്ച് പറയുന്ന ആൾക്കാരുണ്ട്. എന്തറിയോ? ആ. ഭർത്താവിന് ഒരു എടിഎം പോലെ ഉപയോഗിക്കുന്ന പെണ്ണുങ്ങളാണ് എന്ന് പറയുന്ന ആൾക്കാരെ ഞാൻ ഇന്നലെയും കൂടെ കണ്ടതാണ്. ഇതിങ്ങനെ ഒരു കോൺവെർസേഷൻ. എന്തോ ഒരു ഭാര്യയും ഭർത്താവുമായിട്ട് എന്തോ അടിയായി അപ്പൊ ഭർത്താവ് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ഞാൻ ഇത്രയും പൈസ അവൾക്ക് കൊടുക്കുന്നുണ്ട് കുട്ടികളെ നോക്കാൻ അത് ഇത്. അപ്പൊ അതിനകത്ത് ഭർത്താവിനെ വെറും ഒരു എടിഎമ്മിനെ പോലെയാണ് അവൾ ഉപയോഗിക്കുന്നത് എന്നും പറയുന്ന പക്ഷേ ആൾക്കാരുണ്ട്. അയാള് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. ഞാൻ ഇത്ര പൈസ കൊടുക്കുന്നുണ്ട് കുട്ടികളൊക്കെ നോക്കാൻ. ജോലിക്ക് നിർത്തിയ ആളാണോ ഭാര്യ? അതാണ് ശമ്പളമാണോ ഈ ശമ്പളമാണോ ഈ കൊടുക്കുന്നെ? കൊടുത്തുകൊണ്ടിരിക്കുന്നത്? അപ്പൊ ഞാൻ പറഞ്ഞതാ എനിക്ക് ജോലി ഇല്ലാതെ പറ്റില്ല. അപ്പൊ അമ്മ പിന്നെ പറഞ്ഞത് പറഞ്ഞത് വന്ന് നമ്മുടെ ഈ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഒരു വളരെ ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആണ്. പക്ഷേ അത് മാത്രമല്ല എനിക്ക് വെറുതെ ഈ വീട്ടുജോലിയെ കുറച്ച് കാണുന്നതല്ല. പക്ഷെ ഞാൻ അങ്ങനത്തെ ഒരാളല്ല. ഈ വീട്ടുജോലീനെ വലുതാക്കി ഇതാക്കി ഇപ്പൊ ചില ആൾക്കാരുണ്ട്. വീട്ടുജോലി ചെയ്യുന്ന ആൾക്കാരോട് ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ടല്ല അല്ല, ഞാനിത് അതൊരു പറയുന്നത്. കാര്യം, അതൊരു നല്ല വളരെ വലിയ വലിയൊരു കാര്യമാണ്. കാര്യം. എല്ലാവർക്കും ചെയ്യാൻ ഏറ്റവും പറ്റണമെന്നില്ല. കൂടുതൽ പൈസ അതായത് അൺപെയ്ഡ് ലേബർ ഉള്ള ഒരു എന്താണ് ജോലി കാറ്റഗറിയാണ് ആണ്. ഡൊമസ്റ്റിക് വർക്ക്. വീട്ടിലെ സത്യമാണ്. പെണ്ണുങ്ങൾ ചെയ്യുന്ന ജോലി. അതിന് അതിന് അത്
ഒരിക്കലും ഡിസ്റെസ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഡിസ്റെസ്പെക്ട് ചെയ്യൂല ഞാൻ. കാരണം എന്നെ കൊണ്ട് പറ്റില്ല. പിന്നെ ഒരു കാര്യം, ഈ ജോലിയും വീട്ടുജോലിയും, അതായത് നമ്മുടെ രണ്ടും കൂടെ കൊണ്ട് മെയിൻറ്റെയിൻ നടക്കുന്ന ചെയ്യുന്നത് വലിയൊരു എത്രയോ കാര്യമാണ്. ആൾക്കാരുണ്ട്. അത് വലിയൊരു കാര്യമാണ്. ആ. എല്ലാവർക്കും അത് പറ്റണമെന്നില്ല. പക്ഷെ അതില് ഒരുപാട് വിട്ടുവീഴ്ചകൾ നമുക്ക് വരുത്തേണ്ടി വരും. പല വരും. കാര്യങ്ങളും ചെയ്യേണ്ടി വരും. ആ. അത് മനസ്സിലാക്കി കൂടെ ജീവിക്കാൻ പറ്റുന്ന ഒരാളെ മാത്രമേ നമുക്ക് കല്യാണം കഴിച്ച് ജീവിക്കാൻ പറ്റുള്ളൂ. ചില ആൾക്കാരുണ്ട്, ഇപ്പം എനിക്കറിയുന്ന ആൾക്കാരുണ്ട്, ഇപ്പൊ രാവിലെ കുളിക്കാൻ പോകുമ്പോ ടവല് വേണം. അതുപോലും അത് കൺമുന്നിലുണ്ട്, പക്ഷെ അത് നോക്കിയെടുക്കാൻ അത് പറ്റില്ല. വിളിക്കും ഭാര്യയെ, അടുക്കളയിലുള്ള ഭാര്യനെ വിളിച്ചു പറയും, എനിക്ക് കുളിക്കണം, ടവൽ എവിടെ? ആ. അപ്പൊ പുള്ളിക്കാരി നോക്കിട്ട് ഇത് ഇവിടെ തന്നെ ഉണ്ടല്ലോ. ഞാൻ കണ്ടില്ല. കാണാത്തതല്ല, നിങ്ങൾ നോക്കണം. അല്ല പിന്നെ ശരി, ഇപ്പൊ ഞാൻ പറയട്ടെ അഗൈൻ, ഒരു റിലേഷൻഷിപ്പിന്റെ ഡൈനാമിക്സ് പലതാണ്. നമ്മള് തമ്മില് അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും. എനിക്ക് എടുത്തു കൊടുക്കാൻ ഇഷ്ടമായിരിക്കാം. അങ്ങനെയുണ്ട്. അതായത് അങ്ങനെ എനിക്ക് ആൾക്കാരുണ്ട്. സാധനങ്ങൾ എടുത്ത് ടിപ്പിക്കൽ ആ, ഇതായിട്ട് എനിക്ക് പോകുന്ന എനിക്ക് ആൾക്കാര്. എന്റെ ഭർത്താവിന് വേണ്ടിയിട്ട് എല്ലാം കൈ കൊണ്ട് കൊടുക്കുന്നത് ആ. ഇഷ്ടമാണ്. എന്നോട് ആ ഡിപ്പെൻഡൻസി ഉള്ളത് ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്. അങ്ങനെയുണ്ട് ആൾക്കാര്. ഉം. ഞാൻ പറയുന്നത് ഇതിലെല്ലാത്തിലും അൾട്ടിമേറ്റ്ലി ഇറ്റ് കംസ് ഡൗൺ ടു ചോയ്സ്. അതാണ് ഞാൻ പറഞ്ഞത്. അത് ഓരോരുത്തരുടെ വ്യക്തിപരമായ താല്പര്യങ്ങളും ഇഷ്ടങ്ങളുമാണ്. അതെ. പക്ഷെ അത് വെച്ചിട്ട് എല്ലാ സ്ത്രീകളും അതുപോലെ ആവണമെന്ന് അല്ലെങ്കിൽ പറയുന്നതാണ് ഇങ്ങനെ പ്രശ്നം. ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടാക്കി വെച്ചിട്ട്, അത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയാണ്. ചെക്ക് ഒരു ലിസ്റ്റ് സ്ത്രീ ഉണ്ട്. ഒരു സ്ത്രീ എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഒരു പെൺകുട്ടി വളർന്നു വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പല റോൾസും അവർക്ക് പ്ലേ ചെയ്യാനുണ്ട്. പക്ഷേ നിങ്ങള് ഭാര്യ എന്നുള്ളൊരു റോളും അല്ലെങ്കിൽ അമ്മ എന്നുള്ളൊരു ഇപ്പൊ നമ്മൾ ഇത്രയും നേരം ഭാര്യയുടെ മാത്രമേ സംസാരിച്ചുള്ളൂ. അമ്മയെ പറ്റിയിട്ട് സംസാരിക്കാൻ വന്നാൽ അത് അത് അമ്മ വേറെ എന്ന റോളിനെ പറ്റിയിട്ട് സംസാരിക്കാൻ വന്നു കഴിഞ്ഞാൽ അത് അഗൈൻ വേറൊരു എപ്പിസോഡിനുള്ള അത്രയും കോണ്ടന്റ് ഉണ്ട് ഉണ്ട് അതിനകത്ത്. അതില്. ഇതില് ഇവർക്ക് ഈ നാട്ടുകാര് ഇത് ഡിഫൈൻ ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഇപ്പോഴും ഇതൊക്കെ ഉണ്ടോന്ന് ചോദിച്ചാൽ, അങ്ങനെ ചോദിക്കുന്ന ആൾക്കാര് പലവരും റിയാലിറ്റിയിലല്ല ജീവിക്കുന്നത്. അവര് കണ്ടിട്ടില്ല ഇങ്ങനെ തന്നെ ആൾക്കാരെ മേ ബി. ഉം. പക്ഷേ പെണ്ണ് എന്നൊരു നിലയ്ക്ക് നമ്മൾ ജീവിക്കുമ്പം അറിഞ്ഞും അറിയാതെയും നമ്മൾ ഇതിലൂടെ കടന്നു പോകുന്നുണ്ട്. ഇപ്പൊ എന്റെ ഫാമിലി അങ്ങനെയല്ലായിരിക്കും. ഞാൻ കല്യാണം കഴിച്ച് പോയിട്ടുള്ള ഫാമിലി അങ്ങനെ. പക്ഷെ നാട്ടുകാരുണ്ട് അപ്പോഴും ഇതെല്ലാം കാണിക്കുന്നതും പറയുന്നതും ഇപ്പൊ എക്സ്പെക്ട് ചെയ്യുന്നതും ആയിട്ടുള്ള ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. പക്ഷെ ഇതൊരു കാര്യം നോക്കി കഴിഞ്ഞാൽ ഇപ്പൊ എനിക്കൊരു പെട്ടെന്ന് ഓർമ്മ വന്ന ഒരു പോയിന്റാണ്. ഇത് ജോലി എന്നുള്ളതിൽ മാത്രമല്ല, നമ്മൾ ധരിക്കുന്ന ഡ്രസ്സിൽ പോലും മറ്റുള്ളവരാണ് തീരുമാനിക്കുക. അല്ല അതാണ് വ്യക്തിത്വം എന്നുള്ളത് ഒരു പെണ്ണിനുള്ളത് ഒരു കുറ്റമായിട്ട് കാണുന്ന ഒരു ആൾക്കാരുണ്ട്, സൊസൈറ്റിയിലുണ്ട് ഇപ്പോഴും. ഒരുപാട് പേരുണ്ട് ഇപ്പോഴും. അതായത് നിങ്ങൾക്ക് എന്നിട്ടാണ് നമ്മൾ ഈ ഇക്വാലിറ്റിനെ പറ്റിയിട്ട് പിന്നെ ഇപ്പൊ വേറൊരു തമാശ ഇപ്പോഴത്തെ കാലത്ത് ഇപ്പൊ നമ്മൾ ഈ ഫെമിനിച്ചിയുടെ നേരത്തെ പറഞ്ഞല്ലോ, അത് ഫെമിനിച്ചി എന്ന് പറഞ്ഞ് കളിയാക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. ഈ സോ കോൾഡ് ഫെമിനിസ്റ്റുകൾക്ക് പോലും ഉള്ള വേറൊരു പുതിയൊരു വാക്കാണ് കുലസ്ത്രീ. ഇപ്പൊ വന്നൊരു പുതിയ ടേമാണ് കുലസ്ത്രീ. എന്താണ് എന്റെ ചോയ്സ് ആയിരിക്കും അത്. ഞാൻ അങ്ങനെ ജീവിക്കണം. എന്റെ ഭർത്താവിന്റെ ഇറ്റ് ഈസ് മൈ ചോയ്സ്. ഞാൻ അങ്ങനെ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഫെമിനിസ്റ്റ് ഫോർവേഡ് തിങ്കിങ് ആളാണെങ്കിൽ നിങ്ങൾക്ക് അപ്പോഴും ഒരു റൈറ്റ് ഇല്ല എന്റെ അടുത്ത് വന്നിട്ട് നീ ഇങ്ങനെ ജീവിക്കരുത് എന്ന് പറയാനും റൈറ്റ് ഇല്ല. മനസ്സിലായോ? ഈ പല ടേംസും ആലോചിച്ച് നോക്കി. ഇതെല്ലാം ഉപയോഗിക്കുന്നത് ഒരു തരം ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വ്യക്തിത്വത്തെ ഇൻസൾട്ട് ചെയ്യുവാണ് ചെയ്യുന്നത്. ഞാൻ ഫോർവേഡ് തിങ്കിങ് ആണെങ്കിൽ ഫെമിനിറ്റി എന്ന് വിളിച്ച് എന്റെ വ്യക്തിത്വത്തെ കളിയാക്കുന്ന ആൾക്കാരും, നേരെ തിരിച്ച് ഞാൻ വളരെ ഞാൻ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ കുറെ ശരിയും തെറ്റും ഉണ്ട്. ഞാൻ എന്റെ ഭർത്താവിന്റെ ഞാൻ ഈ ട്രഡീഷണൽ സ്ത്രീനെ പോലെ ജീവിക്കുമ്പോഴത്തേക്കും അതിനുവേണ്ടി കുലസ്ത്രീ എന്നുള്ള ഒരു അല്ലെങ്കിൽ ട്രഡീഷണൽ ഐഡിയ ഓഫ് എ വുമൺ അങ്ങനെയാണ് ഞാൻ. അതിലും കളിയാക്കാൻ ആർക്കാണ് അധികാരം അപ്പോഴും? വ്യക്തിത്വം ആണ്. ഇതൊക്കെ പലരുടെയും പല ടൈപ്പ് വ്യക്തിത്വങ്ങളാണ്. ഈ വ്യക്തിത്വത്തെ നിങ്ങൾ ആരാണ് വന്നിട്ട് ഇതാണ് ശരിയായിട്ടുള്ള വ്യക്തിത്വം, മറ്റേത് ശരിയായിട്ടുള്ള വ്യക്തിത്വം അല്ലെന്ന് പറയാൻ ആർക്കാണ് അധികാരം ഉള്ളത്? ഈ പറയുന്നവർക്ക് എന്താണ് വ്യക്തിത്വം ഉള്ളത്? അതാണ്. അവർക്ക് ഇപ്പോഴും ഒരു തീരുമാനം എടുക്കണമെങ്കിൽ ഒന്ന് മൊത്തം ആലോചിച്ച് അവരെന്ത് പറയും, ഇവരെന്ത് പറയുന്നത്, എന്നിട്ടാണ് അവർ തീരുമാനം എടുക്കുക. സ്വന്തമായിട്ടൊരു വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം ഇല്ല. എന്നിട്ട് മറ്റുള്ളവരെ കുറ്റം പറയാൻ വരും, ഇത് അവരുടെ മേലെ അടിച്ചേൽപ്പിക്കാൻ വരും. ഈ അഭിപ്രായങ്ങളും ഇത് ഇങ്ങനെ ആയിരിക്കണം നിങ്ങള്. അതെ അതെ അതെ. അതല്ലെങ്കിൽ അപ്പൊ നമ്മളെ അഭിപ്രായം ഇപ്പൊ ഒരു ആന്റി വന്ന് പറയാണ്, മോളെ ഇങ്ങനെ ആയിരിക്കണം, ഭർത്താവ് പറയുന്നത് ഭർത്താവിനെ ദൈവത്തെ പോലെ കാണണം. പണ്ട് ഉള്ളൊരു ഇതായിരുന്നു. ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ കേട്ടിട്ടുണ്ട്. രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ഭർത്താവിന്റെ കാല് തൊട്ട് വണങ്ങി. ശരി, അത് എനിക്ക് തോന്നുന്നില്ല അത് അങ്ങനെയാണെന്ന്. മനസ്സിൽ ദുഷിച്ചും കൊണ്ടും ചെയ്യാം. അല്ല ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, എന്റെ ഒരു ഭാഗം അതിൽ പറയാനുള്ളതെന്ന് പറഞ്ഞാല് അഗൈൻ
ഭർത്താവിന്റെ കാല് തൊട്ട് വണങ്ങുന്നതുകൊണ്ട് അവരെ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നുണ്ടെന്നുള്ളതല്ല അതിന്റെ അർത്ഥം. അത് വെറും ഷോ ആവാനും സാധ്യതയുണ്ട്. പക്ഷേ അതാണ് ഞാൻ പറഞ്ഞത്. അതൊരു മനസ്സിൽ ദുഷ്പ ഇൻഡിവിജ്വൽ വെച്ചുകൊണ്ടും അത് അത് പക്ഷെ ഒരു ചെയ്യാ. ഇൻഡിവിജ്വലിന്റെ ചോയ്സ് ആണ്. അറ്റ് ആ ദി എൻഡ് ഓഫ് ദി ഡേ അങ്ങനെ ചെയ്യണം എന്ന് പക്ഷെ അത് വിചാരിക്കുന്നുണ്ടെങ്കിൽ പഠിപ്പിച്ചു വിടുന്ന അല്ലെങ്കിൽ ഫാമിലി ഉണ്ട്. അതാണ് ശരി എന്ന് പറയുന്നതിലാണ് തെറ്റ്. അത് അങ്ങനെയാണ്, അതാണ് വേണ്ടത്. അപ്പോഴാണ് നല്ലൊരു ഭാര്യ, അല്ലെങ്കിൽ വളർത്തു ദോഷം എന്ന് പറഞ്ഞ് പഠിപ്പിച്ച് കല്യാണം കഴിച്ച് വിടുന്ന ഫാമിലീസും ഉണ്ട്. ഒബ്വിയസ്ലി ഇതൊരു എക്സാജറേഷൻ ആണ്. പക്ഷെ ഇതന്നെ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുക. ആണുങ്ങളെ എക്സ്പെക്ട് ചെയ്യരുത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്. നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്ന എന്താ പറയാ ആൾക്കാരും ഉണ്ട്. അപ്പൊ ആ പറയുന്നതിലാണ് നമുക്ക് കൂടുതലും എന്താ പറയാ ചോദിക്കേണ്ടി വരുന്നത്, ഇതൊക്കെ പറയാൻ നീ ആരാ എന്ന്. കറക്റ്റ്. ഓക്കെ. അപ്പൊ ഇത്രയും നേരം നമ്മൾ സംസാരിച്ച ഈ കാര്യങ്ങളെല്ലാം ഇത് നമ്മൾ പറഞ്ഞു വന്ന വിഷയത്തിനോട് നമുക്ക് തിരിച്ചു പോകാം. അതായത് വ്യക്തിത്വം എന്നത് ഒരു സ്ത്രീക്ക് അല്ലെ ഒരു പെൺകുട്ടിക്ക് അതൊരു ശാപമാണോ? എന്താണ് റിനുവിന് തോന്നുന്നത്? എന്റെ അഭിപ്രായത്തില് ഇപ്പൊ സ്വന്തമായിട്ടൊരു അഭിപ്രായമുള്ള ഒരാൾ എന്ന നിലയ്ക്ക് എനിക്ക് അതൊരിക്കലും ശാപമല്ല. കാരണം ഞാൻ മറ്റുള്ളവർ എന്ത് പറയുന്നു എന്ന് നോക്കി ജീവിക്കുന്നില്ല. പക്ഷെ ഇത് ശാപമായിട്ട് അടിച്ചേൽപ്പിക്കുന്ന ഒരു കൂട്ടം സമൂഹത്തിന്റെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ. അതായത് ഇത് അതാണ്. കാരണം കൊണ്ട് ഒരുപാട് പണി പണി കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട്. നമുക്ക്. ഒരുപാട് പണി കിട്ടുന്നുണ്ട്. ഇപ്പം ഇപ്പം ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാല് അവിടെ മെയിൻ സെന്റർ ഓഫ് അട്രാക്ഷൻ ഞാനാണെങ്കിൽ പറയുന്നത്, "റീനുവിന് കല്യാണം ഒന്നും നോക്കുന്നില്ലേ?" ഉം. ഇല്ല, അവൾക്ക് എന്താ ഇപ്പൊ വേണ്ട. കല്യാണങ്ങളൊന്നും വരുന്നില്ലേ? വരുന്നില്ലേ? ഇല്ല, അവൾക്ക് ഇപ്പൊ വേണ്ടെന്ന്. അതെന്താ? അവൾ അങ്ങനെയൊക്കെ പറയും. നിങ്ങളെ അച്ഛനും അമ്മയാണെന്നോ? അല്ല അതിനെക്കാട്ടിലും വേറെ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഇത്രയും പ്രായമായി കഴിഞ്ഞാൽ പിന്നെ കല്യാണമൊക്കെ കിട്ടാനും പാടാണ്. ആ, അത് കഴിഞ്ഞ് രണ്ടാമത് വരുന്ന കുട്ടികൾ ഉണ്ടാവാൻ ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ടാണ്. പിന്നെ അത് എപ്പോഴും പറയുന്ന കേൾക്കുന്ന ഒരു അത് കാര്യമാണ്. ഞാൻ അതായത് കല്യാണം കിട്ടും ചിലപ്പോ അത് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ മാത്രമല്ല, ഓൾ ഓവർ ദ വേൾഡ് അതൊരു ഇതായിട്ട് പറയുന്ന ആൾക്കാരെ നമുക്കറിയാം. അതായത് നിങ്ങളുടെ ബയോളജിക്കൽ ക്ലോക്ക് ടിക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ്. അതുകൊണ്ട് നിങ്ങൾ എത്രയും യങ്ങർ ആയിട്ട് ഇരിക്കുമ്പോൾ നിങ്ങൾ കുട്ടികളെ അതുകൊണ്ടാണ് നേരത്തെ കല്യാണം കഴിപ്പിച്ച് കുട്ടികളാവുന്നത്. അപ്പൊ നിങ്ങൾക്ക് പ്രായമാകുമ്പോഴും കുഴപ്പമില്ല, ഇവര് നോക്കാൻ നിങ്ങളെ നോക്കും എന്നുള്ളത്. നിങ്ങൾക്ക് അവരെ നോക്കാനും നോക്കാനുള്ള ഒരു പക്ഷെ എ- ഞാൻ പറയട്ടെ അതിന്റെ പോസിറ്റീവ്സും നെഗറ്റീവ്സും ഉണ്ട്. ഉണ്ട്. ഇപ്പൊ എനിക്കറിയാം ബിട്ടു ജനിച്ചപ്പം ഉള്ള 2 or 3 വർഷത്തിന്റെ വ്യത്യാസം കൊണ്ട് ഇപ്പൊ മാളുവിനെ വരുമ്പോഴത്തേക്കും നമുക്ക് വ്യത്യാസങ്ങളുണ്ട്. നമുക്ക് എനർജി ലെവലിൽ വ്യത്യാസം ഉണ്ടെന്നുള്ളത് സത്യമാണ്. പക്ഷേ ഇപ്പൊ ഞാൻ ഇഫ് ഐ എം നോട്ട് മെച്യൂർ എനഫ് ടു ബിക്കം എ പേരന്റ്, എന്താണ് അതിൽ 40 വയസ്സിൽ കാര്യം? കിട്ടിയിട്ടും കാര്യം എന്താ? എന്താണ് അല്ല ഒരു കുട്ടിയെ ജനിപ്പിക്കുക എന്നുള്ളതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനകത്ത് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അത് നിങ്ങളുടെ ജീവിതം പോലും ഇപ്പൊ ഇഫ് യുവർ ലൈഫ് ഇസ് എ കംപ്ലീറ്റ് മെസ്, അതിനകത്ത് അത് വേറൊരു കാര്യമല്ലേ. നിങ്ങൾ തമ്മിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ എപ്പോഴും പ്രശ്നമാണോ? ഒരു കുട്ടി ഉണ്ടാക്കിയാൽ മതി, അതിന്റെ ഇടയിലത്തെ പ്രശ്നങ്ങൾ അങ്ങോട്ട് തീരും. എത്ര പ്രാവശ്യം കേട്ടിട്ടുണ്ടാവും ഇത്? ഒരു കുട്ടി വന്നു കഴിയുമ്പോ ഈ പ്രശ്നങ്ങളെല്ലാം തീരും. അപ്പൊ കുട്ടിക്ക് വേണ്ടി കുട്ടി ഇല്ലാതാണോ പ്രശ്നം? അല്ല അത് മാത്രമല്ല, ആ കുട്ടി എന്തൊരു സിറ്റുവേഷനിലോട്ടാണ് ഈ ജീവിക്കാൻ വരുന്നത്? ഭാര്യയ്ക്കും ഭർത്താവിനും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ ജീവിക്കാൻ ഒരു പറ്റുന്നില്ല. മ്യൂച്വൽ പിന്നെ അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാത്തതും കുട്ടിയും തമ്മിൽ എന്താണ് ബന്ധം? പിന്നെ കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ അതൊരു ബാധ്യതയാണ്. അതാണ് പലവരുടെയും ഇത്, മനസ്സിലായോ? കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ ഈ റിലേഷൻഷിപ്പ് പിരിയുന്ന കാര്യം അധികം പറയില്ല. കാരണം കുട്ടിക്ക് വേണ്ടി അങ്ങ് അഡ്ജസ്റ്റ് ജീവിക്കും. ഇപ്പൊ കുട്ടിയൊക്കെ ആയില്ല, ഇനിയാണോ ഡിവോഴ്സിനെ പറ്റിയിട്ട് സംസാരിക്കുന്നേ? മനസ്സിലായി. കുട്ടികൾ ഇല്ലാത്ത ഒരാൾക്ക് ഡിവോഴ്സ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. കുട്ടികളുള്ള ഒരാൾക്ക് അവർക്ക് പേഴ്സണലി തന്നെ ഡിവോഴ്സിനും എളുപ്പമാണെങ്കിലും അപ്പോഴും പറയുന്നത് ഒരു കുട്ടിയൊക്കെ ആയി കഴിയുമ്പോൾ ശരിയായിക്കോളും. അതാണ് ആദ്യത്തെ കുട്ടി ആയി കഴിഞ്ഞാൽ ഒന്നാമത് അത് കംപ്ലീറ്റ്ലി മെസ്ഡ് അപ്പ് ആണ്. കുട്ടികളെ നിങ്ങൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലോട്ട് ഒരു കുട്ടിയെ ജനിപ്പിക്കുക, അപ്പം റെസ്പോൺസിബിലിറ്റി കൂടുകയാണ്. അപ്പം ഉണ്ടാവുന്ന ഇപ്പൊ ഉള്ള ചെറിയ ചെറിയ സഹായങ്ങൾ സപ്പോർട്ട് പോലും അപ്പൊ അത് കൂടേണ്ടി ഫ്രസ്ട്രേഷൻസും കൂടും. സപ്പോർട്ട് ആവശ്യം. ഇപ്പോഴുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ തന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അപ്പോൾ വലിയ വലിയ കാര്യങ്ങൾ എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും? അല്ല മേ ബി പറ്റുമായിരിക്കും. അല്ലെങ്കിൽ എത്രയോ ആണുങ്ങളെ എനിക്കറിയാം ആസ് എ ഹസ്ബൻഡ് ദേ മൈറ്റ് ബി ഫെയിലിയേഴ്സ്, ബട്ട് ആസ് എ ഫാദർ ദേ ആർ വെരി ഗുഡ്. അങ്ങനത്തെ ആണുങ്ങളുണ്ട്. അല്ലെങ്കിൽ ഒരു ഭർത്താവ് എന്ന നിലയ്ക്ക് ഫെയിലിയർ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് അവര് രണ്ടുപേരും തമ്മിൽ കമ്പാറ്റബിൾ അല്ലാത്തത് കൊണ്ട് മാത്രം. ഈ കമ്പാറ്റബിലിറ്റി ഇഷ്യൂസ് ആണ്. അല്ലാണ്ട് അത് അയാളെ ഒന്നിനും കൊള്ളാത്തത് കൊണ്ടായിരിക്കില്ല ഇവര് തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ചിലപ്പോൾ അവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റും. അതൊരു കൂട്ടുകാരുടെ ഇടയിലാണെങ്കിൽ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ആ കൂട്ടുകെട്ട് അത്രയും കൂടുതൽ കാലം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അതേപോലെ തന്നെയാണല്ലോ കല്യാണത്തിന്റെ കാര്യത്തിലും. രണ്ടുപേരും ഒരു
റൂഫിന്റെ അടിയിൽ താമസിക്കുമ്പം നിങ്ങൾക്കത് മുന്നോട്ട് കൊണ്ടുപോവാൻ ഭയങ്കര ഡിഫിക്കൾട്ട് ആയിട്ടാണ് തോന്നുന്നുണ്ടെങ്കിൽ അത് ഡിഫിക്കൾട്ട് ആണ്. ആരുടെ അതിനർത്ഥം അതാണ്. പേരിലാണ് ആ തെറ്റ്, കുറ്റം ആരും പെർഫെക്റ്റ് അല്ല. അല്ല. ആണിന്റെയും പെണ്ണിന്റെയും മേത്ത് തെറ്റുണ്ടാവാം, ഉണ്ട്. പ്രശ്നം. പക്ഷേ ഈ ഇതിന്റെ ഇതിന്റെ പ്രശ്നം വരുന്നത് എപ്പോഴാണെന്ന് പറഞ്ഞാൽ, ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പിരിയണം എന്നുള്ളൊരു അവസ്ഥ വരുമ്പോ അവക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതാണ് ഞാൻ പെണ്ണിനാണ് എപ്പോഴും പെണ്ണിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവളുടെ ഭാഗത്ത് കുഴപ്പം കൊണ്ടാണോ? ചിലപ്പോ എനിക്കും എന്റെ ഭർത്താവിനും അങ്ങോട്ടും ഇങ്ങോട്ടും അതിനെ പറ്റിയിട്ട് ആരോടും പറയേണ്ട കാര്യമില്ലായിരിക്കും. ഞങ്ങൾ തമ്മിൽ ഒന്നും നിങ്ങൾ പറയേണ്ട സംസാരിക്കുന്നില്ലായിരിക്കും. ആവശ്യമില്ല. ഞങ്ങൾ ചൂഴ്ന്ന് നോക്കിക്കോളാം. ആ, അതാണ് അതാണ് നാട്ടുകാരുടെ അതിൽ ഒരിത്. കണ്ടുപിടിച്ച് വരുന്നത് ഈ ഭർത്താവിന്റെ അല്ലെങ്കിൽ ഈ ഭാര്യയുടെ പുറത്താണ് തെറ്റ് എന്നുള്ളതാണ് കണ്ടുപിടിച്ച് വരുന്നത് മിക്ക സമയത്ത്. ഇൻ മോസ്റ്റ് സിറ്റുവേഷൻസ്. ഇപ്പൊ ഞാൻ പറയട്ടെ, ഈ ഈ നമ്മൾ നേരത്തെ പറഞ്ഞു വന്ന കാര്യം കുഞ്ഞുങ്ങളുടെ കാര്യം. അതായത് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുമ്പോൾ ആ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ആ ഒരു ഇതും കൂടെ ഏറ്റെടുക്കാൻ നിങ്ങൾ മെന്റലി നിങ്ങൾ പ്രിപ്പയർഡ് ആയിരിക്കില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ മെച്ചൂരിറ്റി ലെവൽ അത്രയൊക്കെ ഉണ്ടാവില്ല. ഐ എം നോട്ട് റെഡി ഫോർ എ ചൈൽഡ് എന്നുള്ളൊരു അവസ്ഥ വരും. അത് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ അപ്പോഴും നമ്മൾ കേൾക്കുന്നത് നമ്മൾ റെസ്പോൺസിബിൾ ആയിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ പോലും നമ്മൾ കേൾക്കുന്നത് എന്താണ്? ഓ, അവൾക്ക് കുട്ടികളൊന്നും വേണ്ടത്രേ. അത് എന്തൊരു സ്ത്രീയാണിത്. ഒരു അമ്മ ആവണ്ട എന്ന് തീരുമാനിക്കുന്ന ഒരു സ്ത്രീക്ക് സ്ത്രീ എന്നുള്ളൊരു സ്ഥാനം പോലും കൊടുക്കുന്നില്ല നാട്ടുകാര്. പക്ഷെ അതെന്താന്ന് വെച്ചാല് ഇതിനും പറയുന്നത് സ്ത്രീകൾ തന്നെയാണ് സ്ത്രീകളെ കുറ്റം പറയുന്നത് പിന്നെ കാര്യത്തിലും. തീർച്ചയായിട്ടും പുരുഷന്മാരല്ല. സ്ത്രീകള് പറയുന്ന അത്രയും പുരുഷന്മാര് പറയുന്നില്ല. പറയുന്നില്ല. അതാണ് ഒരു നമ്മൾ പറയാം, ഒരു പെണ്ണിന് ശാപം പെണ്ണ് തന്നെയാണ് പിന്നെ എപ്പോഴും. അത് ഇനി അങ്ങോട്ട് മാറുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇന്ന് ഈ ഒരു മൊമെന്റ് വരെ അത് അങ്ങനെ തന്നെയാണ്. തീർച്ചയായിട്ടും. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സ്ത്രീകൾ കുറ്റം നമ്മുടെക്കാളും ഒരു ജനറേഷൻ ബാക്കിലുള്ളവര് അങ്ങനെ അവരാണ് ഈ കുറ്റങ്ങൾ കൂടുതലും പറയണത്. അപ്പം അവർക്ക് നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇതുണ്ട്. ഞാൻ ജനിച്ചു, കല്യാണം കഴിഞ്ഞു, കുട്ടികൾ ഉണ്ടാക്കുക, അവരുടെ കാര്യങ്ങൾ നോക്കുക, ഭർത്താവിന്റെ കാര്യം നോക്കുക. അതാണ് എന്റെ ലൈഫ്. അതാണ് ഒരു ലൈഫ്. അതിനപ്പുറം അവർക്ക് വേറൊരു ലോകവും ഇല്ല. അത് അവരുടെ ലോകം. അതിന് അതാണ് തെറ്റുമില്ല അതില്. തെറ്റില്ല. അത് അവരുടെ ഇഷ്ടമാണ്. അതെ. ഇപ്പൊ നമ്മൾക്ക് അത് അങ്ങനെ As അല്ല long എന്നുള്ള as അത് അവരുടെ ഇഷ്ടമാണെങ്കിൽ നല്ല നമുക്ക് കാര്യം തന്നെ. അങ്ങനെ ഇല്ല. തന്നെ ചെയ്യണം അത്. പക്ഷേ അവര് ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാനൊരു സ്ത്രീയാണ്. ഞാൻ കുട്ടികളെ പ്രസവിച്ചു. 1, 2, 3 കുട്ടികളെ പ്രസവിച്ചു. എന്റെ ഹെൽത്ത് ഇങ്ങനെയാണ്. അവർ മെന്റലി ഓക്കെ ആണ്. അല്ലെങ്കിൽ അത് ആ ഒരു ലൈഫിന്റെ ഫ്ലോക്ക് അനുസരിച്ച് കുട്ടികൾ അങ്ങനെ ആവുന്നു. പക്ഷെ ഈ പറയുന്നവർ ആലോചിക്കണം, ഒരു പെണ്ണ് അതിന് ഫിസിക്കലി മെന്റലി അതിന് റെഡി ആയില്ലെങ്കിൽ അത് റെഡി ആയില്ല എന്ന് തന്നെയാണ് അർത്ഥം. അവിടെ ഒരു ഈവൻ ഹസ്ബൻഡിന് പോലും ഫോഴ്സ് ചെയ്യേണ്ട റൈറ്റ്സ് ഇല്ല. ഇല്ല, ഒബ്വിയസ്ലി ഇല്ല. കാരണം ഇല്ല. എക്സാക്ട്ലി അതാണ് നിങ്ങളുടെ ബോഡിയിൽ കാരണം അതിന് നമ്മളാണ് ഹോർമോൺ ചേഞ്ചസ്, മൂഡ് സ്വിങ്സ്, പിന്നെ ബാക്കിയുള്ള ഹെൽത്ത് ഇതില് ഇഷ്യൂസ്. തമാശ ഇപ്പം നമ്മൾ ഓൺലൈൻ ഒക്കെ കാണുന്നത്, അതായത് ഇപ്പൊ നയൻതാര ഫോർ ഇൻസ്റ്റൻസ്, അവര് എന്താണ് സറഗസി ആണല്ലോ അവര് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിന് അവരെ പറ്റി പറയുന്നത് എന്താ അറിയോ? അവർക്ക് അവരുടെ ഫിഗർ ആണ് മുഖ്യം. എന്ന് വെച്ചാൽ നിങ്ങളൊരു അമ്മ ആവാന്നുള്ളത് നിങ്ങളുടെ ശരീരത്തിലൂടെ തന്നെ നിങ്ങൾ പ്രഗ്നന്റ് ആയി നിങ്ങൾ ഒരു കുട്ടിയെ ജനിപ്പിച്ചാലേ നിങ്ങൾ അമ്മയാവുന്നുള്ളൂ. അതാണ് ഈ ഐഡിയ. ഞാൻ എത്ര കമന്റ്സ് അതുപോലെ തന്നെയാണ് വേറൊരു കാര്യം. സിസേറിയൻ ആണെങ്കിൽ നിങ്ങളൊന്നും അനുഭവിച്ചിട്ടില്ല. നിങ്ങളൊന്നും അനുഭവിച്ചിട്ട് സിസേറിയൻ ആണ് എനിക്കറിയാം. പ്രസവിച്ചാൽ മാത്രമേ അമ്മയാവുള്ളൂ. ആ പെയിൻ അറിഞ്ഞാലേ ആ സ്ത്രീ ആവുള്ളൂ. അപ്പോഴേ അമ്മയും കുഞ്ഞും തമ്മിലുള്ള ഒരു ആത്മബന്ധം ഉണ്ടാവുള്ളൂ. സിസേറിയൻ ആണെങ്കിൽ അമ്മ. ഇങ്ങനത്തെ കൊറേ അന്ധവിശ്വാസങ്ങളുണ്ട്. ഇതൊക്കെ വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ വരെ ഉണ്ട്. കാര്യമാണ്. അപ്പൊ ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം ശരിയാണ്. ഒരു നോർമൽ ഡെലിവറിക്ക് നമ്മൾ പറയല്ലേ ഒരു എല്ലുന്നുറങ്ങുന്ന വേദനയോട് സഹിച്ചു. സിസേറിയൻ എന്താ നമ്മുടെ ശരീരം തന്നെയല്ലേ കീറി മുറിക്കുന്നേ? മാംസം തന്നെയല്ലേ മുറിക്കുന്നത്? ആവശ്യമുള്ള സിസേറിയൻ ആണ്. കാരണം എന്താന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിന് അനങ്ങാൻ പറ്റുന്നില്ല. ഞാൻ ഇതല്ലെങ്കിൽ പോലും എന്റെ വയറിനൊരു സർജറി കഴിഞ്ഞ ഒരാളാണ് മുൻപ്. ഞാൻ സർജറി കഴിഞ്ഞിട്ട് സ്റ്റിച്ച് ഒന്ന് വലിഞ്ഞ സമയത്ത് ഞാൻ അനുഭവിച്ചൊരു പെയിൻ ഉണ്ട്. എന്താ ചെയ്യണം എന്നറിയാൻ പറ്റാതെ നമ്മൾക്കൊന്നും ചുമക്കാൻ പോലും പറ്റില്ല. ആ സമയത്തുള്ള ആ ഒരു അത് കറക്റ്റ് ആയിട്ട് ഇങ്ങനെയുള്ള സമയത്ത് ചുമയും വരും. അത് വേറൊരു കാര്യമാണ്. അതാ അത്രയും ദിവസം ഒരു ചുമയും ഒന്നും ഇല്ലാതിരുന്ന ഞാൻ സർജറി കഴിഞ്ഞ് ICUന്ന് വന്ന് റൂമിൽ കിടന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ചുമ അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. ഇത് എനിക്ക് അവിടെ തൊടാൻ പറ്റില്ല, പിടിക്കാൻ പറ്റില്ല. കരഞ്ഞു പോയിട്ടുണ്ട്. എന്താ ചെയ്യാൻ പറ്റും? കാരണം നമ്മളത് ഒരാളോട് പറഞ്ഞ് അയാൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഓക്കെ.
ഇത് അമ്മയെ നോക്കി ഞാനിങ്ങനെ കരയുവാണ്. അമ്മയ്ക്കും ടെൻഷനായി, അച്ഛനും ടെൻഷനായി. അപ്പൊ ആ അനുഭവിക്കുന്ന പെയിൻ ഉണ്ടല്ലോ, അവര് പറയുന്നത് എന്താ വെച്ചാല്, സിസേറിയൻ അല്ലേ എന്ത് വേദന അനുഭവിച്ചുന്നാ. ഉം. അല്ല അതാണ് സർജറി കഴിയുമ്പോ ഉള്ള ഒരു വേദന വേറൊരു വേദന തന്നെയാണ്. അത് രണ്ടും രണ്ടാണ്. പിന്നെ നിങ്ങൾ ഈ ഡെലിവറിയുടെ പെയിൻ അനുഭവിച്ചാൽ മാത്രമേ ഒരു അമ്മയാകൂ. എന്നുവെച്ചാൽ ബേസിക്കലി ഓരോ ഈ പറഞ്ഞ സ്ഥാനമാനങ്ങൾക്കും നിങ്ങൾ അനുഭവിക്കണം. ഭാര്യ ഒന്നും ആണെങ്കിലും എളുപ്പത്തിൽ കിട്ടില്ല. ഒന്നും എളുപ്പത്തിലൊന്നുമില്ല. കിട്ടില്ല. അപ്പം അതെന്താണെങ്കിലും. അത് ഈ പെർസീവ്ഡ് എളുപ്പം. അതായത് സിസേറിയൻ എന്ന് പറഞ്ഞാൽ കീറി മുറിച്ച് അവരെടുത്തു. നിങ്ങൾ ഉം. വേദന അനുഭവിക്കും. നമ്മൾ അനുഭവിക്കുന്ന വേദന വേറൊരു ടൈപ്പ് ആ വേദനയാണ്. ആണെന്നേ ഉള്ളൂ. ഒരു സർജറി But കഴിയുന്നതിന്റെ still അതൊരു വേദനയാണ്. പെയിൻ അത് തന്നെയാണ്. പെയിൻ തന്നെയാണ്. അതിന് നിങ്ങൾക്ക് സർജിക്കൽ ഇതായതുകൊണ്ട് നിങ്ങൾക്ക് റെസ്റ്റ് വേണം. എത്രയോ മാസങ്ങൾക്ക് അത് ശേഷം കഴിഞ്ഞു വരുന്ന പ്രശ്നങ്ങളുണ്ട്. ആ ഈ സർജറി സിസേറിയൻ കഴിഞ്ഞവർക്കൊക്കെ നടുവേദന ബോണസാണ്. അതെ. അല്ല അത് ഞാൻ പറഞ്ഞില്ലേ, എന്റെ സിസേറിയൻ കഴിഞ്ഞാൽ എനിക്ക് ദൈവം സഹായിച്ചിട്ട് ഇതുവരെ അങ്ങനത്തെ ഒരുപാട് പ്രശ്നം. പക്ഷെ എന്റെ പ്രശ്നങ്ങൾ വേറെയാണ്. വേറെ ആ ഇതില്ലെങ്കിൽ വേറൊരു വേറൊരു പ്രശ്നമുണ്ട്. അതെ. അപ്പൊ ഈ ഈ ഞാൻ പറഞ്ഞത് ഞാൻ ഈ ഡെലിവറിയുടെ പെയിൻ അനുഭവിച്ചാൽ മാത്രമേ ഒരു അമ്മയാവൂ. അപ്പൊ എന്റെ ഈ 2 കുട്ടികളെ എന്നെ അമ്മാന്ന് വിളിക്കുന്നത് വെറുതെയാണോ? വേറെ എന്തെങ്കിലും വിളിക്കണോ എന്നെ? അതാണ് പലരും പറയുന്നത്. എന്നാ മാത്രമേ അമ്മയാവൂ. എന്നാ മാത്രമേ സ്ത്രീ പൂർണ്ണയാവൂ ആവുള്ളൂ. കംപ്ലീറ്റ് കംപ്ലീറ്റ് ആവുള്ളൂ. ആവുള്ളൂ അതാണ് എന്നാണ്. ഈ ബേസിക്കലി നിങ്ങൾ വേദന അനുഭവിച്ചാലേ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഐഡന്റിറ്റിക്ക് ഒരു എന്താ ഒരു അപ്പൊ ഒരു ഞാനൊരു ഒരു കാര്യം ചോദിച്ചോട്ടെ? മാർട്ടിയർഷിപ്പാണ്. ഈ മാർട്ടിയർഡമാണ്. അതായത് പെണ്ണുങ്ങളെ എല്ലാം എന്നാ അനുഭവിക്കണം. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? അപ്പൊ അച്ഛൻ എങ്ങനെയാണ് കംപ്ലീറ്റ് ആവുന്നത്? ജസ്റ്റ് ഒരു സ്പേം ഡൊണേറ്റ് ചെയ്താൽ എല്ലാം കഴിഞ്ഞോ? കഴിഞ്ഞിട്ടുണ്ടാവും. അതായിരിക്കും അതാണോ? ഉദ്ദേശിക്കുന്നത്. എങ്ങനെയാണെങ്കിൽ കൺസീവ് ചെയ്യുന്ന അല്ല അപ്പൊ നമ്മള് എന്തൊക്കെ പറയുന്നുണ്ടല്ലോ. സഹിക്കുന്നുണ്ട്. പറയുന്നുണ്ടല്ലോ. അതായത് ഒരു അച്ഛനാവുന്നത് എപ്പോഴാണെന്ന് പറഞ്ഞാല് മോനെ നോക്കി വളർത്തുന്നു. ഇത് അച്ഛൻ മാത്രമാണോ ഈ നോക്കി വളർത്തുന്ന കുട്ടികളെ? എത്ര അച്ഛന്മാര് അച്ഛനും ഇപ്പൊ ഞാനിവിടെ കാണുന്നുണ്ട് ചേട്ടൻ മക്കളെ എങ്ങനെയാ നോക്കുന്നതെന്ന്. ഇപ്പൊ അവര് സ്കൂളിൽ നിന്ന് വന്നു. നമ്മള് ഇവിടെ ചെയ്യുമ്പോ അവരിങ്ങോട്ട് എൻറർ ചെയ്യുന്നില്ല. കാരണം അവിടെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അമ്മ ചെയ്യുവാണ്, അല്ലെങ്കിൽ ചേച്ചി ചെയ്യുവാണ് എന്ന് പറഞ്ഞിട്ട്. ബാക്കിയുള്ള കാര്യങ്ങൾ അവർ സ്കൂളിൽ നിന്ന് വന്നു, അവർക്ക് ഫുഡ്, ഡ്രസ് ചേഞ്ച് എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. എത്ര പേര് ചെയ്യുന്നുണ്ട് ഇങ്ങനെ? ഇപ്പൊ എന്റെ അനുഭവം അല്ല അത് പറയുവാണെങ്കില് മാത്രല്ല. അത് ചെയ്താൽ മാത്രമേ അത് ചെയ്യുന്നത് കൊണ്ട് ഒരാൾ ഒരു അച്ഛൻ അല്ല അല്ലെങ്കിൽ അതുകൊണ്ട് അതായത് ഇപ്പൊ ഈ പറഞ്ഞില്ല അവർക്ക് അനുഭവിക്കുക എന്നുള്ളതല്ല. ഈ പെയിൻ അനുഭവിക്കേണ്ട കാര്യമില്ല. അത് ആണുങ്ങളുടെ പ്രിവിലേജ് ആണ്. അവർക്ക് പെയിൻ അനുഭവിക്കേണ്ട. അവർക്ക് അവരുടെ റെസ്പോൺസിബിലിറ്റീസ് നമ്മൾ നേരത്തെ സംസാരിച്ചല്ലോ. വാട്ട് ഈസ് എ റെസ്പോൺസിബിലിറ്റി? ഒരു ആണിന്റെ റെസ്പോൺസിബിലിറ്റി ഒരു പെണ്ണിന്റെ റെസ്പോൺസിബിലിറ്റിയുടെയും എക്സ്റ്റെൻഡ് തന്നെ ഭയങ്കര ഡിഫറന്റ് ആണ്. എനിക്കറിയുന്ന വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ. ഇപ്പൊ ചേട്ടനെ ഞാൻ കണ്ടു. ഇപ്പൊ ചേച്ചി ഹസ്ബൻഡ് എല്ലാം ചെയ്യുന്നുണ്ട്. അതുപോലെ എന്റെ വീട്ടില് എന്റെ അച്ഛൻ ഇപ്പം ഒരാളും പെർഫെക്റ്റ് അല്ല. ഇപ്പൊ ഞാനോ ചേച്ചിയോ എന്റെ അച്ഛനോ അമ്മയോ ചേട്ടനോ ആരും പെർഫെക്റ്റ് അല്ല. പക്ഷെ അവര് വേറെ ചില കാര്യങ്ങളില് അവരുടെ ബെസ്റ്റ് ആയിരിക്കും. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഞാൻ പറയും മൈ ഫാദർ ഈസ് ദ ബെസ്റ്റ്. ഉം. കാരണം എന്റെ അമ്മയ്ക്കൊന്നും വയ്യാന്ന് പറയുമ്പോ അച്ഛൻ പറയുന്ന കാര്യം, നീ കിടന്നോ, ഒന്നും ചിന്തിക്കണ്ട, ഞാൻ ചെയ്തോളാം എല്ലാം. അച്ഛന് അറിയാം, കുക്കിംഗ് അറിയാം. അച്ഛൻ വീട് ക്ലീൻ ചെയ്യും, എല്ലാം ചെയ്യും. ഭയങ്കര സപ്പോർട്ടീവ് പക്ഷെ ആണ്. ഇതില് വേറൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ. അതായത് ഉം, ഇതൊക്കെ ചെയ്യുന്ന ആണുങ്ങള് ഉം. ഓക്കെ. ഇപ്പൊ എന്റെ അച്ഛനും ചെയ്യും. അച്ഛനെല്ലാം ചെയ്യും. അച്ഛന് കുക്ക് ചെയ്യാൻ അറിയാം, വീട് വൃത്തിയാക്കാൻ അറിയാം. പിള്ളേരെ ഏറ്റവും നന്നായിട്ട് നോക്കുന്നത് നന്നായിട്ട് അച്ഛനാണ്. നോക്കും. എന്റെ കാര്യങ്ങൾ ഇപ്പോഴും അച്ഛൻ ചെയ്തു തരാന്ന് പറഞ്ഞാൽ എനിക്കൊരു വയ്യാന്ന് പറയുമ്പോ അച്ഛൻ ഫുഡ് വാരി തരാൻ ഇപ്പോഴും ആ. റെഡിയാണ്. ഈ എന്റെ 34ാമത്തെ വയസ്സിൽ. പക്ഷെ ഇത് അച്ഛന്മാര് ചെയ്യുമ്പോ അത് ഭയങ്കര ക്രെഡിറ്റ് ആണ്. അമ്മമാര് ഇതേ കാര്യങ്ങൾ എല്ലാ ദിവസവും ചെയ്യുന്നുണ്ട്. ആ മനസ്സിലായോ? നമ്മള് തമ്മിൽ സംസാരിക്കുമ്പോ പോലും നമ്മുടെ അച്ഛൻ ഇത് ചെയ്യുന്നു ഉം, ഉം. എന്നുള്ളത് അല്ലെങ്കിൽ പക്ഷെ എന്റെ ഭർത്താവ് ഇത് ചെയ്യുന്നു എന്നുള്ളത് വളരെ വലിയൊരു ആ, കാര്യമായിട്ടാണ് നമ്മൾ പക്ഷെ എന്റെ കാണുന്നത്. പോയിന്റ് എന്ന് പറയുന്നത് എത്ര ആൾക്കാർ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മൾ പറയണു പിന്നെ ഒരു പക്ഷെ സ്ത്രീ കംപ്ലീറ്റ് അതിന്റെ ഒരു ആവണമെങ്കിൽ പ്രശ്നം തുടങ്ങുന്നതും അവിടുന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഇതൊക്കെ ചെയ്യുന്നത് വളരെ വലിയൊരു കാര്യം അല്ല. അത് വളരെ നോർമൽ നോർമലാണ്. ആയിട്ടുള്ള അത് ഒരു എപ്പോഴാ കാര്യമാണ്. കാര്യമാവണമെന്ന് അറിയോ? ഇപ്പൊ ഒരു 100 പുരുഷന്മാരെ എടുത്ത 2 പേര് ചെയ്യുമ്പോ അത് വലിയ കാര്യമാണ്. കാരണം അതുകൊണ്ടാണ് അതുകൊണ്ടാണ് അത് അത് അങ്ങനെ അതാണ്. ആവുന്നത്. അതുകൊണ്ടാണ് അത് അങ്ങനെ അങ്ങനെ ആവുന്നത്. ആവുന്നത്. ഇത് അതായത് വളരെ ചെറിയൊരു പെർസെന്റേജ് ഓഫ് ആൾക്കാരാണ് അങ്ങനെ അത് ചെയ്യുന്നത്. ചെയ്യുന്നത്. പക്ഷെ എല്ലാ സ്ത്രീകളും ചെയ്യുമ്പോഴും അതൊരു അതെന്താ അതിനൊരു വിലയില്ലാതാവുന്നു. വിലയില്ലാതെ ആവുന്നു. ആവുന്നു. അതാണ്. അത് മാത്രമല്ല വേറൊരു കാര്യം എന്ന് വെച്ചാല് ഇപ്പൊ എന്റെ വീട്ടില് എന്റെ അച്ഛന്റെ അനിയന്മാര് അവരും ഭാര്യമാര് ഇതുപോലെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാ. എന്റെ അച്ഛന്റെ ഫാമിലിയും എന്റെ അമ്മയുടെ ഫാമിലിയും 2 കാര്യത്തിലും ഒരു ഫാമിലി നോർത്ത് പോളിലാണെങ്കിൽ ഒരു ഫാമിലി സൗത്ത് പോളിൽ നിൽക്കുന്ന ടീമാണ്. എൻറ്റയർലി ഡിഫറന്റ്. എന്റെ അമ്മയുടെ ഫാമിലി എന്ന് വെച്ചാൽ എല്ലാം ഭാര്യമാര് ചെയ്ത് അവര് ഡിപ്പെൻഡ്. എന്റെ അച്ഛന്റെ ഫാമിലി എന്ന് വെച്ചാല് ഭാര്യ ചെയ്യണ്ട, വേണ്ട ഞങ്ങള് ചെയ്യാം. ഞങ്ങള് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാന്ന് പറയും. സോ എനിക്കതില്
അങ്ങനെ ഇല്ല. എനിക്കത് വലിയ അതിശയമായി തോന്നുന്നത് എപ്പോഴാന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഒരു 100 ആൾക്കാരെ എടുക്കുമ്പോൾ 2 പേര് ചെയ്യുമ്പോഴാണ് അത് വലുതാവുന്നത്. അതായത് അല്ലെങ്കിൽ ഇത് നമ്മളിത് നമ്മൾക്ക് പുറത്ത് നോർമലാണ്. പറയുമ്പോ നമുക്കിത് നോർമലാണ്. നമുക്ക് പക്ഷെ നമ്മൾ നോർമലാണ്. വേറെ ആൾക്കാര് പറയുന്നത് കേൾക്കുമ്പോഴാണ് നമ്മൾ ആലോചിക്കുന്നത് ഇങ്ങനെയും ആൾക്കാരുണ്ടോ? ആൾക്കാരുണ്ടോന്ന്. അപ്പൊ ഇത്രയും ചെയ്യാൻ ഇപ്പൊ പറ്റാത്ത ആൾക്കാരുണ്ടോ? ഇപ്പൊ ഞങ്ങൾ പുതിയ വീടെടുത്ത് വെച്ച് മാറിയപ്പോ അച്ഛന്റെ ഫാമിലി അനിയന്മാര് വന്നപ്പോ എന്റെ അച്ഛന്റെ അനിയൻ എന്റെ അമ്മയോട് പറയാണ്, ചേച്ചി ചേട്ടൻ ചെയ്യട്ടെ, ചേട്ടൻ വീട് ക്ലീൻ ചെയ്യും, മോപ്പയൊക്കെ ചെയ്യും, സ്റ്റോപ്പ് ചെയ്യണ്ട. കാരണം ചെയ്യണം. അത് നിർബന്ധമല്ല. ആള് ഓക്കെയാണ്. അപ്പം അമ്മ പറയണെന്ന് വെച്ചാല് അമ്മയുടെ വീട്ടിൽ നിന്ന് പറഞ്ഞു കൊടുക്കുന്നത് പുറത്തിറങ്ങി ഒന്നും ചെയ്യണ്ടെന്ന് പറ, നാട്ടുകാര് പറയില്ലേ. ഉം. കാരണം ചെയ്യുന്നതിലല്ല ചെയ്യുന്നതിലല്ല, തെറ്റ് പ്രശ്നം. നാട്ടുകാര് നാട്ടുകാര് പറയില്ലേ. പറയുന്നതിലാണ് അപ്പൊ പ്രശ്നം. അത് ഒന്നും അപ്പൊ ചെയ്യുന്നില്ല എന്റെ എന്നുള്ളത്. അച്ഛന്റെ അനിയൻ പറഞ്ഞിരിക്കുന്നത്, ചേച്ചി ആൾക്കാർ എന്ത് പറയുന്നു എന്നുള്ളത് നിങ്ങൾ നോക്കണ്ട. ഇത് ചേട്ടന്റെ വീടാണ്. നിങ്ങളല്ലാതെ വേറെ പുറത്തുനിന്ന് ആരും വന്ന് ഈ നാട്ടുകാര് വന്ന് ക്ലീൻ ചെയ്ത് തരത്തില്ല. നിങ്ങൾ തന്നെ നിങ്ങളുടെ വീട് നോക്കണം. സോ ഇപ്പോഴും എന്റെ അച്ഛൻ വീട് സിറ്റ് ഔട്ട് ഒക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ഫൈൻ. കാരണം അല്ല ഞങ്ങൾ അതാണ് അപ്പുറത്ത് വേറെയും ജോലി ചെയ്തും ഒറ്റയ്ക്ക് വേറെ ഇടുന്നില്ല. അതെ 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 എക്സാക്ട്ലി അതാണ് അച്ഛൻ ക്ലീൻ നമ്മള് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ നമ്മള് കുക്കിംഗ് കാലിന് ആയിരിക്കും. കാലിട്ടിട്ട് അവിടെ ഇരിക്കുവല്ല ഇരിക്കുന്നില്ല. ചെയ്യുന്നത്. അത് എല്ലാവരും കൂടെ ഷെയർഡ് ആയിട്ടുള്ള ഒരു അതിൽ റെസ്പോൺസിബിലിറ്റി ആണ്. അച്ഛൻ ആകെ പറയുന്ന കാര്യം, നിങ്ങൾ പുറത്ത് എവിടെയെങ്കിലും പോയിക്കോ, എനിക്ക് അപ്പോഴാണ് വീട് ക്ലീൻ ചെയ്യാൻ കുറച്ചുകൂടി സൗകര്യം. ആരും ആളും ഇല്ലാത്തപ്പോ ബഹളവും ഇല്ല. അത് ചെയ്യാനാണ് അച്ഛൻ better അച്ഛന്റെ ആയിട്ട്. സൗകര്യം. അതുപോലെ തന്നെ ഒരു കാര്യമാണ് ഇപ്പം ഞങ്ങൾക്ക് എവിടെയെങ്കിലും പുറത്ത് പോകണം എന്ന് പറഞ്ഞാൽ അച്ഛൻ പറയും പോയി വാ. അപ്പൊ ഞങ്ങൾ പോയി, ഓക്കെ ഫൈൻ, ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് ഇതൊക്കെ ചെയ്തിട്ട് പോവാം. നോ, നിങ്ങൾ പോയിക്കോ, ഇവിടുത്തെ കാര്യം ഞാൻ നോക്കിക്കോളാം. അല്ല പക്ഷെ അതാണ് അത് വളരെ റെയർ റയർ ആയിട്ടുള്ള ഒരു ആയിട്ടുള്ള സിറ്റുവേഷൻ ആൾക്കാരാണ്. ആണ്. അതാ എനിക്കിത് നോർമലാണ്. അതെ കാരണം ഞാനിത് കണ്ട് ശീലിച്ച ആ ആ ആൾക്കാരാണ്. പക്ഷെ ആളാണ്. കമ്മിങ് ബാക്ക് ടു വാട്ട് വി വർ സെയിങ് ഇത് ഭയങ്കര അതായത് എങ്ങനെ എന്താണ് ഒരു അച്ഛനെ അച്ഛനാക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറഞ്ഞല്ലോ പെണ്ണ് വേദന അനുഭവിക്കുമ്പോഴേ അമ്മയാവുന്നുള്ളൂ. ആ ഒരു പ്രശ്നം അല്ലെങ്കിൽ അങ്ങനെ ഒരു കണ്ടീഷൻ ആണുങ്ങൾക്കില്ല. ഇല്ല. കുഞ്ഞ് ജനിക്കുമ്പോഴത്തേക്കും അവൻ അച്ഛൻ അച്ഛനായി അച്ഛനായി കഴിഞ്ഞു. കുഞ്ഞ് ജനിക്കുമ്പോ മാത്രം. പ്രഗ്നൻസിയുടെ അല്ലല്ല, പോലും അല്ല. അപ്പോഴും അത് അമ്മയാവാനുള്ള അപ്പൊ അല്ല തയ്യാറെടുപ്പാണ്. പ്രഗ്നൻസിയുടെ സമയത്ത് സ്ത്രീ എപ്പോഴും അമ്മയാണ്. സ്ത്രീ അപ്പോഴും ആലോചിക്കണം ഞാൻ കഴിക്കുന്ന ഭക്ഷണം എന്റെ കുഞ്ഞിന് ശരിയാവോ? ഞാൻ ഇപ്പൊ കാപ്പി കുടിച്ചാൽ എന്റെ കുഞ്ഞിന് വല്ല പ്രശ്നം വരുമോ? അത് ഞാൻ ചിന്തിക്കും. അത് ചെയ്യുമ്പോ എന്റെ കുഞ്ഞിന് വല്ല പ്രശ്നം വരുമോ? എല്ലാം ആലോചിച്ച് അന്നേ അച്ഛന്മാരത് നിങ്ങൾ ചിന്തിക്കും. I mean, പുരുഷന്മാരത് ആവശ്യമില്ല. ആവശ്യമില്ല. കാരണം അവർക്ക് ഫിസിക്കലി ഒന്നും അറിയുന്നില്ല. ഇതിന്റെ ആവശ്യമില്ല. ഇല്ല. വേണ്ട. പക്ഷേ അപ്പോഴും ആസ് എ ഹസ്ബൻഡ് അല്ലെങ്കിൽ ആ സമയത്താണ് ആസ് എ ഹസ്ബൻഡ് നിങ്ങൾക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉള്ളതും ചെയ്യേണ്ടി വരുന്നതും ഒക്കെ. പക്ഷെ അതൊന്നും എക്സ്പെക്റ്റഡ് അല്ല. അല്ല. ഒരു ഭർത്താവ് പ്രത്യേകിച്ച് ആദ്യത്തെ പ്രസവമൊക്കെ ആകുമ്പോൾ വീട്ടിൽ കൊണ്ടുവന്ന് പോയി വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഭർത്താവിന്റെ അപ്പോഴും പാട്ടിന് അങ്ങ് പോവാന്നുള്ളതല്ലാതെ അത് പെൺവീട്ടുകാരുടെ അല്ല അത് ഞാൻ പറഞ്ഞില്ലേ, അതൊക്കെ ഉത്തരവാദിത്തം. ചടങ്ങ് ചടങ്ങ്. സൊസൈറ്റിയുടെ പക്ഷെ ഒരു കാര്യമുണ്ട്, ആ ചടങ്ങ് എത്ര ഭംഗിയിൽ നിറവേറ്റിയാലും എന്തെങ്കിലും ഒരു കുഴപ്പം പെണ്ണിന് അല്ല അതായിക്കോട്ടെ. അവിടെ അത് ഞാൻ പറയാം അഗൈൻ അത് നമുക്ക് വേറൊരു ടോപ്പിക് തന്നെ സംസാരിക്കാനുണ്ടാവും. കാരണം ഈ കുറ്റം കണ്ടുപിടിക്കുക എന്നുള്ളത് എല്ലാവരുടെയും അത് എന്തൊരു സിറ്റുവേഷനിലും കുറ്റം കണ്ടുപിടിക്കാനാണ് നാട്ടുകാരുള്ളത്. ഈ ഈ വീട്ടിൽ കൊണ്ടുപോയി വിട്ട് കഴിഞ്ഞാല് കുഞ്ഞിനെയും ഭാര്യേനെയും ഒക്കെ വീട്ടിൽ കൊണ്ട് അവളുടെ വീട്ടിൽ കൊണ്ട് വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അങ്ങ് ഫ്രീ ആയിട്ട് നടക്കുവാണ് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് റെസ്പോൺസിബിലിറ്റീസ് ഇല്ലേ? ഇല്ല. അത് അവിടെയാണ് അതാണ് ഈ റെസ്പോൺസിബിലിറ്റീസ്. വ്യക്തിത്വങ്ങളുടെ പ്രശ്നം. അതായത് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ഐഡന്റിറ്റി? നിങ്ങള് അപ്പൊ ഒരാണ് കല്യാണം കഴിച്ചാലും ശരി, അച്ഛനായാലും ശരി, എന്താണ് മുത്തശ്ശനായാലും ശരി, ആണിന്റെ വ്യക്തിത്വം എന്നുള്ളത് അവൻ ആണാണ്. അവന്റെ ഇതിനെല്ലാത്തിനും പുറത്ത് നിൽക്കുന്നതാണ് അവന്റെ വ്യക്തിത്വം. അല്ലാതെ അവൻ എത്ര നല്ലൊരു ഭർത്താവാണെന്നുള്ളതല്ല അവന്റെ മാർക്ക് ഓഫ് സക്സസ്. നേരെ തിരിച്ച് ഒരു ഭാര്യയ്ക്ക് അങ്ങനെയല്ല. ഒരു പെണ്ണിന് അവള് എത്ര നന്നായി വീട് കൊണ്ട് നടക്കുന്നു അതിലാണ് അവളുടെ ഇനി സക്സസ്. ഇനി അഥവാ ഒരു ഭർത്താവ് ഭാര്യനെ ഇതുപോലെ സപ്പോർട്ട് ചെയ്ത് വെച്ചാൽ അവന് വീഴുന്നൊരു പേരാണ് അച്ചിക്കോൻ എന്നുള്ളത്. അത് അത് വേറൊരു ടാഗ് ലൈൻ, അത് വേറൊരു കാറ്റഗറി ഓഫ് പീപ്പിൾ ആണ്. അതുകൊണ്ട് അത് അതാണ് നമ്മൾ ഈ പറഞ്ഞു വന്നത്. പെണ്ണുങ്ങൾക്ക് ഈ ഒരു സൊസൈറ്റിയിൽ നമ്മൾ ജീവിക്കുമ്പം അപ്പം ഓക്കെ അപ്പൊ നമ്മൾ ഒരുപാട് നേരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഐ ഗോയിങ് ടു ബ്രിങ് ഇറ്റ് ബാക്ക് ടു നമ്മുടെ ടോപ്പിക്കിലോട്ട്. ഫെമിനിസം അല്ല, നമ്മുടെ ടോപ്പിക്കിലോട്ട്. അതായത് ഈ വ്യക്തിത്വത്തിനെ പറ്റിയിട്ടും എന്നുള്ളത് നമ്മുടെ ശാപമാണ്. അപ്പൊ ഈ വുമൻസ് ഡേ വരുന്നുണ്ടല്ലോ. അപ്പൊ നമ്മുടെ ഇത്രയും നേരം നമ്മൾ സംസാരിച്ചതിലും എല്ലാത്തിലും വെച്ചിട്ട് ഹൗ ഡു യു തിങ്ക് വി കൻ ചേഞ്ച് തിങ്സ് ഓർ ഡു യു തിങ്ക് വി കൻ ചേഞ്ച് തിങ്സ് അറ്റ് ഓൾ? വി എന്ന് വെച്ചാൽ ഞാനും റിനുവും ഇന്ന് ഇവിടെ ഇരുന്ന ഈ പോഡ്കാസ്റ്റിലൂടെ കാര്യങ്ങൾ മാറ്റം വരുത്തുന്നുള്ളതല്ല. ഒന്നുമല്ല. പക്ഷെ ഇത് കേൾക്കുന്ന
എത്ര പേര് ഇത് കേൾക്കും നമുക്കറിയില്ല. പക്ഷെ ഇതിപ്പം നമ്മൾ കേൾക്കുന്നവര് എല്ലാവരും ഈ ഒരു 50 പേര് ഇത് കേട്ടാ അതിൽ എത്ര ശതമാനം ആൾക്കാർ ഇത് അഗ്രി ചെയ്യുന്നുണ്ട് നമുക്കറിയില്ല. പക്ഷെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. നിങ്ങളുടെ ഫ്രീ ടൈം കിട്ടുമ്പോൾ നിങ്ങളിത് സമാധാനത്തിൽ കേട്ട് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. എവിടെ പറയുന്നില്ല, എവിടേക്കോ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളില്ലേ, നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ലെങ്കിലും ഒന്ന് ചിന്തിച്ചു നോക്കി. നിങ്ങൾ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഇത്രയും കാലത്തെ ജീവിതം ഒന്ന് റിവ്യൂ ചെയ്തു നോക്ക്. അപ്പൊ നിങ്ങൾക്ക് എവിടേക്കാണ് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും നമ്മൾ തന്നെ തീരുമാനിക്കണം. ആൻഡ് ഇത് ഈ പറയുന്നത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരുപോലെ ആപ്ലിക്കബിൾ ആണ്. ഇത് നമ്മൾ ഈ പറയുന്നത് പറ്റുവാണെങ്കിൽ നിങ്ങൾ ഒരു കല്യാണം കഴിച്ച ആൾക്കാരാണ് ഇത് കേൾക്കുവാണെങ്കിൽ ഹസ്ബൻഡിന്റെ കൂടെ ഇരുന്ന് കേൾത്ത വലിയ അല്ല, കാര്യമായിരിക്കും. രണ്ടുപേരും കൂടി ഇരുന്ന് കേൾക്കണം. അതാണ് അതാണ് ഒരുമിച്ചിരുന്ന് കേൾക്കണം എന്നാണ് ഞാനും അതെ പറയുന്നത്. അതെ ഇൻ കേസ് കപ്പിൾസ് ആണെങ്കിൽ അഫയർ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് ബോയ് ഫ്രണ്ട് കൂടി ഇരുന്ന് കേൾക്കൂ. ഇതിപ്പോ സിംഗിൾ ആണെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിന് നമ്മൾ ലിങ്ക് എനിക്ക് ഷെയർ തോന്നുന്നു എന്റെ ചെയ്യുമ്പോൾ പോഡ്കാസ്റ്റ് കൂടുതൽ ആണുങ്ങളെ കേൾക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതുവരെ ഈ 2 എപ്പിസോഡ് എനിക്ക് തോന്നുന്നത് ആണുങ്ങളെ കൂടുതൽ കേട്ടേക്കുന്നത് ലിങ്ക് ഷെയർ ചെയ്യുക, കേൾക്കാൻ പറയാ. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഈ പറഞ്ഞതിൽ എത്രത്തോളം നിങ്ങളുടെ ലൈഫിൽ ഏത് രീതിയിലാണ് മാറ്റം മാറ്റാൻ വരുത്താൻ പറ്റുക പറ്റുന്നത്. എന്നുള്ളത്. അതെ, ചിലപ്പോ എന്താണ് നമ്മൾ മാറ്റം പറഞ്ഞ ഒരു വരുത്താൻ പറ്റുക? 50 പോയിന്റ്സിൽ ചിലപ്പോ നിങ്ങൾക്ക് മാറ്റാൻ പറ്റുന്ന ഒരു 10 പോയിന്റ്സ് ആയിരിക്കും. ഇറ്റ്സ് എ ഗ്രേറ്റ് അച്ചീവ്മെന്റ്. അതെ സീരിയസ്ലി. കാരണം നിങ്ങൾ മുമ്പ് സീറോയിൽ ഉണ്ടായിരുന്ന ആൾക്കാർ ഇപ്പൊ 10 പോയിന്റ്സ് മാറ്റിക്കഴിഞ്ഞാൽ ഗ്രാജുവലി നിങ്ങൾക്കത് കൂടുതൽ ഇമ്പ്രൂവ്, നിങ്ങൾക്ക് തന്നെ ചിന്തിച്ച് നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും മാറ്റങ്ങൾ വരുത്താൻ പറ്റും. അതെ അതെ ഇപ്പം ഇപ്പൊ ഒരു ആവറേജ് സ്കോർ ചെയ്യുന്ന കുട്ടിക്ക് നാളെ 100 100 മണിക്ക് പറ്റില്ല. ഒരു സ്ലോ പ്രോസസ് ആണ് അത് അത്. ഗ്രാജുവൽ പ്രോസസ് ആണ്. ഒബ്വിയസ്ലി ആണ്. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അത്രേ ഉള്ളൂ. ഈ ഒരു എപ്പിസോഡിൽ ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് അഗൈൻ ഞങ്ങൾ ആരും എന്താണ് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള എക്സ്പീരിയൻസസ് വെച്ചിട്ടാണ് നമ്മൾ പല കാര്യങ്ങളും ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ചിട്ടുള്ളത്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എപ്പോഴെങ്കിലും ഒക്കെ ജീവിതത്തിൽ നിങ്ങളും ഇതിന്റെ ഒരു എക്സ്റ്റെൻഡഡ് വേർഷൻ അനുഭവിച്ചിട്ടുണ്ടാവും. ഏത് എൻഡ് നിന്നിട്ടാണെന്ന് അറിയില്ല. ഒരു ഇപ്പുറത്തെ സൈഡിലോ അപ്പുറത്തെ സൈഡിലോ നിന്ന് നിങ്ങൾ ഇത് അനുഭവിച്ചിട്ട് ഉണ്ടാവും. ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് ആകെ നമ്മൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇത്രയും നേരം നമ്മൾ സംസാരിച്ചത് കേട്ടതിൽ വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങൾ തന്നെ ആലോചിക്കുക, ഇതിൽ എന്തെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ നമ്മൾ അറിയാതെ ആയിരിക്കും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ആ. നമ്മൾ പോലും അറിയാതെ. അതായത് അല്ല. നമ്മളൊരു പെങ്ങളുടെ അടുത്ത് എടി നീ കല്യാണം കഴിക്ക്, ജോലിയൊക്കെ പിന്നെ നോക്കാം എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് അറിയാതെ തന്നെ. ആ. ചിന്ത മാറി. ഓക്കെ, ആലോചിക്കാം. ഇത് നോക്കേ. പിന്നെ അത് മെല്ലെ മെല്ലെ പോയി അതായി ഇമ്പോർട്ടന്റ്. അതെ. അല്ലെങ്കിൽ നീ എന്തിനാണ് ഇത്രയൊക്കെ പഠിക്കുന്നത്? അല്ലെങ്കിൽ ഈ പല കാര്യങ്ങളും നിങ്ങൾ വീട്ടിൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ ഈ ഒരു ഡിസ്ക്രിമിനേഷനിൽ അല്ലെങ്കിൽ ഈ ഒരു ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടാവാം. അപ്പൊ അതിനെ പറ്റിയിട്ട് ആലോചിക്കുക. അതിനെ എങ്ങനെ നിങ്ങൾക്ക് മാറ്റാൻ പറ്റും? ഇപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യം, ഇത് കേൾക്കുന്ന ഏതെങ്കിലും ഒരു കോളേജ് സ്റ്റുഡന്റ് ഉണ്ടെങ്കിൽ അവരായിരിക്കും ഓക്കെ കല്യാണം സെക്കൻഡറി നോക്കാം. അങ്ങനെയല്ല, നിങ്ങൾ കല്യാണമേ വേണ്ട എന്ന് അല്ല ഞാൻ പറയുന്നത്. ആണുങ്ങളെ ആണുങ്ങളെ ബഹിഷ്കരിക്കുക അങ്ങനെ ഒരിക്കലും ഒരു തീരുമാനം എടുക്കണം എന്നല്ല ഞങ്ങൾ പറയണേ. ഞങ്ങൾ പറയുന്ന വെച്ചാല് ഒരു ലക്ഷ്യം വേണം. അതെ. ചുമ്മാ കല്യാണം ഓക്കെ ഡിഗ്രി കഴിഞ്ഞു ഇനി ഞാൻ കെട്ടിപ്പോവാം എന്നാവരുത്. നമുക്ക് അതാവരുത് സ്വന്തമായിട്ട് നിങ്ങളുടെ ഒരു വ്യക്തിത്വം. വ്യക്തിത്വം, അതെ. സ്വന്തം ഒരു ലക്ഷ്യം വേണം. ഒരു വ്യക്തിത്വം ഉണ്ടാക്കിയെടുക്കണം. അത് ആരും വന്ന് നിങ്ങളുടെ അടുത്ത് എന്താ നീ അങ്ങനെ ഇപ്പൊ ഇവിടെ ഞാൻ ചേച്ചിയുടെ മുന്നിൽ നിന്ന് പറയാണ്, എനിക്കൊരു ഇപ്പോഴും പല കാര്യങ്ങളും ഞാൻ കൺഫ്യൂസ്ഡ് ആവുന്ന സമയത്ത് ഫസ്റ്റ് ഞാൻ അപ്രോച്ച് ചെയ്യുന്ന ചേച്ചിനെയാണ്. കാരണം എന്നെ സംബന്ധിച്ച് ഇപ്പൊ പറഞ്ഞ ഷീസ് എ ഗുഡ് ലിസണർ. കാര്യങ്ങൾ ഞാനിപ്പോ 1 മണിക്കൂർ സംസാരിച്ചാലും കേട്ടിട്ട് എനിക്ക് ഉറപ്പാണ് എത്ര വലിയ ഞാനിപ്പം അനുഭവിച്ച ഇത്രയും കുറെ കാര്യങ്ങൾ വെച്ച് പറയുകയാണെങ്കിൽ എനിക്ക് സൊല്യൂഷൻ കിട്ടാത്ത ഒരു പ്രശ്നങ്ങളുമായിട്ട് ഞാൻ ചേച്ചിയുടെ അടുത്ത് വന്നിട്ടില്ല. നമ്മൾ പറയണം ഒരു പ്രോബ്ലം റേസ് ചെയ്യുമ്പോൾ ഒരു സൊല്യൂഷൻ ആയിട്ടാണ് അത് വരുന്നത് അല്ലെ. അത് കണ്ടുപിടിക്കുക എന്നുള്ളതാണിത്. ചിലപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല, പക്ഷെ നമ്മളൊരു ക്ലോസ് ഫ്രണ്ടിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് കിട്ടുവാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾക്ക് ചിലപ്പോൾ ആ സമയത്ത് സൊല്യൂഷൻ കിട്ടില്ല, പക്ഷെ നമുക്ക് ഒരാളോട് പറയുമ്പോൾ ഒരു ആശ്വാസം കിട്ടും അല്ലെ. അതുപോലെ ഇതിപ്പോ എല്ലാരും പറഞ്ഞു തരണം എന്നില്ല വ്യക്തിത്വം ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുക, അങ്ങനെയൊന്നല്ല. ചിന്തിക്കുക. ഇപ്പൊ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ കല്യാണം പ്രപ്പോസൽ വരികയാണെങ്കിൽ പറയേണ്ട ആദ്യത്തെ കാര്യം ബ്ലൈൻഡ് ആയിട്ട് നിങ്ങൾ പറയാം, പഠിത്തം പഠിച്ചു തീർക്കുക. ഒരു ജോലിയിലേക്ക് 1 2 വർഷം ജോലി ചെയ്ത് സെറ്റിൽ ആവും. എന്നിട്ട് അപ്പോൾ നിങ്ങൾക്ക് വരുന്ന പ്രപ്പോസൽസും മാറ്റം വരും. അതെ, നിങ്ങളുടെ ജീവിത സ്റ്റാൻഡേർഡ് മാറുമ്പോ പ്രപ്പോസൽസിന്റെ സ്റ്റാൻഡേർഡും മാറും. തീർച്ചയായിട്ടും കുറച്ചുകൂടി ബെറ്റർ ഓപ്ഷൻസ് വരും നിങ്ങൾക്ക് അപ്പോഴേക്കും കുറച്ചും കൂടി ചിന്തിക്കാനുള്ള കാര്യപ്രാപ്തി. ഞാനൊക്കെ ഈ ഒരു 24 വയസ്സെന്ന് പറഞ്ഞാൽ ഒട്ടും മെച്ചൂർഡ് അല്ലാത്ത ഒരാളാണ്. നമ്മളെല്ലാവരും 25 വയസ്സിലൊക്കെ കല്യാണം ആലോചിച്ചപ്പോ ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പോയപ്പോ ആദ്യമായിട്ട് ആൾക്കാർ പറഞ്ഞതാണ് ഡിഗ്രി ഒക്കെ കഴിഞ്ഞില്ല ഇനിയിപ്പോ കല്യാണം കഴിക്കാം. അതിൽ എനിക്ക് വന്നൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞത് ഡിഗ്രി ഫൈനൽ ഇയർ പഠിക്കുമ്പോഴാണ് എനിക്ക് വന്ന ഫസ്റ്റ്, എന്റെ അറിവിൽ എനിക്ക് അതിനു മുമ്പ് വന്നിട്ടുണ്ട്, ഞാൻ അറിയാതെ അവര് ഒഴിവാക്കി വിട്ടു, അതാണ് പതിവ്.
ഒരു പ്രപ്പോസൽ വന്നു. ഇങ്ങനെ ഒരു ഫംഗ്ഷൻ വെച്ച് കണ്ടു അങ്ങോട്ട് വന്നിട്ട്. അമ്മ അത് വേണ്ടാന്ന് വെച്ചപ്പം എന്റെ വീട്ടിൽ വന്നൊരു പ്രശ്നം, പുള്ളി ബിസിനസ്സാണ്. പഠിച്ചു കഴിഞ്ഞില്ലെന്ന് പറഞ്ഞ് വന്ന നല്ല പ്രപ്പോസൽ അവള് തള്ളിക്കളഞ്ഞു. എന്റെ അമ്മയെ കുറ്റം പറഞ്ഞതാ. പക്ഷെ ഇപ്പൊ ഞാൻ പ്രപ്പോസൽസ് നോക്കുമ്പോ അതിനേക്കാൾ ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് എനിക്ക് ഇപ്പൊ കിട്ടുന്നുണ്ട്. ഉണ്ട്. അല്ല അത്രേ ഉള്ളൂ. ഇത്രയും ലേറ്റ് ആവണമെന്നല്ല പറയുന്നേ. അതെ. പക്ഷെ നിങ്ങളെ തന്നെ നിങ്ങളെ മോൾഡ് ചെയ്ത് ready എടുക്കേണ്ട ഒരു ആക്കി, ടൈം അതെ, എടുക്കണം നിങ്ങൾ. അതെ, അതെ. അല്ലാതെ നിങ്ങളെ തന്നെ മോൾഡ് ചെയ്ത് എടുക്കേണ്ട ഒരു ടൈം ടൈം എടുക്കുക. എടുക്കണം. നിങ്ങള് ഈ പറഞ്ഞതുപോലെ എത്ര തന്നെ നിങ്ങൾക്ക് റെസിസ്റ്റൻസ് കിട്ടിയാലും നിങ്ങള് തന്നെ നിങ്ങൾക്കൊരു വ്യക്തിത്വം നിങ്ങൾ ഉണ്ടാക്കിയേ പറ്റുള്ളൂ. പിന്നെ ഒരു പ്രശ്നം, ഒരു കാര്യം വെച്ചാൽ, ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ സ്വയം അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ അത് ഫാമിലി ലൈഫിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതെ, അതെ, കാരണം അതെ. ഫാമിലി ലൈഫ് എന്ന് പറയുന്നത് ഇപ്പൊ ഞാനിപ്പോ ഇപ്പൊ പ്രപ്പോസൽ മിക്ക സംസാരിക്കും ഒരു ഈസി പ്രശ്നങ്ങൾ അല്ല വരുന്നത്, അത്. അല്ല അത് മാത്രമല്ല, മിക്ക പ്രശ്നം വരുന്നത് എപ്പോഴറിയോ, ഒരു ഫാമിലിയിലൊക്കെ ജീവിക്കുമ്പോഴും സ്വന്തമായിട്ട് ഈ പറഞ്ഞ പോലെ ചിന്തിക്കാനോ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനോ കഴിയാത്തപ്പം നാട്ടുകാരോട് ചോദിച്ച് വീട്ടുകാരോട് ചോദിച്ചു, അവർക്ക് ഇത്രയുള്ള ഒരു മൈന്യൂട്ട് ആയിട്ടുള്ള പ്രശ്നം അവര് പോലും ഇൻവോൾവ് വലുതായി. ചെയ്യുമ്പോ ആ, അത് വലിയ പ്രശ്നം. അങ്ങനെയുള്ള കേസസ് ഡിവോഴ്സിൽ വരെ എന്റെ പേര് അല്ല ആയിക്കോട്ടെ, ഇഫ് ദാറ്റ് ഇസ് വാട്ട് ഇറ്റ് ഇസ് മെന്റ് ടു ബി, അത് ആയിക്കോട്ടെ. പക്ഷേ ചെറിയ ചെറിയ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങൾ അപ്പോഴും നിങ്ങൾക്ക് തന്നെ എടുക്കാൻ കഴിയണം. അത് എന്തുകൊണ്ടാണെന്നറിയോ, നിങ്ങൾ ഈ മെച്യൂർഡ് അല്ല, നിങ്ങൾക്ക് നിങ്ങളുടേതായ ആ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്ന പ്രായത്തിൽ ഒരു കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫാമിലി ലൈഫിൽ എന്ത് പ്രശ്നം വന്നാലും അത് ഹാൻഡിൽ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. നിങ്ങൾ രണ്ടുപേരും ഇരുന്ന് സംസാരിച്ച് ഇത് നമുക്ക് ഇങ്ങനെ എന്ത് ചെയ്തു തീരുമാനമാണെങ്കിലും നമുക്ക് ഇങ്ങനെ ചെയ്തു കൂടെ പിരിയാനോ ഉള്ള ആണെങ്കിലും തീരുമാനമാണെങ്കിലും അത് നിങ്ങൾക്ക് തന്നെ എടുക്കാൻ പറ്റണം. അതിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ മറ്റുള്ള ബന്ധുക്കളും നാട്ടുകാരും വന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ട്രോങ് പോയിന്റ്സ് ഉണ്ടാവും പറയാൻ. അതെ. അല്ലാതെ നിങ്ങൾ എനിക്ക് പറ്റില്ലാത്തതുകൊണ്ട് ഞാൻ പോയി എന്ന് പറഞ്ഞ ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ എനിക്ക് ഊഹിക്കാം ഇതിൽ വരുന്ന ഒരുപാട് കമന്റ്സിനെ പറ്റിയിട്ട്. അതുകൊണ്ട് ഞാൻ ആദ്യമേ പറയാൻ പോവാണ്, ഒരു ഡിസ്ക്ലെയിമർ ആയിട്ട് ഞാൻ പറയാൻ പോവാണ്, ആരും വഴക്കുണ്ടാക്കി വീട്ടിൽ നിന്ന് ഇറങ്ങി പോകരുതെന്നല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. വഴക്കാളികളാവണമെന്നല്ല പറയുന്നത്. അത് ഈ വ്യക്തിത്വം വെച്ചാല് വഴക്കാളിയാവുക എന്നുള്ളതല്ല അതിന്റെ സക്സസ്ഫുള്ളി ഒരു ഫാമിലി ലൈഫ് ലീഡ് ചെയ്യാൻ. ഫാമിലി മാത്രമല്ല, എന്ത് നിങ്ങൾക്ക് ഇൻഡിവിജ്വലി ഞാനിപ്പോ ഒരു ഡിസ്ക്ലെയിമർ നമ്മൾ പറഞ്ഞു ഡിവോഴ്സ് ആയി ഇറങ്ങി പോകുന്നത്, അതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. വീട്ടുകാരുടെ അടുത്ത്, അതായത് നമ്മൾ ഈ പറഞ്ഞു വരുന്നത് നിങ്ങൾ എല്ലാവരുടെ അടുത്തും ഇപ്പൊ കയറി അങ്ങ് വഴക്കുണ്ടാക്കുക ഒരിക്കലും അല്ല. അതും വ്യക്തിത്വം ഇല്ലാത്തത് കൊണ്ടാണ് അത് ചെയ്യുന്നത്. എന്തിനാ പോയിട്ട് മറ്റുള്ള എല്ലാത്തിനും പൊട്ടിത്തെറിക്കുന്നതും ഒരു വ്യക്തിത്വം ഇല്ലായ്മ. പിന്നെ ഒരു കാര്യമുണ്ട്, മറ്റുള്ളവർ പറയുമ്പോ എനിക്കെന്താ അവരങ്ങ് പറഞ്ഞു പോട്ടെ എന്ന് വിചാരിച്ചാൽ തീരാവുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതില് നമ്മൾ കേട്ട് നിങ്ങൾ അങ്ങനെ പറഞ്ഞു, അതെന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞ, നമുക്ക് അത്രയും ടൈം ഇല്ല മറ്റുള്ളവർക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ. അത് ആദ്യം മനസ്സിലാക്കുക. എക്സാക്ട്ലി, വളരെ സത്യമാണ്. അതായത് യൂസ് യുവർ ടൈം ടു ഡെവലപ്പ് യുവർ സെൽഫ്. അത്രേ ഉള്ളൂ. നിങ്ങളുടേതായിട്ടുള്ള ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് വേണ്ട ഇഷ്ടങ്ങൾ അനിഷ്ടങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ ആരാണ് ആസ് എ പേഴ്സൺ, ഹൂ യു ആർ എന്നത് നിങ്ങൾ തന്നെ ചിന്തിച്ച് മനസ്സിലാക്കുക. ഇതൊക്കെയാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത്. ഇതിലൊക്കെയാണ് നിങ്ങൾ ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അല്ലാതെ മറ്റുള്ളവർ പറയുന്നത് പിന്നാലെ പോയി നടന്നാല് ഞാൻ പറയണം അവിടെ കുറെ വഴക്കുണ്ടാക്കി വീണ്ടും ചീത്തപ്പേര് കുറെ കേൾക്കാമെന്നല്ലാതെ അത് നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള ഗുണവും ചെയ്യില്ല. മെന്റലി നിങ്ങൾ കുറച്ചും കൂടി നെഗറ്റീവ് പീപ്പിൾ that you're going to stay away from the drama, it is easy for you to live. അത് അഗൈൻ, അപ്പൊ ഈ പറഞ്ഞ ഇതൊക്കെ വരുന്നത് എപ്പോഴാണ്, നമ്മുടെ ഒരു വ്യക്തിത്വം എന്നുള്ള ഒരു ഇതിലോട്ട് തിരിച്ചു വന്നെത്തിയിരിക്കുകയാണ്. പെണ്ണുങ്ങൾക്ക് അത് ഒരിക്കലും അത് ആവശ്യമുള്ള ഒരു കാര്യമാണ്. അല്ലാണ്ട് അത് ഒരു ശാപമാണോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അതൊരു കളിയാക്കിയിട്ടാണ് ഞങ്ങൾ ഇത് പറയുന്നത്. കാരണം ഈ എന്റെ ടൈറ്റിൽ ആക്ച്വലി ഇത് വ്യക്തിത്വം എന്നത് ഇതാണോ എന്ന് പറയുന്നത് ഒരു എന്താണ്, ഒരു തമാശ രീതിയിലാണ് ഞങ്ങൾ പറയുന്നത്. ഒരിക്കലും ശാപം അല്ല ഈ വ്യക്തിത്വം എന്നുള്ളത്, ഒരിക്കലും ഒരു ശാപമല്ല. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഒരാൾക്ക് ആവശ്യമുള്ള ഒരു സാധനമാണ്. അതൊരു പെണ്ണോ ആണോ ആരാണെങ്കിലും ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിനെ സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നത് വ്യക്തിത്വം എന്നുള്ളൊരു ഇത് വരുമ്പോൾ. ഒരു കാര്യം, ഇത് കേൾക്കുന്ന എത്ര എബവ് 30s ആൾക്കാരുണ്ട് ഇപ്പോഴും ലേറ്റ് ആയിട്ടില്ല. ഇപ്പോഴും പോയിന്റ് ഓഫ് ടൈം കല്യാണം കഴിച്ചവരും ഇല്ലാത്തവരും ഇപ്പോഴും ലേറ്റ് ആയിട്ടില്ല. ഒന്ന് ചിന്തിച്ചാൽ മാറാവുന്നതേ ഉള്ളൂ. ആ ചിന്തിക്കാനാണ് നിങ്ങൾ സമയം കൊടുക്കേണ്ടത്. അതെ. അപ്പൊ നിങ്ങൾ ഇതൊക്കെ ആലോചിക്കൂ. ഞങ്ങൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് എല്ലാം നിങ്ങളൊന്ന് കേട്ട് ആലോചിച്ച് എന്താണ് നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ട് തോന്നുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട് ഞങ്ങളെ എഴുതി അറിയിക്കുക. ഇൻസ്റ്റാഗ്രാമില് എന്റെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഇവിടെ സമ്മറിയിൽ എവിടെയെങ്കിലും ഞാൻ ഇട്ടിട്ടുണ്ടാവും. അപ്പം നിങ്ങൾക്ക് അവിടെ കമന്റ്സ് എഴുതി അറിയിക്കാൻ പറ്റും.
പിന്നെ നിങ്ങൾക്ക് വോയിസ് മെസ്സേജ് അയക്കാൻ പറ്റും ആങ്കർ വഴിയാണെങ്കിൽ. അതിന്റെയും ലിങ്ക് ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഈ സമറിയിൽ എവിടെയെങ്കിലും ഇടാം. അപ്പോൾ അതൊന്നും ചെയ്യാൻ മറക്കരുത്. കാരണം ഇതൊക്കെ ഞങ്ങൾക്ക് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ആ ഇങ്ങനത്തെ ഒരുപാട് കഥകളും കാര്യങ്ങളും. അപ്പൊ ഞങ്ങള് ഇതൊക്കെ എഴുതി അറിയിക്കുവാണെങ്കിൽ ഞങ്ങൾ ഇതെല്ലാം കേട്ട് വായിച്ച് ചിലപ്പോൾ പുതിയൊരു എപ്പിസോഡ് വരെ നമുക്ക് കിട്ടും ഈ കിട്ടാം. കഥകളും ഇതും എല്ലാം വെച്ചിട്ട്. അതെ. അതാണ് ഇപ്പോഴത്തെ ഒരു പ്രതീക്ഷ. അപ്പൊ ഇത്രയും പറഞ്ഞു വെച്ചിട്ട് ഞങ്ങൾ ഈ എപ്പിസോഡ് നിർത്തുകയാണ്. ഇത് ഞങ്ങൾക്ക് ഇനിയും പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ ഞങ്ങൾ എന്നാലും മുഷിപ്പിക്കുന്നില്ല. ഇപ്പൊ തന്നെ മുഷിപ്പിച്ചു കുറേ തോന്നരുത്. അതുകൊണ്ട് മാത്രം ഞങ്ങൾ ഇവിടെ നിർത്തുന്നു. പോയിന്റ്സിന് ഒരു കുറവുമില്ല. അതെ, ഞങ്ങൾക്ക് ഇനി ഒരുപാട് കഥകൾ ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾക്ക് വ്യക്തിപരമായിട്ടുള്ള കഥകളാണ് ഈ പലതും ഞങ്ങൾ പറയുന്നത്. എക്സ്പീരിയൻസ് അതുകൊണ്ട് ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതെ, അതുകൊണ്ടാണ് നമുക്ക് ഇത് ഒരുപാട് പറയാൻ ഇനിയും ഉണ്ട്. പക്ഷെ ഈ എപ്പിസോഡിന് തൽക്കാലം ഞങ്ങൾ ഇവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടുകയാണ്. ബാക്കി നിങ്ങൾ പറയൂ, അതെ, കമന്റ്സ് ആയിട്ട് ബാക്കി അറിയിക്കുക. നിങ്ങൾ പറയൂ. അതെ, ഇനി വേറെ ഒരു എപ്പിസോഡും വേറൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിൽ എത്തുന്നവരെ ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് നീരജ ആൻഡ് റിനു. താങ്ക് യു സോ മച്ച്. Thank you. ബൈ. Bye.